ഹലോ മക്കളെ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? അപ്പോൾ നമ്മുടെ കയ്യിലേക്ക് ICAയുടെ ഫസ്റ്റ് MTP റിലീസ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ആ MTP നമ്മളെ സംബന്ധിച്ച് വരാൻ പോകുന്ന ഒരു എക്സാമിൻ്റെ ഇൻഡിക്കേറ്ററാണ്. അപ്പോൾ എല്ലാ MTP ഡിസ്കഷനിൽ ഞാൻ ഉപയോഗിക്കുന്ന ഒരു വാക്കാണത്. കാരണം നമ്മളെ സംബന്ധിച്ചും നമ്മളെ എക്സ്പെക്റ്റ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് അതിലുണ്ടോ, നമ്മുടെ എക്സ്പെക്റ്റേഷനൊക്കെ നമ്മൾ MTPനെ ബേസ് ചെയ്തുകൊണ്ട് RTPനെ ബേസ് ചെയ്തുകൊണ്ടൊക്കെയാണ് നമ്മൾ സംസാരിക്കാറ്. അപ്പോൾ ഇത്തവണത്തെ MTP അങ്ങനെ ഒരു ഇൻഡിക്കേറ്റർ ആവാൻ ചാൻസ് ഉണ്ട്. അത്യാവശ്യം നല്ല ക്വസ്റ്റ്യൻസ് ആണ്. നമ്മുടെ ക്ലാസ്സിലിരുന്ന കുട്ടികളോട് പറയുകയാണെങ്കിൽ നമ്മൾക്ക് കയറി മേയാൻ പറ്റിയ ഒരു ഏരിയ തന്നെയാണ് ഇത്തവണത്തെ MTPയിൽ അവർ റിലീസ് ചെയ്തിട്ട് ഇരിക്കുന്നത്. അപ്പോൾ ഒരു 100 ക്വസ്റ്റ്യൻസിൻ്റെ ഡിസ്കഷനാണ് നമ്മൾ ഇന്ന് ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ എല്ലാ കൊല്ലവും നമ്മൾ പറയാറുള്ളത് പോലെ തന്നെ, അല്ലെങ്കിൽ എല്ലാ ഒരു MTP ഡിസ്കഷന് മുന്നേ നമ്മൾ പറയാറുള്ളത് പോലെ തന്നെ, ഇപ്പോൾ ഏറെക്കുറെ ക്ലാസ്സിലൊക്കെ ഡിസ്കസ് ചെയ്ത കാര്യങ്ങളാണ് ഇതൊക്കെ. ഒരു കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് ടഫാണ്. അപ്പോൾ ഇത്തവണ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ MTP നമ്മൾ ഡിസ്കസ് ചെയ്യുകയാണെങ്കിൽ ഫസ്റ്റ് ഒരു 10 ക്വസ്റ്റ്യൻസ് നിങ്ങളെ വളരെ ക്വസ്റ്റ്യൻ പേപ്പർ വളരെ ടഫാണ് എന്ന് തോന്നിപ്പിക്കുന്ന വിധത്തിലാണ് ക്വസ്റ്റ്യൻ പേപ്പർ അവർ സെറ്റ് ചെയ്തേക്കണം. ആദ്യത്തെ ഒരു 10 to 20 ക്വസ്റ്റ്യൻസിലേക്ക് നിങ്ങൾ പോകുമ്പോൾ അത് വളരെ ടഫാണ് എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലായിരിക്കും ക്വസ്റ്റ്യൻ പേപ്പർ സെറ്റ് ചെയ്തേക്കണം. നമ്മുടെ കയ്യിൽ കിട്ടിയിരിക്കുന്ന MTPയുടെ ഒരു ബേസ്, ഒരു നേച്ചർ വെച്ച് അത് ആ രീതിയിലേക്കാണ് സെറ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ആ ഒരു 20 ക്വസ്റ്റ്യൻസ് കഴിഞ്ഞിട്ട് പിന്നെ അങ്ങോട്ടേക്ക് നമ്മുടെ ഒരു ഏരിയ ആണ്. പ്രത്യേകിച്ച് എൻ്റെ ക്ലാസ്സിലിരുന്ന മക്കളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഒരു ഏരിയ ആണ് ഇത്തവണത്തെ MTP. അപ്പോൾ വളരെ കാര്യമായിട്ട് നമുക്ക് MTP ഫുള്ള് ഡിസ്കസ് ചെയ്യണം. അപ്പോൾ ഞാനിന്ന് ചെയ്യാൻ പോകുന്നത് MTPയുടെ ലാസ്റ്റ് 100 ക്വസ്റ്റ്യൻസിൽ നിന്ന് ആദ്യം പിക്ക് ചെയ്യുന്നത് ലാസ്റ്റ് ക്വസ്റ്റ്യൻ തന്നെയായിരിക്കും. ഓക്കെ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ ബാക്കിലേക്ക് നമുക്ക് മൂവ് ചെയ്യാം. അപ്പോൾ ആ രീതിയിലേക്കായിരിക്കും MTPയുടെ ഡിസ്കഷൻ ഉണ്ടാവുക. കാരണം ബാക്കിൽ നിന്ന് നിങ്ങൾക്ക് തുടങ്ങുമ്പോൾ വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് തോന്നും. കാരണം ഫസ്റ്റ് ക്വസ്റ്റ്യൻ വളരെ ഫസ്റ്റ് ഒരു 10 ക്വസ്റ്റ്യൻസ് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ അതിൽ കുറച്ച് ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ അത് കാണുമ്പോൾ അത് അവരുടെ സ്ട്രാറ്റജി ആയിരിക്കാം. നിങ്ങളെ ഒന്ന് ഭയങ്കര പാടാണ്, നിങ്ങളെ ഒന്ന് ഡൗൺ ആക്കണം, മെൻ്റലി ഡൗൺ ആക്കിയാൽ മതിയല്ലോ മക്കളെ, നമ്മുടെ മാർക്ക് മൊത്തം അവരവിടെ എടുക്കും. അപ്പോൾ നമുക്ക് 100ാമത്തെ ക്വസ്റ്റ്യനിൽ നിന്ന് നമുക്ക് മൂവ് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ ഇവിടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് ദ മോണിറ്ററി പോളിസി കമ്മിറ്റി സെറ്റ്. ഓക്കെ, ഇതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് മോണിറ്ററി പോളിസി കമ്മിറ്റി. അപ്പോൾ മോണിറ്ററി പോളിസി കമ്മിറ്റിനെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് കുറച്ച് കാര്യങ്ങൾ അവിടെ പറഞ്ഞു വയ്ക്കാതെ പറ്റത്തില്ല അല്ലേ. മോണിറ്ററി പോളിസി കമ്മിറ്റി എന്ന് പറയുന്നത് ഒരു 6 മെമ്പേഴ്സ് അടങ്ങുന്ന ഒരു പാനലാണ്. ഇത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഒരു 6 മെമ്പേഴ്സ് അടങ്ങുന്ന ഒരു പാനലിനെയാണ് നമ്മൾ മോണിറ്ററി പോളിസി കമ്മിറ്റി എന്ന് പറയുന്നത്. അതിൽ ഫസ്റ്റ് വൺ ആരായിരിക്കണം? ഏറ്റവും ടോപ്പിൽ ആരാണ്? ചെയർപേഴ്സൺ ആണല്ലേ. ഏറ്റവും ടോപ്പിൽ ഇതിൻ്റെ ചെയർപേഴ്സൺ ആയിരിക്കും. അടുത്തത് 3 മെമ്പേഴ്സ്, അതായത് ഡെപ്യൂട്ടി. ഫസ്റ്റ് ചെയർപേഴ്സൺ ഗവർണറാണ്, ഏറ്റവും ടോപ്പിൽ ഗവർണറാണ്. ദെൻ ഡെപ്യൂട്ടി ഗവർണർ വരും, തൊട്ട് താഴെ ഡെപ്യൂട്ടി ഗവർണർ ഉണ്ടാവും. ദെൻ അതിൻ്റെ താഴെ 1 ഒഫീഷ്യൽ ഫ്രം RBIയിൽ നിന്നുള്ള ഒരു ഒഫീഷ്യൽ ഉണ്ടാവും, ഒരു മെമ്പർ ഉണ്ടാവും. ദെൻ 3 ഫ്രം സെൻട്രൽ ഗവൺമെൻറ്. ഇങ്ങനെയാണ് നമ്മൾ ആ ഒരു ഹൈറാർക്കിക്കൽ ഓർഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഏറ്റവും ടോപ്പിൽ ഗവർണറാണ്, തൊട്ട് താഴെ ഡെപ്യൂട്ടി ഗവർണറാണ്, ദെൻ 1 ഒഫീഷ്യൽ ഫ്രം RBI. അങ്ങനെ 3 പേര്, 3 ഫ്രം RBI, 3 പേരടങ്ങുന്ന പാനൽ എവിടെ നിന്നുണ്ട്? 3 പേര് RBIയിൽ നിന്നുണ്ടെന്ന് ഓർത്ത് വയ്ക്കുക. ദെൻ ബാലൻസ് 3 പേര് എവിടെ നിന്നാണ്? സെൻട്രൽ ഗവൺമെൻറ്റിൽ നിന്നാണ്. അങ്ങനെ 6 പേരടങ്ങുന്ന ഒരു പാനലാണ് മോണിറ്ററി പോളിസി കമ്മിറ്റിക്കുള്ളത്. ദെൻ ഇതിൽ ഏറ്റവും ഇപ്പോൾ ഒരു തീരുമാനം ഇവിടെ എടുക്കുന്നത് മക്കളെ മെജോറിറ്റി വോട്ടിംഗ് ഉണ്ടല്ലോ ഇവിടെ. അപ്പോൾ മെജോറിറ്റിയുടെ തീരുമാനമായിരിക്കും കമ്മിറ്റിയുടെ തീരുമാനം. ആ രീതിയിലേക്ക് ആയിരിക്കും ഇവിടെ തീരുമാനങ്ങൾ എടുക്കുക. പിന്നെ നിങ്ങളിവിടെ മനസ്സിലാക്കി വെക്കേണ്ട മറ്റൊരു കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ മോണിറ്ററി പോളിസി കമ്മിറ്റിയാണ് എന്ത് തീരുമാനിക്കുന്നത്? ഇൻഫ്ലേഷൻ ടാർഗറ്റിംഗ് എന്ന് പറഞ്ഞൊരു പരിപാടി ഉണ്ടെന്ന് നിങ്ങൾക്കറിയാം. അതായത് ഒഫീഷ്യൽ ടാർഗറ്റ് റേഞ്ച് ഫോർ ഇൻഫ്ലേഷനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഇൻഫ്ലേഷൻ ടാർഗറ്റിംഗ് എന്ന് വിളിക്കുന്നത്. അത് തീരുമാനിക്കുന്നത് ഈ കമ്മിറ്റിയാണ്. ഇതിനൊരു ഇൻഫ്ലേഷൻ ടാർഗറ്റിംഗ് എപ്പോഴും കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് വെച്ചുകൊണ്ടാണ് നമ്മൾ മെഷർ ചെയ്യുന്നത്. അത് രാജ്യത്ത് 4% ആണല്ലേ. കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് വെച്ചുകൊണ്ടാണ് നമ്മൾ മെഷർ ചെയ്യുന്നത്. അത് 4% ആണ്. ദെൻ അതിനൊരു അപ്പർ ടോളറൻസ് ലെവൽ ഉണ്ട്. അപ്പർ ടോളറൻസ് ലെവൽ 6% ആണ്, ലോവർ ടോളറൻസ് ലെവൽ 2% ആണ്. ഇത് ഓർത്ത് വയ്ക്കുക. ഇതിനെ അപ്പോൾ ഈ ഒരു കലാപരിപാടി എന്തെന്ന് വിളിക്കാം? മോണിറ്ററി പോളിസി ട്രാൻസ്മിഷൻ മെക്കാനിസം എന്നുകൂടി മോണിറ്ററി പോളിസി ഫ്രെയിംവർക്ക് എഗ്രിമെൻറ്റ് എന്നുകൂടി നമുക്കിതിനെ പറയാം. നമ്മൾ ഈ ഒരു കലാപരിപാടി നമ്മൾ പറയാറുണ്ട്. ദെൻ നമ്മുടെ ക്വസ്റ്റ്യൻ അതൊന്നുമല്ല. നമ്മുടെ ക്വസ്റ്റ്യൻ ഈ മോണിറ്ററി പോളിസി കമ്മിറ്റി സെറ്റ് ചെയ്യുന്നത് ഏത് റേറ്റ് ആണ്? മെയിനായിട്ട് ഏത് റേറ്റ് ആണ് അവർ സെറ്റ് ചെയ്യുന്നത്? അപ്പോൾ നമുക്കറിയാം SLRൻ്റെ ഇൻട്രൊഡക്ഷന് ശേഷം
SLR LAFിൻ്റെ ഇൻട്രൊഡക്ഷന് ശേഷം നമ്മുടെ മോണിറ്ററി പോളിസി കമ്മിറ്റി ബാങ്ക് റേറ്റ്, അതായത് MSF ഉണ്ട് ഇവിടെ, MSF, റിപ്പോ റേറ്റ്, ദെൻ റിവേഴ്സ് റിപ്പോ റേറ്റ്, ഈ 3 റേറ്റുകളിൽ ആർക്ക് ഇൻഡിപെൻഡൻറ്റ് സ്റ്റാറ്റസ് കൊടുക്കുന്നു? റിപ്പോ റേറ്റിന് ഇൻഡിപെൻഡൻറ്റ് സ്റ്റാറ്റസ് കൊടുക്കുന്നു. സോ RBI തീരുമാനിക്കുന്ന റേറ്റ് റിപ്പോ റേറ്റ് ആയിരിക്കും. റിപ്പോ റേറ്റ് മാത്രമാണ് RBI തീരുമാനിക്കുക. അതിനുശേഷം നമ്മളത് ഇൻട്രൊഡക്ഷൻ നടത്തിയ സമയത്ത് വെച്ച് നമ്മളൊരു കാര്യം പറഞ്ഞിരുന്നു, 6% റിപ്പോ റേറ്റ് ആണെങ്കിൽ അതിലും 1% എബവ് ആയിരിക്കും ബാങ്ക് റേറ്റ്, അല്ലെങ്കിൽ MSF 1% ബിലോ ആയിരിക്കും റിവേഴ്സ് റിപ്പോ റേറ്റ്. ആ കണക്കുകൾക്ക് ഇപ്പോൾ കുറച്ച് മാറ്റം വരും. കാരണം നമ്മുടെ രാജ്യത്തെ രാജ്യത്തിൻ്റെ എക്കണോമിയിൽ നടക്കുന്ന നേച്ചർ അല്ലെങ്കിൽ ആ എക്കണോമിയുടെ ഒരു സിസ്റ്റം മീൻസ് നമുക്കറിയാം എപ്പോഴും എക്കണോമി ഒരേ ഒരു രീതിയിലല്ല മൂവ് ചെയ്യുന്ന, ഫ്ലക്ച്വേഷൻസ് വരാം. അപ്പോൾ അതിനനുസരിച്ച് നമ്മുടെ ബാങ്കിൻ്റെ സൈഡിൽ നിന്ന് റേറ്റിൽ വ്യത്യാസം വരാനുള്ള ചാൻസ് ഉണ്ട്. സോ അത് ഇൻട്രൊഡക്ഷൻ നടത്തിയ സമയത്ത് അവർ ഉദ്ദേശിച്ചത് റിപ്പോ റേറ്റിനേക്കാളും 1% എബോവ് ആയിരിക്കണം ബാങ്ക് റേറ്റ്, റിപ്പോ റേറ്റിനേക്കാളും 1% ബിലോ ആയിരിക്കണം റിവേഴ്സ് റിപ്പോ റേറ്റ്. അങ്ങനെയാണെങ്കിൽ RBI തീരുമാനിക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് എപ്പോഴും ഒരു റിപ്പോ റേറ്റ് ആയിരിക്കും. ഓക്കെ, റിപ്പോ റേറ്റ് തീരുമാനിച്ചാൽ ഓട്ടോമാറ്റിക്കലി ബാക്കിയുള്ളതൊക്കെ തീരുമാനിക്കപ്പെടും. RBI അതാണ് അവരുടെ പോളിസി റേറ്റ് എന്നറിയപ്പെടുന്നത്. ഓക്കെ, യെസ്, അതാണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. നമ്മൾ പഠിച്ചതാണ്, നമ്മുടെ നോട്ടിൽ നമ്മൾ അങ്ങനെ തന്നെ എഴുതിയൊരു ക്വസ്റ്റ്യൻ ആണ്. ദെൻ രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകുമ്പോൾ സെയിം ക്വസ്റ്റ്യൻ വരുവാണ്. LAFിൽ ഇൻക്ലൂഡ് ചെയ്ത ആൾക്കാർ ആരൊക്കെയാണെന്നാണ് ക്വസ്റ്റ്യൻ. നമ്മൾ പറഞ്ഞിട്ടുണ്ട് LAFിൽ ആരൊക്കെയാണ് ഉള്ളത് മക്കളെ? MSF അല്ലേ, MSF, പിന്നെ റിപ്പോ റേറ്റ്, ദെൻ റിവേഴ്സ് റിപ്പോ റേറ്റ്. അതിൽ റിപ്പോയ്ക്ക് മാത്രം ആദ്യം റിപ്പോയ്ക്കും റിവേഴ്സ് റിപ്പോയ്ക്കും ആയിരുന്നു ഇൻഡിപെൻഡൻറ്റ് സ്റ്റാറ്റസ് അവർ കൊടുത്തത്, പിന്നീട് റിപ്പോയിലേക്ക് മാത്രം ചുരുങ്ങി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ലിക്വിഡിറ്റി അഡ്ജസ്റ്റ്മെൻറ്റ് ഫെസിലിറ്റി എന്ന് പറയുന്നത് അതിലാരൊക്കെയാണ് ഇൻക്ലൂഡ് ചെയ്യുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻ ആരൊക്കെയാണ്? ഇതാ കിടക്കണു, റിപ്പോ ആൻഡ് റിവേഴ്സ് റിപ്പോയും റിവേഴ്സ് റിപ്പോയും അടങ്ങുന്നതാണ് LAF എന്ന് പറയുന്നത്. പ്ലസ് MSF കൂടി അതിലുണ്ട് ഓട്ടോമാറ്റിക്കലി. അപ്പോൾ ബാങ്ക് റേറ്റും അതിൽ ആഡഡ് ആവും. ഓക്കെ, ദെൻ അടുത്ത ക്വസ്റ്റ്യൻ നിങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ പഠിക്കേണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇവർക്ക് 2021 to 26 എന്ന് പറയുന്നത് എന്ന് പറഞ്ഞാൽ മതി? 15th ഫിനാൻസ് കമ്മീഷൻ എന്ന് പറഞ്ഞാൽ മതി. ഇവരങ്ങനെ പറഞ്ഞില്ല. 15th ഫിനാൻസ് കമ്മീഷൻ എന്ന് പറഞ്ഞില്ല. ICI അത് വിഴുങ്ങിയതിന് ശേഷം ICI അവിടെ 15th ഫിനാൻസ് കമ്മീഷൻ്റെ ഇയറിൻ്റെ റേഞ്ച് ഇട്ടു. 2021 തൊട്ട് 26 വരെ ഉള്ള കാലഘട്ടത്തിലെ എത്ര പെർസെൻറ്റേജ് ഷെയർ സെൻട്രൽ ടാക്സിൻ്റെ എത്ര പെർസെൻറ്റേജ് ഷെയറാണ് സ്റ്റേറ്റിന് കൊടുക്കേണ്ടതെന്ന് പറഞ്ഞു. അത് നിങ്ങൾക്കുള്ളൊരു നമ്മുടെ ഭാഷയിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കുള്ളൊരു പണിയാണ് മക്കളെ, ഒരു കെണിയാണ്. അതായത് 15th ഫിനാൻസ് കമ്മീഷൻ പ്രകാരം സെൻട്രൽ ടാക്സിൻ്റെ എത്ര ഷെയറാണ് നമുക്ക് കൊടുക്കേണ്ടത്? ദ പെർസെൻറ്റേജ് ഓഫ് സെൻട്രൽ ഷെയർ ഫോർ 2021-26 41% ആയിരുന്നു. 41%. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അത് 15th ഫിനാൻസ് കമ്മീഷൻ 41% ആണെങ്കിൽ നിങ്ങൾ പഠിച്ചു വെക്കണം. ഇതാണ് MTP ചോദിച്ചതെങ്കിൽ നമുക്ക് മെയിൻ എക്സാമിന് വരുന്നത് 14th ഫിനാൻസ് കമ്മീഷൻ്റെ ഷെയർ ആയിരിക്കും. കാരണം അത് നമ്മുടെ മെറ്റീരിയലിലുണ്ട്, അത് നമുക്ക് പഠിക്കാനുമുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ 14th ഫിനാൻസ് കമ്മീഷൻ്റെ ഇയർ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചു വയ്ക്കുക മക്കളെ. 2050 to 2020 2050 to 2020 വരെയുള്ള കാലഘട്ടത്തിൽ എത്രയായിരുന്നു ദ സെൻട്രൽ ടാക്സ് ഷെയർ എന്ന് ചോദിച്ചാൽ ആൻസർ 42%. അപ്പോൾ ഈ ഇയർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. കാരണം ഇവർ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു 15th ഫിനാൻസ് കമ്മീഷൻ എന്ന് ചോദിച്ചാൽ മതി, അവരങ്ങനെ ചോദിച്ചില്ല. അപ്പോൾ അവരെങ്ങനെ ചിന്തിക്കുന്നോ അതിന് മുന്നേ കയറി നമ്മളങ്ങ് ചിന്തിക്കാനുള്ളൊരു അവസരം അവർ MTPയിൽ നമുക്ക് തന്നില്ലേ. അപ്പോൾ നമ്മളത് ചിന്തിക്കാതെ പോകരുത്, നമ്മൾ അതിൻ്റെ മണ്ടയിൽ കയറി ചിന്തിക്കണം. ഓക്കെ, വേറെ ഒന്നും അതിൽ പറയാനില്ലല്ലോ മക്കളെ. പിന്നെ ഇവിടെ മക്കൾ പഠിച്ചു വെക്കേണ്ടത് ഫിനാൻസ് കമ്മീഷനെ കുറിച്ച് ഒന്ന് നോക്കിയിട്ട് പോവാ കേട്ടോ. ഫിനാൻസ് കമ്മീഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മെയിനായിട്ട് കുറച്ച് ക്രൈറ്റീരിയ ഞാൻ നിങ്ങളെ പഠിപ്പിച്ചിട്ടില്ലേ, ഒരു 6 ക്രൈറ്റീരിയ നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട് മക്കളെ. ഈ 6 ക്രൈറ്റീരിയ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നിങ്ങൾ പഠിച്ചിട്ട് പോകണം. പറയേണ്ടതുണ്ടോ ക്രൈറ്റീരിയാസ്? ഇനി എനിക്കെങ്ങാനും കിട്ടാതെ വന്നാലോ നിങ്ങൾ അതിൻ്റെ കമൻറ്റിൽ വന്ന് മാലപ്പടക്കം പൊട്ടിക്കും, അതല്ലേ. ഒന്നേതൊക്കെയാ? പോപ്പുലേഷൻ അല്ലേ, 2011 പോപ്പുലേഷൻ, പിന്നെ ഏരിയ, ഇൻകം ഡിസ്റ്റൻസ്, ഇക്കോളജി, പിന്നെ ഡെമോഗ്രാഫിക് പെർഫോമൻസ്, ദെൻ ലാസ്റ്റ് വൺ
നമ്മുടെ ടാക്സ് എഫേർട്ട് അല്ലേ, SER ആണ് ക്രൈറ്റീരിയാസ്. അപ്പോൾ അത് നന്നായിട്ട് പഠിച്ചിട്ട് പോവാ കേട്ടോ. ദെൻ ഫിസ്ക്കൽ ഫെഡറലിസം ഇപ്പോഴും നമ്മൾ പഠിക്കുന്നത് എവിടെ നിന്നാ ക്വസ്റ്റ്യൻ വന്നേക്കണേ, നമ്മുടെ 7th ചാപ്റ്ററിൽ നിന്നാ. 7th ചാപ്റ്ററിൽ യൂണിറ്റ് 1 അങ്ങ് എടുത്ത് നോക്കിയാൽ മതി. യൂണിറ്റ് 1 ഇപ്പോൾ പറഞ്ഞ ടാക്സിന്റെ ക്വസ്റ്റ്യനും സെയിം ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് തന്നെയാണ് വന്നത്. ശരി, ഇവരെന്നെ ഉദ്ദേശിക്കണം ഈ ഫിസ്ക്കൽ ഫെഡറലിസം എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഷെയറിംഗ് ഓഫ് പൊളിറ്റിക്കൽ പവർ അല്ല, ഫിസ്ക്കൽ ഫംഗ്ഷൻ ആണ് അല്ലേ. ഫിസ്ക്കൽ ഫംഗ്ഷൻ ആ ചാപ്റ്ററിന്റെ പേര് തന്നെ അങ്ങനെയല്ലേ മക്കളെ, ഫിസ്ക്കൽ ഫംഗ്ഷൻസ് ആൻഡ് ഓവർവ്യൂ. ഏതൊക്കെയാ? അലോക്കേഷൻ ഫംഗ്ഷൻ, റീഡിസ്ട്രിബ്യൂഷൻ, ദെൻ സ്റ്റെബിലൈസേഷൻ. ഈ 3 ഫംഗ്ഷന്റെ ഷെയറിംഗ് ആണ് അവിടെ നടക്കുന്നത്. അതായത് നാഷണൽ ലെവല് നിന്ന് അധികാരം, അതായത് ഈ ഫങ്ഷൻസിന്റെ ഷെയറിംഗ് ആർക്കൊക്കെ വിട്ടുകൊടുക്കുവാണ്? സ്റ്റേറ്റ് ഗവൺമെന്റുകൾ, റീജിയണൽ. ഓക്കെ, മെയിനായിട്ട് നമ്മൾ നാഷണൽ ലെവൽ ആൻഡ് റീജിയണൽ ലെവലിൽ നിന്നാണ് നമ്മൾ സംസാരിക്കാറ്. അപ്പോൾ അവർക്ക് കൂടി അതിൻ്റെ അധികാരം വിട്ടുകൊടുത്തുകൊണ്ടുള്ള ഒരു ടേമാണ് ഫിസ്ക്കൽ ഫെഡറലിസം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ അതിൽ പഠിക്കേണ്ടത് മക്കളെ 246 പറയുന്ന ആക്റ്റിൽ പറയുന്ന 3 ലിസ്റ്റുകളുണ്ട്. യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ്. ഓക്കെ, ഈ ലിസ്റ്റുകൾ നന്നായിട്ട് പഠിച്ചിട്ട് പോവാ, അതിൻ്റെ ആർട്ടിക്കിൾ പഠിച്ചിട്ട് പോവാ. യൂണിയൻ ലിസ്റ്റ് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവില്ലടാ, യൂണിയൻ ഗവൺമെൻറ്റിന് മാത്രം നിയമനിർവഹണം നടത്താൻ പറ്റിയ ഒരു ലിസ്റ്റാണത്. സ്റ്റേറ്റ് അങ്ങനെ തന്നെ, സ്റ്റേറ്റിന് മാത്രം. പക്ഷെ കൺകറൻറ്റ് ബോത്താണ്. പിന്നെ ഇവിടെ നിങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചു വയ്ക്കേണ്ടേ, അഗ്രികൾച്ചർ ഇൻകത്തിൽ നിന്ന് ആർക്ക് ടാക്സ് കളക്ട് ചെയ്യാം? സ്റ്റേറ്റിന് ടാക്സ് കളക്ട് ചെയ്യാനുള്ള അധികാരമുണ്ട്, പക്ഷേ സെൻട്രൽ ഗവൺമെൻറ്റിന് ടാക്സ് കളക്ട് ചെയ്യാനുള്ള അധികാരം ഇല്ല. ഓർത്ത് വയ്ക്കുക. പിന്നെ മെയ് 26 മെയ് 2020 അല്ലേ, മെയ് 2020 2020 ആണോ 2022 ആണോ സുപ്രീം കോർട്ട് വെർഡിക്റ്റ്, അതൊന്ന് ചെക്ക് ചെയ്തേക്കുക. നോട്ടിലുണ്ട് മെയ് 2020 മെയ് 2022, ഈ 2 ഏതെങ്കിലും വരാനായിരിക്കും ചാൻസ്. അപ്പോൾ അതിനാ സുപ്രീം കോർട്ട് വെർഡിക്റ്റിലെ GST ആയിട്ട് ബന്ധപ്പെട്ട് അതൊന്നുകൂടി ഒന്ന് പഠിച്ചിട്ട് പോവുക. ദെൻ 268 മുതൽ 281 വരെയുള്ള ആർട്ടിക്കിള് ആക്റ്റിൽ എന്താണ് പറയണതെന്ന് ഓർക്കുക. അതന്നെ അതിൽ 280 ഫിനാൻസ് കമ്മീഷനെ കുറിച്ച് പറയുന്നതെന്ന് ഓർക്കുക. ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ് ഈ ക്വസ്റ്റ്യൻസുമായിട്ട്, ഈ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ പഠിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ അവിടെ നിന്ന് എവിടെ നിന്ന് വേണമെങ്കിലും ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് ഉണ്ട്. ദെൻ LAC കർവ് ഈസ് ഓൾസോ നോൺ ആസ് പ്ലാനിംഗ് കർവ്. ഇത് നമ്മുടെ ഏരിയയാണ്, നമ്മൾ എല്ലാ കൊല്ലവും പ്രെഡിക്റ്റ് ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ അല്ലേ അത്. എല്ലാ കൊല്ലവും പ്രെഡിക്റ്റ് ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് LAC കർവിൻ്റെ ഷേപ്പ് എന്താണ്? LAC കർവിൻ്റെ ഷേപ്പ് നമുക്കറിയാം, പ്ലാനിംഗ് കർവാണ്, എൻവലപ്പ് കർവാണ്, ഫ്ലാറ്റനഡ് യു ഷേപ്പ്ഡ് കർവാണ്. ഇത്രയും പേരുകൾ പുള്ളിക്കാരനുണ്ട് അല്ലേ. എൻവലപ്പ് കർവാണ്, ഫ്ലാറ്റനഡ് യു ഷേപ്പ്ഡ് കർവാണ്, ദെൻ പ്ലാനിംഗ് കർവാണ്. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്, പിന്നെ അതിലധികം ഒന്നും പറയാനില്ല. ദെൻ മിക്സഡ് ഇൻകം ഓഫ് സെൽഫ് എംപ്ലോയ്ഡ് ഇൻക്ലൂഡ്. ഈ മിക്സഡ് ഇൻകം ഓഫ് സെൽഫ് എംപ്ലോയ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? മിക്സഡ് ഇൻകം, റെന്റ് ആൻഡ് ഇൻട്രസ്റ്റ് അല്ല, റെന്റ് ആൻഡ് ഇൻട്രസ്റ്റ് അതിൽ വരത്തില്ല. വേജസ് ഒള്ളി, അങ്ങനെയാ അതും വരിക. ഒള്ളി പ്രോഫിറ്റ് ഇല്ല, കാരണം ഇതൊക്കെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. എത്രയാണ് പ്രോഫിറ്റ് എന്ന്, എത്രയാണ് വേജ് എന്ന്, എത്രയാണ് റെന്റ് എന്ന് നമുക്ക് സെപ്പറേറ്റ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റാത്ത ഇൻകം ഇല്ലേ, അതായത് ക്യാപിറ്റൽ ആൻഡ് ലേബർ ഇൻകം ദാറ്റ് കനോട്ട് ബി സെപ്പറേറ്റഡ്. നമ്മളെപ്പോഴും പറയാറില്ലേ സോൾ പ്രൊപ്പറേറ്റർഷിപ്പ് ആണ് അതിന് എക്സാമ്പിൾ. അതായത് ഒരു ബാർബർ ഷോപ്പ് എടുത്തു കഴിഞ്ഞാൽ നമ്മളെപ്പോഴും ക്ലാസ്സിൽ പറയാറുള്ള അല്ലേ, ബാർബർ ഷോപ്പ് എടുത്തു കഴിഞ്ഞാൽ ഈ ബാർബർ അവിടെ മുതലാളിയാണ്, പ്ലസ് അദ്ദേഹം തന്നെയായിരിക്കും അവിടുത്തെ തൊഴിലാളി. അപ്പോൾ അദ്ദേഹത്തിന് കിട്ടുന്ന ഇൻകം അദ്ദേഹം പ്രൊഡ്യൂസറായി മീൻസ് അതിൻ്റെ ഓണറായി നിന്നുകൊണ്ടുണ്ടാക്കിയ പ്രോഫിറ്റ്, അല്ലെങ്കിൽ അദ്ദേഹം അവിടെ ജോലി ചെയ്തുണ്ടാക്കിയ ലേബറായിട്ട് നിന്നുണ്ടാക്കിയ വേജ് എന്ന് തരംതിരിച്ച് പറയാൻ നമുക്ക് സാധിക്കില്ല. അപ്പോൾ ആ ടൈപ്പ് ഓഫ് ഇൻകത്തിനെയാണ് നമ്മൾ മിക്സഡ് ഇൻകം എന്ന് പറയുന്നത്. അപ്പോൾ മിക്സഡ് ഇൻകം എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, സെപ്പറേറ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു ടൈപ്പ് ഓഫ് ഇൻകത്തിനെയാണ് നമ്മൾ മിക്സഡ് ഇൻകം എന്ന് പറയുന്നത്. ദെൻ വെൻ ഡിമാൻഡ് ഇൻക്രീസ് സപ്ലൈ റിമൈൻസ് കോൺസ്റ്റന്റ്. നമുക്കറിയാം ഡിമാൻഡ് കൂടിയാൽ എന്ത് പറ്റും? വാട്ട് ഹാപ്പൻ ടു ഇക്വിലിബ്രിയം പ്രൈസ് കൂടും. ഒറ്റയടിക്ക് ഒരു സെക്കൻഡിൽ നമുക്ക് ആൻസർ കിട്ടി അല്ലേ. നമുക്ക് ഡയഗ്രാം വരയ്ക്കേണ്ട, ഒന്നും വരയ്ക്കേണ്ട, നമുക്കവിടെ ആൻസർ കിട്ടിയിരിക്കുന്നു. യെസ്, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ. അപ്പോൾ പിന്നെ ആ ചാപ്റ്ററെ നിങ്ങൾ നന്നായിട്ട് പഠിച്ചിട്ട് പോവാം കേട്ടോ. ഞാനിവിടെ ഒന്നും പറയുന്നില്ല, വേറെ എന്തൊക്കെ പഠിക്കണം എന്നൊന്നും പറയുന്നില്ല. ജസ്റ്റ് MTPയുടെ ഡിസ്കഷനാണ് ഉദ്ദേശിച്ചേക്കണേ. ദെൻ നമ്മൾക്ക് നമ്മുടേതായ ഒരു MTP, നമ്മുടെ AAAയുടെ തന്നെ MTP ഇറങ്ങും. അതിൽ ഞാൻ എന്ത് ചെയ്തോളാം, നിങ്ങൾക്ക്
നമുക്ക് ക്വസ്റ്റ്യൻസ് പ്രിഡിക്റ്റ് ചെയ്യാം. വരാനിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ഏതൊക്കെ ഏരിയാസ് നിങ്ങൾ കവർ ചെയ്യണമെന്ന് ഞാൻ അവിടെ പറയാം. ഇവിടെ ഞാൻ ഉദ്ദേശിച്ചാണ് ജസ്റ്റ് MTP ഡിസ്കഷൻ മാത്രമാണ് ഇവിടെ ഉദ്ദേശിച്ചത് കേട്ടോ. അപ്പോൾ നമുക്ക് കാര്യങ്ങൾ അവിടെ കൂടുതൽ ഡിസ്കസ് ചെയ്യാം. ദെൻ ബോമോളിൻ്റെ ക്യാഷ് ബാലൻസ് ആർ കെപ്റ്റ്. നമുക്കറിയാം ബോമോള് ഇൻവെൻട്രി അപ്രോച്ച് കൊണ്ടുവന്ന ആളാണല്ലേ. ബോമോളിൻ്റെ അപ്രോച്ചാണ് ഇൻവെൻട്രി അപ്രോച്ച്. അപ്പോൾ അവിടെ പുള്ളി പറഞ്ഞത് ഒപ്റ്റിമം കോമ്പിനേഷൻ ഓഫ് ക്യാഷ് ആൻഡ് ബോണ്ട് അല്ലേ. യെസ്. അപ്പോൾ ഇവിടെ അദ്ദേഹം എന്താ ചെയ്യുക, കുറേ പൈസ കയ്യിൽ സൂക്ഷിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിനൊരു കോസ്റ്റ് വരും. ദേ കിടക്കണു, ഡയറക്റ്റ് ആയിട്ട് ആൻസർ അവിടെ കിടക്കണു. എന്നാ കോസ്റ്റ് അവന്നെ? ഒന്ന് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്, ടോട്ടൽ ട്രാൻസാക്ഷൻ കോസ്റ്റ് എന്നവിടെ പറയുന്നുണ്ട്. അതെന്തൊക്കെയാ? ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ഉണ്ട്, പ്ലസ് ബ്രോക്കറേജ് ഫീ പറഞ്ഞ് ഓർക്കണ്ടോ? ബ്രോക്കറേജ് ഫീ അവിടെ ഒരു കോസ്റ്റ് കൊടുക്കണ്ടേ ആ ട്രാൻസാക്ഷന് വേണ്ടി. അവിടെ പോയി പൈസ ഇടുമ്പോൾ ആ ബ്രോക്കറിനൊരു പൈസ കൊടുക്കണ്ടേ, ട്രാൻസാക്ഷൻ ഫീസ്, ബ്രോക്കറേജ് ഫീ. ഇത് രണ്ടും കൂടി ചേരുന്നതല്ലേ മക്കളെ അദ്ദേഹത്തിൻ്റെ മൊത്തം കോസ്റ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ ബോമോളിൻ്റെ നമ്മൾ പഠിച്ച സെയിം സാധനം അവിടെ കിടക്കണം. മിനിമൈസ് ടോട്ടൽ ട്രാൻസാക്ഷൻ കോസ്റ്റ്. സെറ്റ്. പഠിച്ചിട്ട് പൊക്കോളൂ ആ ചാപ്റ്റർ, നന്നായിട്ട് പഠിച്ചിട്ട് പൊക്കോളൂ. ഇയർ പഠിച്ചിട്ട് പൊക്കോളൂ. 1952 1956 ഫ്രീഡ്മാൻ ആണ് വന്നത്. ഫ്രീഡ്മാൻ ആണ് 1956 വന്നത്. ദെൻ 1958 ആര് വരുന്നത്? ടോബിൻ ഒറ്റയ്ക്ക് വരുന്നത്. ബോമോള് 1952. അന്ന് കൂടെ ആരും ഉണ്ടായിരുന്നു? 1956 ടോബിനും കൂടെ ആ തിയറിയിൽ ഒന്നിച്ച് ചേർന്നിട്ടുണ്ടെന്നും കൂടെ ഓർത്ത് വെക്കുക. ദെൻ 1956 വേറൊരാൾ മിൽട്ടൺ ഫ്രീഡ്മാൻ ഒറ്റയ്ക്ക് വേറൊരു തിയറി കൊണ്ടുവന്നു. ദെൻ ടോബിൻ ഒറ്റയ്ക്ക് വരുന്നതെന്നാണ് 1958. യെസ്. Then according to Friedman, yes, ദേ കിടക്കണം. ഈ ചാപ്റ്ററിൽ നിന്ന് റിപ്പീറ്റ് വീണ്ടും ക്വസ്റ്റ്യൻസ്. എത്ര ക്വസ്റ്റ്യൻസാണ് നിങ്ങൾ കാണുന്നത്? ബോമോളിനെ കണ്ടു, പിന്നെന്താ ഇപ്പം ഫ്രീഡ്മാനെ കാണുന്നു. ഞാൻ എപ്പോഴും ഡിറ്റർമിനൻസ് ഓഫ് മണി ഡിമാൻഡ് അക്കോർഡിംഗ് ടു ഫ്രീഡ്മാൻ്റെ കേസിൽ ഫ്രീഡ്മാൻ പറയുന്നത് എന്താണ്? ഡിമാൻഡ് ഫോർ മണി ഇസ് എ ഫംഗ്ഷൻ ഓഫ് വെൽത്ത്. 5 തരത്തിലുണ്ട്. മണി, ഫിസിക്കൽ അസറ്റ്, ഹ്യൂമൻ ക്യാപിറ്റൽ, ബോണ്ട്, ഇക്വിറ്റി. അതിൻ്റെ കൂടെ നിങ്ങളെ പഠിപ്പിച്ചൊരു സാധനം ഓർക്കുന്നുണ്ടോ മക്കള്? പെർമനൻ്റ് ഇൻകം. എല്ലാവരുടെയും നോട്ടിലുണ്ടാവും. നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട്, നമ്മളത് വിട്ടുകളഞ്ഞിട്ടില്ല, ഒരിക്കലും ഇല്ല. നമ്മൾ പെർമനൻ്റ് ഇൻകം നമ്മുടെ നോട്ടിലുണ്ട്. അത് ക്വസ്റ്റ്യൻ ചോദിച്ചു, ICI ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നു ഗൈസ്. പെർമനൻ്റ് ഇൻകം എന്താണ് പെർമനൻ്റ് ഇൻകം? പ്രസന്റ് എക്സ്പെക്റ്റഡ് വാല്യൂ ഓഫ് ഓൾ ഫ്യൂച്ചർ ഇൻകം. ഇതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? പെർമനന്റ് ഇൻകം. അപ്പോൾ ആ ഒരു ഭാഗം, ആ ഒരു ചാപ്റ്റർ തന്നെ എന്താണ് മക്കളെ? ഒട്ടുക്കത്ത ഇമ്പോർട്ടൻ്റ് ആണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്ത് ക്വസ്റ്റ്യൻസാണ് വന്നിരിക്കുന്നതെന്ന് നോക്കുക. ദെൻ വാട്ട് ഈസ് ലിക്വിഡിറ്റി ട്രാപ്പ്? ദേ കിടക്കണു. ആ ഒരു ചാപ്റ്റർ, യൂണിറ്റ് അല്ല, ഒരു ചാപ്റ്ററിൽ നിന്ന് എത്ര ക്വസ്റ്റ്യനാ? അപ്പോൾ നിങ്ങൾ നന്നായിട്ട് പഠിച്ചിട്ട് പൊക്കോട്ടോ. ഈ ഭാഗം നന്നായിട്ട് പഠിച്ചിട്ട് പൊക്കോ. കാരണം ഇവിടുന്ന് നല്ല ക്വസ്റ്റ്യൻസ് വരും, എന്തായാലും നല്ല ക്വസ്റ്റ്യൻസ് വരും. ദെൻ ലിക്വിഡിറ്റി ട്രാപ്പ്. എന്താ ലിക്വിഡിറ്റി ട്രാപ്പ് എന്ന് നിങ്ങൾക്ക് അറിയാലോ? അറിയാം. എന്താണ് ലിക്വിഡിറ്റി ട്രാപ്പ്? റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഏറ്റവും മോശമാവുന്ന ഒരു സമയമുണ്ട്. അത് ഏറ്റവും കുറഞ്ഞിരിക്കുന്ന സമയം, സീറോയുടെ അടുത്തേക്ക് എത്തുന്ന, അല്ലെങ്കിൽ സീറോ എത്തുന്ന സമയത്ത് മണി സപ്ലൈ ബിക്കം ഇൻഎഫക്റ്റീവ് ആണ് അല്ലേ. മണി സപ്ലൈ അവിടെ ഒരു വലിയ റോളൊന്നുമില്ല. കാരണം ആരും പൈസ കൊണ്ടുപോയിട്ട് അവരെന്ത് ചെയ്യും? കയ്യിൽ ഹോൾഡ് ചെയ്യുള്ളൂ. എന്തിനു വേണ്ടിയിട്ട്? സ്പെക്കുലേറ്റീവ് പർപ്പസിന് വേണ്ടിയിട്ട് പൈസ ഹോൾഡ് ചെയ്യും. ഓക്കെ. അല്ലാതെ ഇൻഫ്ലേഷൻ്റെ സമയത്തെ കുറിച്ചോ ഇൻട്രസ്റ്റ് റേറ്റ് ബിക്കം ഇൻഫിനിറ്റ് അല്ല, ഇൻട്രസ്റ്റ് റേറ്റ് ഇൻഫിനിറ്റ് ആവുമല്ല, ഇൻട്രസ്റ്റ് റേറ്റ് 0 ആവുകയാണ്. ഇതൊന്നും അല്ല അവിടെ സംസാരിക്കുന്നത്. നമ്മൾ ലിക്വിഡിറ്റി ട്രാപ്പിൽ നമ്മൾ സംസാരിച്ചത് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഏറ്റവും താഴെ എത്തുന്ന സമയത്ത്, സീറോയുടെ അടുത്ത് എത്തുന്ന സമയത്ത് ഇങ്ങനെ നടക്കും. അതായത് ഈ മണി സപ്ലൈ, ഇതാണ് ലിക്വിഡിറ്റി ട്രാപ്പ് അല്ലേ. അതായത് ആ സ്പെക്കുലേറ്റീവ് ഡിമാൻഡ് ഫോർ മണി എന്ന് പറയുന്നത് അത് പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ആവും. ഈ കർവ് പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ആവും. അതിൻ്റെ കാരണം മണി സപ്ലൈ ബിക്കം ഇൻഎഫക്റ്റീവ് ആണ്. എന്തുകൊണ്ട്? റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് 0 ആണ്, സീറോയുടെ അടുത്താണ്. അപ്പോൾ അതുകൊണ്ട് വലിയ ഇതൊന്നുമില്ല. കാരണം ആൾക്കാർ കയ്യിൽ കിട്ടുന്ന പൈസ മൊത്തം എന്ത് ചെയ്ത് വയ്ക്കും മക്കളെ? ഹോൾഡ് ചെയ്യും. എന്തിനു വേണ്ടി? സ്പെക്കുലേറ്റീവ് പർപ്പസിന് വേണ്ടി. ദെൻ അതാണ് ആൻസർ കേട്ടോ. ഡയറക്റ്റ് ആണ് ആൻസർ. നമ്മൾ പഠിച്ച പോയിന്റ് ആണ്.
ദെൻ നിങ്ങൾക്കറിയാം വിച്ച് എഗ്രിമെന്റ് റീപ്ലേസ് ഗാട്ട് ആൻഡ് റീപ്ലേസ് ക്രിയേറ്റഡ് WTOനെ ബർത്ത്, ഞാൻ ഇപ്പോഴും നമ്മുടെ ക്ലാസ്സിൽ പറയാറുള്ള WTOയുടെ ജനനം ഈ റൗണ്ടിലായിരുന്നു. ഏത് റൗണ്ടായിരുന്നു? ഉറുഗെ റൗണ്ട് അല്ലേ? ഉറുഗെ റൗണ്ടാണ് ആൻസർ. ഉറുഗെ റൗണ്ട് എത്രാമത്തെ റൗണ്ടായിരുന്നു? തേർഡ്, 8th റൗണ്ട്. 8th റൗണ്ടും തേർഡ് അല്ലേ മക്കളെ? തേർഡ് മിനിസ്ട്രിയൽ കോൺഫറൻസും ആയിരുന്നു. യെസ്, ഉറുഗെ റൗണ്ട്. ദെൻ ഉറുഗെ റൗണ്ടിൽ സംസാരിച്ച കാര്യങ്ങൾ നിങ്ങൾക്കറിയാം. നമ്മൾ ട്രേഡുമായി പഠിച്ച എല്ലാ കാര്യങ്ങളും ഉറുഗെ റൗണ്ടിൽ അവർ സംസാരിച്ചു എന്ന് ഓർത്തു വയ്ക്കുക. പിന്നെ ഗാട്ടിന്റെ റെലവൻസ് നഷ്ടപ്പെടാനുണ്ടായ കാര്യങ്ങൾ സംസാരിക്കുക. കാരണം ഇവിടെ റീപ്ലേസ് ചെയ്ത ഒരു കാര്യത്തിനെ കുറിച്ച് നമുക്ക് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ദെൻ ആ റീപ്ലേസ് എന്തുകൊണ്ട് സംഭവിച്ചു എന്നുള്ളതും കൂടി ഒന്ന് പഠിച്ചിട്ട് പോവാം കേട്ടോ. ഒന്ന് ഒബ്സലേറ്റ് ആയിരുന്നു, ആംബിഗ്യൂട്ടീസ് ഉണ്ടായിരുന്നു, അഗ്രികൾച്ചറൽ ട്രേഡ് അതിൽ കവർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല, പിന്നെ ലീപ്സ് ആൻഡ് ബൗണ്ട്സ് ഇൻവെസ്റ്റ്മെന്റ് വളരെ പെട്ടെന്ന് വളർന്നു, പിന്നെ ഡിസ്പ്യൂട്ട് സെറ്റിൽമെന്റ് ബോഡി അവിടെ ഉണ്ടായിരുന്നില്ല. ദെൻ ട്രിപ്സ്, ട്രേഡ് റിലേറ്റഡ് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ് ഒന്നും, ട്രേഡ് മാർക്ക്, പേറ്റന്റ്, കോപ്പിറൈറ്റ് പോലത്തെ കലാപരിപാടികളൊന്നും അവിടെ ഉണ്ടായിരുന്നില്ല. ടെക്സ്റ്റൈൽസിനെ അതിൻ്റെ അണ്ടറിൽ ഉണ്ടായിരുന്നില്ല. അപ്പം അങ്ങനത്തെ കുറേ കാര്യങ്ങൾ കാരണം ഗാട്ടിൻ്റെ റെലവൻസ് നഷ്ടപ്പെട്ടതെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അത് അത്യാവശ്യം നന്നായിട്ടൊന്ന് പഠിച്ചിട്ട് പോണേ. ദെൻ മോസ്റ്റ് ഫേവേർഡ് നേഷൻ പ്രിൻസിപ്പിൾ നമ്മൾ പഠിച്ചതാണ്. മോസ്റ്റ് ഫേവേർഡ് നേഷൻ പ്രിൻസിപ്പിൾ എന്താണ് എന്ന് നമ്മുടെ പിള്ളേർ പഠിച്ചു വെച്ചിട്ടുണ്ട്. മോസ്റ്റ് ഫേവേർഡ് നേഷൻ പ്രിൻസിപ്പിൾ എന്താണ്? ദെൻ പ്രിഫറൻഷ്യൽ താരിഫ് ഫോർ അലൈസ് അല്ല, എല്ലാവർക്കും ഒരു പ്രിഫറൻഷ്യൽ താരിഫ് കൊടുക്കുന്ന കലാപരിപാടി അല്ല നമ്മുടെ മോസ്റ്റ് ഫേവേർഡ് നേഷൻ. മോസ്റ്റ് ഫേവേർഡ് നേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, മെമ്പർ കൺട്രീസിനെ എന്താണ് കുറച്ചും കൂടെ ഫേവറബിൾ ആയിട്ടുള്ള രീതിയിൽ അവരെ ട്രീറ്റ് ചെയ്യണം എന്നേ പറയുന്നുള്ളൂ. ദെൻ പ്രൊട്ടക്ഷൻ ടു ഡൊമസ്റ്റിക് പ്രൊഡ്യൂസേഴ്സ് അല്ല, നമ്മുടെ ഡൊമസ്റ്റിക് പ്രൊഡ്യൂസേഴ്സിനെ പ്രൊട്ടക്ട് ചെയ്യാനുള്ള കാര്യമല്ലല്ലോ ഇന്റർനാഷണൽ ട്രേഡ് അഗ്രിമെന്റ്സിൽ പറയുന്നത്. ദെൻ ഓൾ ഓഫ് ദീസ് അപ്പം തന്നെ വരില്ല. പിന്നെ എന്നാ പറയുന്നത്? ഈക്വൽ ട്രീറ്റ്മെന്റ് ടു ഓൾ മെമ്പേഴ്സ്. ശരിയല്ലേ? അതായത് നിങ്ങളെല്ലാവരും മെമ്പർ കൺട്രീസ് ആണ്. നിങ്ങൾ മെമ്പർ കൺട്രീസ് ആണെങ്കിൽ നിങ്ങൾ ഒരാളെ ട്രീറ്റ് ചെയ്യുന്ന പോലെ തന്നെ മറ്റൊരാളെ ട്രീറ്റ് ചെയ്യണം. അതിൽ പിന്നെ എന്ത് വരാൻ പാടില്ല? ഒരു ഡിസ്ക്രിമിനേഷൻ വരാൻ പാടില്ല അല്ലേ? നോ ഡിസ്ക്രിമിനേഷൻ. അതാണല്ലോ മോസ്റ്റ് ഫേവേർഡ് നേഷന്റെ അജണ്ട. ഏറ്റവും വലിയ മുദ്രാവാക്യം എന്ന് പറയുന്നത് നോ ഡിസ്ക്രിമിനേഷൻ. ഓക്കെ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോൺ താരിഫ്? അഡ് വലോറം ഡ്യൂട്ടി താരിഫാണ് ഓൺ ദ ബേസിസ് ഓഫ് വാല്യൂ. കൗണ്ടർ വെയറിംഗ് ഡ്യൂട്ടി അതാണ് എന്തിൻ്റെ ബേസിൽ? സബ്സിഡി ബെനിഫിറ്റ് കിട്ടിയാൽ അതിൻ്റെ മണ്ടയിലിടുന്ന കൗണ്ടർ വെയറിംഗ് ഡ്യൂട്ടി. ദെൻ നൺ ഓഫ് ദി അബോവ് അല്ല എന്നപ്പോൾ തന്നെ മനസ്സിലായി. ദെൻ ക്വാട്ട എന്ന് പറഞ്ഞാൽ എന്താണ്? ക്വാണ്ടിറ്റി റെസ്ട്രിക്ഷൻ ആണ്. ക്വാണ്ടിറ്റിയിൽ വരുന്ന റെസ്ട്രിക്ഷൻ ആണ് ക്വാട്ട എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഏതാണ് മക്കളെ? ക്വാട്ടയാണ് കേട്ടോ. ക്വാട്ട. യെസ്. ദെൻ വിച്ച് പ്രോഗ്രാം വാസ് ലോഞ്ച്ഡ് ടു പ്രൊമോട്ട് ഓർഗാനിക് ഫാമിംഗ്? മക്കളെ പ്രത്യേകിച്ച് എൻ്റെ കാലിക്കട്ട് മക്കളെ ഫസ്റ്റ് ബാച്ച്, എനിക്ക് കുറച്ച് സമയം കിട്ടിയത് കാലിക്കട്ട് ബാച്ച് എടുത്തപ്പോഴാണ്. ആ ഒരു ബാച്ചിലാണ് നമ്മൾ കുറേ കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തത് അല്ലേ? MIDH എന്നാ മക്കളെ? മിഷൻ ഫോർ ഇൻ്റഗ്രേറ്റഡ് ഡെവലപ്മെൻറ്റ് ഫോർ ഹോർട്ടിക്കൾച്ചർ. ഓർക്കുന്നുണ്ടോ? മിഷൻ ഫോർ ഇൻ്റഗ്രേറ്റഡ് ഡെവലപ്മെൻറ്റ് ഓർ ഹോർട്ടിക്കൾച്ചർ നമ്മൾ പഠിച്ചു. ദെൻ ഇതെന്താ മക്കളെ? പ്രധാനമന്ത്രി ഫസൽ ബീമ യോജന. അതായത് ലോസ് വന്നാൽ, ക്രോപ്പിൻ്റെ ലോസ് വന്നാലുള്ള ഇൻഷുറൻസ്, അതല്ലേ അത് പറയുന്നേ? ദെൻ ഇതെന്നാ മക്കളെ? PKVY പ്രധാനമന്ത്രി അല്ല, പരമ്പരാഗത കൃഷി വികാസ് യോജന അല്ലേ? നമ്മൾ അങ്ങനെയാ പഠിച്ച എക്സാമ്പിളിട്ട്. പരമ്പരാഗതമായിട്ടുള്ള കൃഷിയിലേക്ക് തിരിച്ചു ഓർഗാനിക് ഫാമിങ്ങും. ഇപ്പോൾ ഓർഗാനിക് ഫാമിങ് അവർ തന്നെ. അപ്പോൾ ഓർത്തോളണം, സോയിൽ ഹെൽത്ത് അതും കൂടി ഇവരുടെ ലക്ഷ്യമായിരുന്നു എന്ന് ഓർത്ത് വെച്ചോളൂ. ചിലപ്പോൾ അതായിരിക്കും നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ ഇതിൻ്റെ ആൻസർ പരമ്പരാഗത കൃഷി വികാസ് യോജന. ഓർഗാനിക് ഫാമിങ്ങും സോയിൽ ഹെൽത്തിൻ്റെ ഇംപ്രൂവ്മെൻറ്റും അല്ലെങ്കിൽ അതിൻ്റെ സംരക്ഷണമായിരുന്നു എന്തിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത്? പരമ്പരാഗത കൃഷി വികാസ് യോജനയുടെ. പിന്നെ ഇത് നിങ്ങൾക്കറിയാം, മിഷൻ ഫോർ ഇൻ്റഗ്രേറ്റഡ് ഡെവലപ്മെൻറ്റ് ഹോർട്ടിക്കൾച്ചർ എന്ന് പറഞ്ഞാൽ മക്കളെ ഹോർട്ടിക്കൾച്ചറിൻ്റെ ഡെവലപ്മെൻറ്റ്. ദെൻ ഫസൽ ഭീമ യോജന എന്ന് പറഞ്ഞാൽ കണ്ടോ, അവർ ഷോർട്ട് ഫോം തന്നാണ്ടോ? ഞാൻ മക്കളോട് പറഞ്ഞില്ലേ, ഇന്ത്യൻ എക്കണോമിയിൽ നിന്ന് ഫുൾ ഫോം തരത്തില്ല, അങ്ങനെ തന്നാൽ കിട്ടും, ഒരു ഷോർട്ട് ഫോം തരും. അപ്പോൾ നമ്മളതൊക്കെ നമ്മൾ പഠിച്ചിട്ട് പോയിട്ടുണ്ട്. നിങ്ങൾ മറക്കരുത്. അപ്പേഡ, APE അപ്പേഡ അറിയാലോ, അഗ്രികൾച്ചറൽ പ്രോസസ്ഡ് എക്സ്പോർട്ട് ഡെവലപ്മെൻറ്റ് അതോറിറ്റി അല്ലേ? യെസ്, പഠിച്ചോളണേ. ദെൻ വാട്ട് ഈസ് ദ ഫുൾ ഫോം ഓഫ് ലൈഫ്? എല്ലാവരും ഓർത്ത് വയ്ക്കുക. പ്രത്യേകിച്ച് ഇതും നമ്മൾ ഡിസ്കസ് ചെയ്ത് കൂടുതലും പറഞ്ഞു തന്നത് ജസ്റ്റ് വായിന്ന് ചാടിയതാണ്. നമ്മൾ പറഞ്ഞു തന്നത് എവിടെയാണ്?
കാലിക്കറ്റ് ബാച്ചിൽ തന്നെയാണ്, നമ്മുടെ ഫസ്റ്റ് ബാച്ചിലാണ്. അപ്പോൾ ഇത് ബാക്കി ക്ലാസ്സിൽ ഇത് പറഞ്ഞിട്ടില്ല, കാരണം നമ്മുടെ ടെക്സ്റ്റിൽ ഇത് പോകുന്നില്ല. പക്ഷേ IC എന്ത് ചെയ്തു, നൈസായിട്ട് അതിൻ്റെ ഫുൾ ഫോം ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ MTPയിൽ നമ്മൾ അത് ഡിസ്കസ് ചെയ്യുന്നു. ലൈഫ് സ്റ്റൈൽ ഫോർ എൻവയോൺമെൻറ്റ്. കണ്ടോ, E ഇതാണ് ഇതിൻ്റെ മീനിങ്. ലൈഫ് സ്റ്റൈൽ ഫോർ എൻവയോൺമെൻറ്റ്. എല്ലാവരും ഓർത്തു വെച്ചോളാം, തെറ്റിക്കരുത്. ലൈഫ് സ്റ്റൈൽ ഫോർ എൻവയോൺമെൻറ്റ് എന്നാണ് ലൈഫിൻ്റെ ഫുൾ ഫോം. ഇത് നീതി ആയോഗിലാണ്. നീതി ആയോഗിൽ നമ്മൾ പഠിച്ച സാധനമാണ്. അപ്പോൾ നീതി ആയോഗ് മക്കൾ, ഈ ക്വസ്റ്റ്യൻ ആണ് ICA MTPയിൽ ആഡ് ചെയ്തതെന്ന് പറഞ്ഞുകൊണ്ട് ഇത് മാത്രം പഠിച്ചുകൊണ്ടിരിക്കരുത്. നീതി ആയോഗ് ഫുള്ള് പഠിച്ചിട്ട് പോകണം. അത് മൊത്തം നമ്മളെ സംബന്ധിച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. നന്നായിട്ടത് പഠിക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഡിസ്കസ് ചെയ്യുക, കാരണം അവിടെ നിന്ന് ക്വസ്റ്റ്യൻ വരാൻ നല്ല ചാൻസ് ഉണ്ട്. Then which of the following is a key assumptions of monopoly model? Many identical producers. അങ്ങനെ ശരിയാവണേ. മെനി ഐഡൻറ്റിക്കൽ പ്രൊഡ്യൂസേഴ്സ് എങ്ങനെയുണ്ടാവും? ഒറ്റ പ്രൊഡ്യൂസർ അല്ലേ ഉള്ളൂ. ദെൻ പ്രൈസ് ടേക്കിംഗ് അല്ല, പ്രൈസ് മേക്കർ അല്ലേ. അങ്ങനെ പ്രൈസ് ടേക്കിംഗ് വരിക. പ്രൊഡക്റ്റ് വിത്ത് സെവറൽ സബ്സ്റ്റിറ്റ്യൂട്ട് ഇല്ലല്ലോ, ഒറ്റ ഒരു പ്രൊഡക്റ്റ് അല്ലേ ഉള്ളൂ. അതെങ്ങനെയാണ് സബ്സ്റ്റിറ്റ്യൂട്ട് വരിക? ആൻസർ ബാരിയേഴ്സ് ടു എൻട്രി. മൊണോപ്പൊളി മാർക്കറ്റിൽ എന്താണ് മക്കളെ? ബാരിയേഴ്സ് ടു എൻട്രി ആണ്. അവിടെ ഒരാൾക്ക് പുതിയതായിട്ട് കടന്നു വരാനുള്ള സ്കോപ്പ് അവിടെ ഇല്ല. അതുകൊണ്ടാണല്ലോ സിംഗിൾ സെല്ലറായി പോയത്. ക്ലിയർ? ദെൻ ദ ഐഡിയ ഓഫ് ഡാഷ് ഇൻ എക്കണോമിക്സ് ദാറ്റ് വി ഹാവ് അൺലിമിറ്റഡ് വാണ്ട്സ് ബട്ട് ലിമിറ്റഡ് റിസോഴ്സസ്. ശരിയാണ്. നമ്മുടെ മനുഷ്യൻ്റെ വാണ്ട്സ്, മനുഷ്യൻ്റെ ആഗ്രഹങ്ങൾ എന്താണ്? അൺലിമിറ്റഡ് ആണ്. ആഗ്രഹത്തിന് ഒരു ലിമിറ്റേഷൻ ഇല്ല. പക്ഷെ മനുഷ്യൻ്റെ നമ്മുടെ രാജ്യത്ത് ആവശ്യമായിട്ടുള്ള റിസോഴ്സസോ സ്കേഴ്സ് അല്ലെങ്കിൽ ലിമിറ്റഡ് ആണ്. ഓക്കെ, ലിമിറ്റഡ് റിസോഴ്സസ് ഓർ സ്കേഴ്സ് റിസോഴ്സസ് ആണെന്ന് നമുക്ക് പറയാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇവിടെ പറയുന്നത് എന്താണിത് റെപ്രസെൻ്റ് ചെയ്യുന്നതെന്നല്ലേ? എന്താ റെപ്രസെൻ്റ് ചെയ്യുന്നത്? അതിലുണ്ടല്ലോ, ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ആണോ? അൺലിമിറ്റഡ് വാണ്ട്സ് ബട്ട് ലിമിറ്റഡ് റിസോഴ്സ് എന്ന് പറയുന്നത് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് അല്ല, മാർജിനൽ അനാലിസിസ് അല്ല, സ്പെഷ്യലൈസേഷൻ അല്ല, മറിച്ച് എന്താണ്? സ്കേഴ്സിറ്റി ആണ്. ഈ വാക്കങ്ങ് മുക്കി നൈസായിട്ട് ലിമിറ്റഡ് എന്ന് ഇട്ട് തന്നു. സ്കേഴ്സിറ്റി ആണ് മക്കളെ. സ്കേഴ്സ് ഇല്ല എന്നുള്ളതാണ് അത് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഓക്കെ, ഡയറക്റ്റ് ആണ് ക്വസ്റ്റ്യൻ. Then price varies by attributes such as location or by consumer segment. Segment പിടിച്ചോ? Third degree. First on the basis of customer or consumer. Second on the basis of quantity. Third on the basis of കൺസ്യൂമർ അല്ല, കസ്റ്റമറും അല്ല, കസ്റ്റമർ സെഗ്മെന്റ് അല്ലെങ്കിൽ ഗ്രൂപ്പ്. കസ്റ്റമർ സെഗ്മെന്റ് ഓർ ഗ്രൂപ്പിന്റെ ബേസിൽ എന്ത് നടത്തുവാണ്? ഇവിടെ ഡിസ്ക്രിമിനേഷൻ നടത്തുന്നതിനെ വിളിക്കുന്ന പേരാണ് തേർഡ് ഡിഗ്രി പ്രൈസ് ഡിസ്ക്രിമിനേഷൻ. ദ പോയിന്റ് ഓഫ് പ്രൊഡ്യൂസർ ഇക്വിലിബ്രിയം. പ്രൊഡ്യൂസർ ഇക്വിലിബ്രിയം എന്താണ്? നമുക്കറിയാം മക്കളെ, നമ്മുടെ ഐസോ ക്വാണ്ടും പ്രൈസ് ലൈനും ടാൻജന്റ് ആകുന്ന പോയിന്റാണ് പ്രൊഡ്യൂസറിന്റെ ഇക്വിലിബ്രിയം. അതിൻ്റെ വേറെ പേരാണ് പ്രോഫിറ്റ്. ഓർത്തു വെച്ചോ? മാക്സിമൈസേഷൻ. ഓർത്തു വെച്ചോളണം. പ്രൊഡ്യൂസർ ഇക്വിലിബ്രിയത്തിൻ്റെ വേറെ പേരാണ് പ്രോഫിറ്റ് മാക്സിമൈസേഷൻ. ദെൻ ഒന്നാമത്തെ ഓപ്ഷൻ ശരിയല്ലേ? ശരിയാണ്. ഐസോകോൺ ടാൻജന്റ് ടു ഐസോ കോസ്റ്റ് ലൈൻ. ദെൻ MRTS ഈക്വൽ ടു PL ബൈ PK. ശരിയല്ലേ? കാരണം സ്ലോപ്പ് ഓഫ് ഐസോകോണ്ടാണ് MRTS LK. അതെന്തിനോട് ഈക്വലായി? പ്രൈസ് ലൈൻ്റെ സ്ലോപ്പായിട്ടുള്ള PL ബൈ PKനോട് ഈക്വലായി. അതും ശരിയാണ്. ദെൻ മാർജിനൽ പ്രൊഡക്റ്റ് പ്രൈസ് ലേബർ മാർജിനൽ പ്രൊഡക്റ്റ് L ഡിവൈഡഡ് ബൈ PL, അതിൻ്റെ പ്രൈസ് ഈക്വൽ ടു ആണ് ഇവിടെ വരേണ്ടത്. ഈക്വൽ ടു MPK ബൈ PK. അത് അവർക്ക് പറ്റിയൊരു മിസ്റ്റേക്കാണ്, അത് കുഴപ്പമില്ല. അപ്പോൾ എയും ബിയും ശരിയായെങ്കിൽ D ശരിയാവും, കാരണം ഓട്ടോമാറ്റിക്കലി അതിൽ സിയും വരും. കാരണം എയും ബിയും എന്താണ്? ശരിയാണ്. അപ്പോൾ സിയും അതിൻ്റെ ആൻസർ ആണെന്ന് ഓർത്ത് വയ്ക്കുക കേട്ടോ. അങ്ങനെയാണ് 82ൻ്റെ ആൻസർ അങ്ങനെ വന്നത്. അപ്പോൾ ഓർത്ത് വെച്ചോളണം, അത് നല്ല രീതിയിൽ ക്വസ്റ്റ്യൻ ചോദിക്കാനുള്ള ചാൻസ് അവിടെ ഉണ്ട്. പ്രൊഡ്യൂസർ ഇക്വിലിബ്രിയം. ദെൻ ഇൻക്രീസ് ഇൻ ദ പ്രൈസ് ഓഫ് എ കമ്മോഡിറ്റി വെൻ ഡിമാൻഡ് ഈസ് ഇൻഇലാസ്റ്റിക്. അപ്പോൾ ഡിമാൻഡ് ഇൻഇലാസ്റ്റിക് ആണ് നമ്മൾ പഠിച്ചു. ദെൻ പ്രൈസ് കൂടി, ഡിമാൻഡ് കുറച്ചേ കുറയുന്നുള്ളൂ. ഓക്കെ, ദെൻ ടോട്ടൽ എക്സ്പെൻഡിച്ചർ വെച്ചോണ്ടാ ക്വസ്റ്റ്യൻ. ഇത് നമ്മൾ തെറ്റ് പഠിപ്പിച്ച് ഓർക്കണ്ട. തെറ്റ്. ഇൻഇലാസ്റ്റിക്കിലെ പ്രൈസ് കൂടിയാൽ ഡിമാൻഡ് കൂടും, പ്രൈസ് കുറഞ്ഞാൽ ഡിമാൻഡ് കുറയും. ഇത് തെറ്റാ. ഇൻഇലാസ്റ്റിക്കിൽ നമ്മൾ തെറ്റ് കണക്ട് ചെയ്തല്ലേ പഠിച്ചേ? ഓർക്കുന്നുണ്ടല്ലോ? യെസ്. നോക്കിയേ, ഇൻഇലാസ്റ്റിക്കിൽ എന്നാ പഠിച്ചേ? പ്രൈസ് കൂടിയാൽ ഡിമാൻഡ് കൂടും, ഡിമാൻഡ് കൂടിയാൽ ടോട്ടൽ എക്സ്പെൻഡിച്ചറും കൂടും, ടോട്ടൽ റവന്യൂ കൂടും. ഇൻക്രീസ്. 81. എളുപ്പമല്ലേ? വളരെ എളുപ്പമാണ്. നമ്മൾ പഠിച്ച സെയിം ക്വസ്റ്റ്യൻ അങ്ങോട്ട് ചോദിച്ചു. ദെൻ GDP ഡിഫ്ലേറ്റർ എന്താ? ഒന്നുമില്ല. GDP ഡിഫ്ലേറ്റർ എന്ന് പറഞ്ഞാൽ
റേഷ്യോ ഓഫ് അല്ലെങ്കിൽ നോമിനൽ ജി ഡി പി ഡിവൈഡഡ് ബൈ റിയൽ ജി ഡി പി ഇൻറ്റു 100. ദ റേഷ്യോ ഓഫ് നോമിനൽ ജി ഡി പി റിയൽ ജി ഡി പി എന്ന് പറയുന്നതാണ് ജി ഡി പി ഡിഫ്ലേറ്റർ. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, ദെൻ അടുത്ത ക്വസ്റ്റ്യൻ, അടുത്ത അടിപൊളി ഒരു ക്വസ്റ്റ്യൻ ആണ്. എക്സ്പാൻഷണറി ഫിസ്ക്കൽ പോളിസി. എക്സ്പാൻഷണറി ഫിസ്ക്കൽ പോളിസി എടുക്കുന്നത് ഡ്യൂറിങ് ഡിഫ്ലേഷനിലായിരിക്കും. എക്കണോമി ഇപ്പം താഴെ കിടക്കുവാണ്, അപ്പോഴാണ് എക്സ്പാൻഷണറി ഫിസ്ക്കൽ പോളിസി എടുക്കുന്നത്. അങ്ങനെയാണെങ്കിൽ റിഡക്ഷൻ ഇൻ ഇൻഫ്ലേഷന് വേണ്ടിയിട്ടാണോ? അല്ല. അതെങ്ങനെയാ? ഇപ്പം എക്കണോമിയിൽ ഡിഫ്ലേഷനാണ്, ഡിഫ്ലേഷനെ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് എക്സ്പാൻഷണറി ഫിസ്ക്കൽ പോളിസി എടുക്കുന്നത്. അത് തെറ്റാണ്. ദെൻ എക്സ്പോർട്ട് കൂട്ടാൻ വേണ്ടിയിട്ടാണോ? അതുമല്ല. അതെങ്ങനെയാ? അതൊന്നും അല്ലല്ലോ അവരുടെ എയിം എന്ന് പറയുന്നത്. അപ്രീസിയേഷൻ ആണോ കറൻസിയുടെ? അല്ല, അതുമല്ലല്ലോ എയിം. മറിച്ച് എന്താ? ക്ലോസ് റിസഷനറി ഗ്യാപ്പ്. റിസഷനറി ഗ്യാപ്പ് വേറെ പേരാണ് ഡിഫ്ലേഷനറി ഗ്യാപ്പ്. ഇതെവിടെ നിന്നാണ് കണക്ട് ചെയ്തത്? നിങ്ങൾക്ക് വല്ല പിടുത്തമുണ്ടോ മക്കളെ? കെയ്ൻസിന്റെ ചാപ്റ്റർ എടുത്ത് നോക്കുക. കെനീഷ്യനിലെ നാഷണൽ ഇൻകത്തിൽ ഇൻഫ്ലേഷണറി ഗ്യാപ്പ് ആൻഡ് ഡിഫ്ലേഷണറി ഗ്യാപ്പ് നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട്. അതിലെ നൈസായിട്ട് ആ ഡിഫ്ലേഷണറി ഗ്യാപ്പ് മാറ്റിയിട്ട് അവരെന്ത് നിട്ടു? അവിടെ റിസഷനറി ഗ്യാപ്പ് അങ്ങ് ആഡ് ചെയ്തു. അപ്പോൾ റിസഷനറി ഗ്യാപ്പ് ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? എക്സ്പാൻഷണറി ഫിസ്ക്കൽ പോളിസി അങ്ങ് എടുക്കുന്നത്. കുഴപ്പമില്ലോ? യെസ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇൻസ്ട്രുമെന്റ്സ് FTI കംപ്ലയൻസ് ഇൻസ്ട്രുമെന്റ്? യെസ്. ഇപ്പം അവിടെ പറയുന്നുണ്ടോ? വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇൻസ്ട്രുമെന്റ്സ് ഈസ് നോട്ട് എന്നാണ് അവർ പറഞ്ഞേക്കണേ. അപ്പോൾ ആ ക്വസ്റ്റ്യൻസ് അവിടെ വിടാം നമുക്ക്. കാരണം അതിൽ നമുക്ക് കുറച്ച് ഇക്വിറ്റി ഷെയർസ്, കമ്പൽസറി കൺവേർട്ടബിൾ ഡിബഞ്ചേഴ്സ്, അങ്ങനത്തെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. നമുക്ക് ലാസ്റ്റ് നേരെ തിരിച്ചു വന്ന ആ ക്വസ്റ്റ്യൻസിലേക്ക് ഡിസ്കസ് ചെയ്യാം. അവിടെ കുറച്ച് പറയാനുണ്ട്, അതുകൊണ്ടാണേ. ദെൻ 77 ദ മേജർ റീസൺ ഫോർ മാർക്കറ്റ് ഫെയിലിയർ. അപ്പോൾ ഇതാണ് നമ്മളെ സംബന്ധിച്ച് ഒന്നാമത്തെ പാടുള്ള ക്വസ്റ്റ്യൻ. ഒന്നാമത്തെ പാടുള്ള ക്വസ്റ്റ്യൻ നമുക്ക് ഇപ്പോഴാണ് കിട്ടിയത്. കത്യം. അപ്പം അത്രയും ക്വസ്റ്റ്യൻ നമ്മുടെ കയ്യിലുണ്ട്. ബാക്കി ഫുൾ മാർക്ക് നമ്മുടെ കയ്യിലിരിക്കും. ദെൻ അടുത്ത നമ്മുടെ ഏരിയ മാർക്കറ്റ് ഫെയിലിയറിൻ്റെ റീസൺ എന്താ? മാർക്കറ്റ് പവർ, അതായത് മൊണോപ്പൊളി ഒരു റീസൺ ആണ്. എക്സ്റ്റേണാലിറ്റി റീസൺ ആണ്. ഇൻകംപ്ലീറ്റ് ഇൻഫർമേഷൻ റീസൺ ആണ്. ഓൾ ഓഫ് ദി അബോവ്. ഇനി ഒരാളും കൂടെ ഇതിൽ മിസ്സായതാരാ? പബ്ലിക് ഗുഡും ഒരു റീസൺ ആണ്. ഇത്രയും റീസൺ എന്തിനുണ്ട്? മാർക്കറ്റ് ഫെയിലിയറിനുണ്ടെന്ന് ഓർത്ത് വയ്ക്കുക. ദെൻ വിച്ച് വൺ ഈസ് ഇൻക്ലൂഡഡ് ഇൻ നാഷണൽ ഇൻകം? നാഷണൽ ഇൻകത്തിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് ഏതാണ് എന്നാണ് നമ്മളോട് ചോദിച്ചാണ് ക്വസ്റ്റ്യൻ അല്ലേ? ദെൻ ട്രാൻസ്ഫർ ഏണിംഗ് ഇല്ല. ട്രാൻസ്ഫർ പേയ്മെന്റ് ഇല്ലേ? ട്രാൻസ്ഫർ പേയ്മെന്റ് ഒരിക്കലും എന്ത് ചെയ്യില്ല, ഇതിൽ ആഡ് ചെയ്യത്തില്ല. ഓക്കെ, ഒരിക്കലും എന്ത് ചെയ്യില്ല, ട്രാൻസ്ഫർ പേയ്മെന്റ് ഇതിൽ ആഡ് ചെയ്യില്ല, നമുക്കറിയാം. ദെൻ സെയിൽ പ്രൊസീഡ് ഓഫ് ഷെയർ ആൻഡ് ബോണ്ട് ഇല്ല. സെക്കൻഡ് ഹാൻഡ് ഗുഡ് അല്ലേ, ഓൾറെഡി ഇഷ്യൂ ചെയ്തതല്ലേ, അതുകൊണ്ട് അതും ആഡ് ചെയ്യില്ല നാഷണൽ ഇൻകത്തിൽ. ദെൻ ബ്ലാക്ക് മണി അതൊട്ടും ആഡ് ചെയ്യില്ലല്ലോ. അപ്പോൾ ആൻസർ നൺ ഓഫ് ദി അബവ്. ഒന്നുമില്ല ആൻസർ ഇതിൽ. ഓക്കെ, യെസ്. ദെൻ ന്യൂ ട്രേഡ് തിയറിയാണ് ന്യൂ ട്രേഡ് തിയറി. പെട്ടെന്ന് നമ്മൾ ന്യൂ ട്രേഡ് പോളിസിയിലേക്കൊക്കെ പോയി കളയും. ന്യൂ ട്രേഡ് തിയറി, അതുകൊണ്ടാണ് ഒരു 91 ഇവിടെ കിട്ടണോ. കാരണം ന്യൂ ട്രേഡ് പോളിസി, പെട്ടെന്ന് അത് ന്യൂ ട്രേഡ് പോളിസി ആയിട്ട് നിങ്ങൾ വായിക്കാറുണ്ട്, പോവും. അതല്ല ക്വസ്റ്റ്യൻ. ഇത് ക്വസ്റ്റ്യൻ ഇവിടെ ഇന്റർനാഷണൽ ട്രേഡ് തിയറീസ് ഇല്ലേ മക്കളെ? ഏത്? മെർക്കൻറ്റിലിസം, അബ്സല്യൂട്ട്, കമ്പാരറ്റീവ്, എച്ച് ഒ തിയറം, ലാസ്റ്റ് വരുന്നതാണ് ട്രേഡ് തിയറി. എന്നാ വന്നത് 1970s തിയറി വരുന്നത് 1970s നമ്മൾ എഴുതിയിട്ടുണ്ട്. നമുക്ക് ആ വർഷം അവിടെ ഉണ്ട്. അതിലൊരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ കണ്ടോ, ന്യൂ ട്രേഡ് തിയറീസ് 1970s. ദെൻ എംപിരിക്കൽ എവിഡൻസ് ഓഫ് ലിക്വിഡിറ്റി ട്രാപ്പ് ഈസ് ഫൗണ്ട് ഡ്യൂറിങ് എന്നാണ്. ഈ ലിക്വിഡിറ്റി ട്രാപ്പ് എന്ന് പറയുന്ന സംഭവം COVID-19 ആണോ? അല്ല. ഗ്രേറ്റ് ഡിപ്രഷൻ ആണോ? അല്ല. ഗ്ലോബൽ ഫൈനാൻഷ്യൽ ക്രൈസിസ് ആണോ? അതെ. അതായത് ലിക്വിഡിറ്റി ട്രാപ്പ് ഏത് ടൈമിലാണ്? COVID-19 ഗ്രേറ്റ് ഡിപ്രഷനോ അല്ല, ഗ്ലോബൽ ഫിനാൻഷ്യൽ ക്രൈസിസ്. അതായത് മെയിനായിട്ട് ലിക്വിഡിറ്റി ട്രാപ്പിന്റെ പ്രശ്നം എന്നാണ്? റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കുറഞ്ഞതല്ലേ? റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് സീറോയുടെ അടുത്തെത്തി. അതാണ്, കുറഞ്ഞതുമല്ല, സീറോയുടെ അടുത്തെത്തി. അപ്പോഴാണ് ലിക്വിഡിറ്റി ട്രാപ്പ് സംഭവിക്കുന്നത്. കണ്ടോ, ലിക്വിഡിറ്റി ട്രാപ്പ് സംഭവിക്കുന്നത്. അപ്പോൾ ഗ്ലോബൽ ഫൈനാൻഷ്യൽ ക്രൈസിസ് നമ്മൾ 2008 ഗ്ലോബൽ ഫിനാൻഷ്യൽ ക്രൈസിസ് നടന്നത്. അപ്പോൾ അതാണ് എന്തിനു കാരണമായത്? ലിക്വിഡിറ്റി ട്രാപ്പ് പോലത്തെ ഇതിന് ഒരു ഇതായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത്. ഇത് നിങ്ങൾക്കറിയാം, ഇൻഡിക്കേറ്റേഴ്സ് ടു പ്രെഡിക്റ്റ് ദ ടേണിംഗ് പോയിന്റ് ഓഫ് ബിസിനസ് സൈക്കിൾ. എൻ്റെ ആൻസർ ഓൾ ഓഫ് ദി അബോവ് ആണ്. നമ്മുടെ ടെക്സ്റ്റിൽ ഓൾ ഓഫ് ദി അബോവ് ആണ് ആൻസർ. പക്ഷേ MTPയിൽ അവർ ആൻസർ കൊടുത്തിരിക്കുന്ന A ആണ്, ലീഡിങ് ഇൻഡിക്കേറ്റർ ആണ്.
പക്ഷെ ഇവർ തന്നെ ഇവരുടെ ടെക്സ്റ്റിൽ ഐസിയുടെ സ്റ്റഡി മെറ്റീരിയലിൽ ഓൾ ഓഫ് ദി അബോവ് ആണ് ആൻസർ. ഇതിന് ആൻസർ നിങ്ങൾ ഓൾ ഓഫ് ദി അബോയുടെ പുറകെ പോയാൽ മതി. നമ്മൾ ഇതും കണ്ടുകൊണ്ട് ലീഡിങ് കുത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആൻസർ തെറ്റും. ടേണിംഗ് പോയിന്റ്സ് ഓഫ് ബിസിനസ് സൈക്കിൾ അല്ലേ, അപ്പോൾ നമ്മളും ആ സെയിം മെത്തേഡ് ഫോളോ ചെയ്യുക. അതായത് ഐസിയുടെ മെറ്റീരിയലിൽ ഇവരെന്താണോ പറഞ്ഞിരിക്കുന്നത് അത് തന്നെ ഫോളോ ചെയ്യുന്നതായിരിക്കും ബെറ്റർ. ഞാൻ ഒന്നുകൂടെ വേണമെങ്കിൽ ചെക്ക് ചെയ്യാം. വലിയ സമയമൊന്നുമില്ലല്ലോ, ഇപ്പം തന്നെ ചെക്ക് ചെയ്തിട്ട് പറയാലോ. യെസ്, ഇതാ കിടക്കണോ. വിച്ച് എക്കണോമിക് ഇൻഡിക്കേറ്റർ ഈസ് റിക്വയർഡ് ടു പ്രെഡിക്റ്റ് ദ ടേണിംഗ് പോയിന്റ് ഓഫ് ബിസിനസ് സൈക്കിൾ? 23ന്റെ ആൻസർ ഡി, ഓൾ ഓഫ് ദി അബോവ്. സോ നമ്മളും ഓൾ ഓഫ് ദി അബോവോട് തന്നെ പോവാട്ടോ. യെസ്. ദെൻ കോൺട്രാക്ഷൻ ഓഫ് ഡിമാൻഡ് ഈസ് എ റിസൾട്ട് ഓഫ്. ഡിമാൻഡ് കുറഞ്ഞു എന്നല്ലേ, കോൺട്രാക്ഷൻ ഓഫ് ഡിമാൻഡ് ആണ്. അപ്പോൾ ഡിമാൻഡ് കുറഞ്ഞാൽ കോൺട്രാക്ഷൻ ആണ്. എന്ത് സംഭവിച്ചാണ്? ഇൻക്രീസ് ദ പ്രൈസ്, പ്രൈസ് കൂടിക്കാണും. കാരണം കോൺട്രാക്ഷൻ ആണ്. കോൺട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ഏതായിട്ട് കണക്ട് ചെയ്യണം? മൂവ്മെന്റ്. കണ്ടോ, കോൺട്രാക്ഷൻ അല്ലേ. കോൺട്രാക്ഷൻ നടക്കാനുള്ള കാരണം പ്രൈസ് അല്ലേ മക്കളെ. പ്രൈസിലുള്ള ചേഞ്ചാണ് എക്സ്പാൻഷനും കോൺട്രാക്ഷനും കാരണം. അതർ ഡിറ്റർമിനൻസിലുള്ള ചേഞ്ചാണ് ഇൻക്രീസ്, ഷിഫ്റ്റ് ഇൻക്രീസിനും ഡിക്രീസിനും കാരണം അല്ലേ. യെസ്, അത് എപ്പോഴും ഓർത്ത് വയ്ക്കണം. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, ഡയറക്റ്റ് ആണ്. ദ റേറ്റ് അറ്റ് വിച്ച് കൺസ്യൂമർ പ്രിപ്പയർഡ് ടു എക്സ്ചേഞ്ച് ഗുഡ് എക്സ് ആൻഡ് ഗുഡ് വൈ. ഏതാണ്, ഏത് റേറ്റ് ആണ്? സിമ്പിൾ. ദ റേറ്റ് അറ്റ് വിച്ച് കൺസ്യൂമർ ഈസ് പ്രിപ്പയർഡ് ടു എക്സ്ചേഞ്ച് ഗുഡ് എക്സ് ആൻഡ് ഗുഡ് വൈ. മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ അല്ലേ, മാറസ് അല്ലേ. അതെ, മാറസ്, അല്ലാതെ വേറൊന്നും അതിൽ വരില്ല. മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ് അല്ലേ. നമ്മൾ പഠിച്ചത് അങ്ങനെയല്ലേ. ഇതാ ഇവിടെ ഗുഡ് വൈ, ഇവിടെ ഗുഡ് എക്സ്, ഒന്ന് കുറച്ചോണ്ടേ ഒന്ന് കൂട്ടാൻ പറ്റൂ കർവ്. മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ് അതിന്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് അല്ലേ. ഗുഡ് എക്സ് ഗുഡ് വൈയിലേക്ക് എന്ത് ചെയ്യണം? ഇതാ ഗുഡ് വൈ ഇത്രയും കുറച്ചോണ്ടേ ഗുഡ് എക്സ് ഇത്രയും കൂട്ടാൻ പറ്റൂ. അപ്പൊ അവിടെ നടന്നത് മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ എക്സ് വൈ അല്ലേ. കത്യമൊക്കെ. ദെൻ ഇൻഡിഫറൻസ് കർവ് അനാലിസിസ് അറിയാം, ഡയറക്റ്റ് ആണ് ക്വസ്റ്റ്യൻ. ദെൻ ആൽഫ്രഡ് മാർഷാൽ കൊണ്ടുവന്ന ഏതാണ്? LDMU, LEMU. പുള്ളി കുറേ ഉണ്ടല്ലോ അല്ലെ ഇതായിട്ടുള്ള. പിന്നെ അടുത്താരാ? ജെറോമി ബെന്ത. അതാരാ? എന്തോ കൊണ്ടുവന്നിട്ടുണ്ടാവും, നമുക്ക് വേണ്ട. നമുക്കടെ ആൻസർ അവിടെ ഉണ്ട്. JR ഹിക്സ് ആൻഡ് RGD അലൻ. ഒന്നാമത് വായി കൊള്ളാത്ത കുറേ പേരുകൾ നമുക്ക് പഠിക്കാനുണ്ട്. ഗൂഷും പീച്ചർ അത് ഇതെന്ന് പറഞ്ഞു. അതിന്റെ കൂടെ വീണ്ടും കിടക്കണം. എന്തിനൊക്കെയാണെന്നോ ഇതിനൊക്കെ കൊണ്ടുവരണം ഇങ്ങോട്ടേക്ക്. ശരി. ദ ക്രോസ് ഇലാസ്റ്റിസിറ്റി ഓൺലി സ്ലൈറ്റർ. ഈ വാക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ്. അതുകൊണ്ടാണല്ലോ ഇവരിങ്ങനെ ബിലോ സീറോ. ദെൻ ബിലോ സീറോയുടെ ബിലോ താഴെ പോയി കഴിഞ്ഞാൽ മൈനസ് ആണ്. മൈനസ് സ്റ്റാർട്ട് ചെയ്തു, ജസ്റ്റ് സ്ലൈറ്റ് ബിലോ എന്നല്ലേ പറയണേ, സീറോ എന്നല്ലേ പറയണേ. അപ്പോൾ മൈനസ് ആണ്, നെഗറ്റീവായി. പിന്നെ നെഗറ്റീവായി എന്ന് പറഞ്ഞാൽ രണ്ട് രീതിയിൽ, ഇതൊന്നും രണ്ടും വരില്ല നമുക്ക്. ഒന്ന് കോംപ്ലിമെൻ്റ് ആണെന്നറിയാം, ഒരു വീക്ക് കോംപ്ലിമെൻ്റ് എന്നും സ്ട്രോങ് കോംപ്ലിമെൻ്റ് എന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ രണ്ടും സീറോയുടെ താഴെ പോയി എന്ന് പറഞ്ഞാൽ വാല്യൂ നെഗറ്റീവായി മക്കളെ. ഇനി അത് വീക്ക് കോംപ്ലിമെൻ്റ് ആണോ സ്ട്രോങ് കോംപ്ലിമെൻ്റ് ആണോ എന്നാണ് നമുക്ക് എടുക്കണ്ടേ. അവിടെ ഉദ്ദേശിച്ചേക്കണേ, ഈ സ്ട്രോങ് കോംപ്ലിമെൻ്റ് ആണെങ്കിൽ ഈ നെഗറ്റീവ് വാല്യൂ ഭയങ്കര കൂടുതലായിരിക്കും. അതായത് ആ നെഗറ്റീവ് വാല്യൂ വളരെ കൂടുതലായിരിക്കും, ഭയങ്കര സ്ട്രോങ് കോംപ്ലിമെൻ്റ് ആണ് അവരെങ്കിൽ. ജസ്റ്റ് സ്ലൈറ്റ് ബിലോ സീറോ എന്നല്ലേ പറഞ്ഞേക്കണേ. അങ്ങനെയാണെങ്കിൽ എൻ്റെ ആൻസർ വീക്ക് കോംപ്ലിമെൻറ്റ്. ജസ്റ്റ് ഒരു വീക്ക് കോംപ്ലിമെൻ്റ് ആണ്. കോംപ്ലിമെൻ്റ് ആണ് അവർ, ഭയങ്കര സ്ട്രോങ് കോംപ്ലിമെൻ്റ് ഒന്നുമല്ല, വീക്ക് കോംപ്ലിമെൻ്റ് ആണ്. ക്ലിയർ? യെസ്. 70 ക്വസ്റ്റ്യൻ കഴിഞ്ഞാൽ വെള്ളം കുടിക്കണം എന്നാ. നിങ്ങൾ കണ്ടോ നമ്മുടെ ക്വസ്റ്റ്യൻസ് പേപ്പർ? വലിയ പ്രശ്നമില്ലാത്തൊരു ക്വസ്റ്റ്യൻ പേപ്പർ അല്ലേ. ജയിക്കാനുള്ള ഇവിടെ കിട്ടത്തില്ലേ. നമ്മുടെ ഉദ്ദേശം ജയിക്കുക എന്നുള്ളതാണല്ലോ. പിന്നെ ഒരു 40 മാർക്ക് കൂടി അടിച്ചെടുക്കുക എന്നുള്ളതാണല്ലോ. അത് നമുക്ക് കിട്ടത്തില്ലേ? കിട്ടും കേട്ടോ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ ദ ഡിറ്റർമിനൻസ് ഓഫ് പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്? മക്കളെ ലാസ്റ്റ് നമ്മുടെ ക്ലാസ്സിലിരുന്ന കുട്ടികളെ നിങ്ങളുടെ ലാസ്റ്റ് നമ്മൾ പഠിപ്പിച്ചത് ഓർക്കുന്നുണ്ടോ? ഇതോർത്താൽ മതി. ഹൈ റേഞ്ച്, മിഡിൽ റേഞ്ച്, ലോ റേഞ്ച്. വീട് കത്തി, തുണി വാങ്ങാൻ ഓടി, തുണി വാങ്ങി, എന്നിട്ട് കാർ എടുത്ത് കൊച്ചുങ്ങളെയും കൊണ്ട് ഡ്രസ്സ് വാങ്ങാൻ പോയി. വഴിവെക്കിൽ വെച്ചൊരു കൂട്ടുകാരിനെ കാണുന്നു. അമ്മയായിട്ടല്ലേ ഏറ്റവും അച്ഛനായിട്ടല്ലേ ഏറ്റവും ടൈഡ് ഡിമാൻഡ് വരുന്നത്, ടൈപ്പ് വരുന്നത്. ആ ഭാഗാണത്താണ് ക്വസ്റ്റ്യൻ.
നോക്കുക, അവൈലബിലിറ്റി ഓഫ് സബ്സ്റ്റിറ്റ്യൂട്ട് ആൻസർ ആണ്, ടൈം പീരീഡ് ആൻസർ ആണ്, ടൈഡ് ഡിമാൻഡ് ആൻസർ ആണ്, ആൻസർ ഓൾ ഓഫ് ദി അബോവ് ആണ്. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ പിന്നെ ഞാനത് പറയേണ്ട, ഇങ്ങനെ പറഞ്ഞാൽ മതിയല്ലോ. സെറ്റാണ്. എൻ സ്നോബ് എഫക്റ്റ് ആണ് അടുത്ത ക്വസ്റ്റ്യൻ. യെസ്, സ്നോബ് എഫക്റ്റ്. ഇറ്റ് ഈസ് എ ഫംഗ്ഷൻ ഓഫ് പ്രൈസ്. അല്ല, ഇറ്റ് ഈസ് എ ഫംഗ്ഷൻ ഓഫ് കൺസംഷൻ ഓഫ് അതേഴ്സ്. ഇവിടെയാണ് നമ്മുടെ ഡെമോൺസ്ട്രേഷൻ എഫക്റ്റ് ഓർ ബാൻഡ് വാഗൺ എഫക്റ്റ് വരുന്നത്. ഇവിടെയാണ് നമ്മുടെ വെബ്ലൻ എഫക്റ്റ് വരുന്നത്. ഇവിടെയാണ് നമ്മുടെ സ്നോബ് എഫക്റ്റ് വരുന്നത്. മറ്റാൾക്കാർ കൺസ്യൂം ചെയ്തത് കൊണ്ട് എനിക്ക് ആ ഗുഡ് വേണ്ട എന്ന് പറയുന്നതാണ് സ്നോബ് എഫക്റ്റ്. എൻ്റെ കയ്യിൽ ഇഷ്ടം പോലെ പൈസയുണ്ട്, അതുകൊണ്ട് ഞാൻ ആ ഗുഡ് വാങ്ങും, ഹൈ പ്രൈസ്ഡ് ഗുഡ് വാങ്ങും എന്ന് പറയുന്നതാണ് വെബ്ലൻ എഫക്റ്റ്. അവൻ ഹൈ പ്രൈസ്ഡ് ഗുഡ് വാങ്ങി, എന്നാൽ എനിക്കും വേണം എന്ന് പറയുന്നതാണ് ഡെമോൺസ്ട്രേഷൻ ഓർ ബാൻഡ് വാഗൺ എഫക്റ്റ്. ക്ലിയർ? യെസ്, 3 എഫക്റ്റും പഠിച്ചിട്ട് പോവാം കേട്ടോ. ദെൻ സ്കേഴ്സിറ്റി ഡെഫിനിഷൻ ഈസ് ഗിവൺ ബൈ, അത് നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററിലുള്ളതാണ്, റോബിൻസൺ ആണ്. അപ്പോൾ നിങ്ങൾ ഓർത്ത് വെച്ചോളാം. ആഡം സ്മിത്ത് വെൽത്ത് ആണോ വെൽഫെയർ ആണോ? ആൽഫ്രഡ് മാർഷാൽ വെൽത്ത് ആണോ വെൽഫെയർ ആണോ? ഇത്രയും കാര്യങ്ങൾ ഓർത്ത് വെച്ചോളണം, അത് പഠിച്ചോളണം. ആഡം സ്മിത്ത് ആണോ വെൽത്ത് വെൽഫെയർ, ആൽഫ്രഡ് മാർഷാൽ ആണോ വെൽത്ത് വെൽഫെയർ എന്ന് ഓർത്ത് വെച്ചോളണം കേട്ടോ. യെസ്. Then which of the following is included in study of microeconomics? Microeconomics, ഇത് ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. നമുക്കറിയാം മൈക്രോ എക്കണോമിക്സിലെ പ്രൊഡക്റ്റിന്റെ പ്രൈസിങ്, ഫാക്ടർ പ്രൈസിങ്. അപ്പോൾ ആൻസർ ബോത്ത് എ ആൻഡ് ബി ആണ്. കാരണം മൈക്രോ എക്കണോമിക്സ് ഇൻഡിവിജ്വൽ യൂണിറ്റുകളെ കുറിച്ചുള്ള പഠനമാണ് അല്ലേ, ഇൻഡിവിജ്വൽ യൂണിറ്റ്. പക്ഷെ മാക്രോ എക്കണോമിക്സിലേക്ക് വരുമ്പോഴത്തേക്കും ഹോൾ, എക്കണോമി ആസ് എ ഹോൾ ആണ്. അപ്പോൾ പ്രൊഡക്റ്റ് പ്രൈസിങ് എന്ന് പറയുന്ന ഒരു ഇൻഡിവിജ്വൽ യൂണിറ്റിനെ കുറിച്ച്, ഒരു പ്രൊഡക്റ്റിന്റെ പ്രൈസാണ്, ഒരു ഫാക്ടറിന്റെ പ്രൈസിനെ കുറിച്ച് നമ്മൾ പഠിക്കുന്നത്. അത് ഇൻഡിവിജ്വൽ യൂണിറ്റിനെ കുറിച്ചുള്ള പഠനമാണ്. അപ്പോൾ അത് മൈക്രോ എക്കണോമിക്സ് ആണ്. Then, which of the following demerit of capitalism? ശരിയല്ല മക്കളെ, there is precedence of property right over human right. അതല്ലേ ആൻസർ. അതായത് ഇവരെ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് എന്തിനാണ്? ഇവരുടെ പ്രോപ്പർട്ടി റൈറ്റിന്, അതായത് ഇവരുടെ പ്രോഫിറ്റിനാണ് ഇവർ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്, അല്ലാതെ ആർക്കല്ല, ഹ്യൂമൻ റൈറ്റിനല്ല. അപ്പോഴല്ലേ ഞാൻ ക്ലാസ്സിൽ മയോണൈസിൽ പല്ലി ചാടിയാലുള്ളൊരു എക്സാമ്പിൾ പറഞ്ഞേ. ഞാനിപ്പോഴും ക്ലാസ്സിൽ ഷിസക്കുട്ടീനെ ഓർക്കുന്നുണ്ട്. ഷിസക്കുട്ടി എന്ന് കാണിച്ചു. കാരണം എനിക്ക് തോന്നുന്നു ഷിസക്കുട്ടിക്ക് മയോണൈസ് ഇല്ലാതെ അൽഫാം കഴിക്കില്ല എന്ന് തോന്നുന്നു. അതുകൊണ്ടായിരിക്കും ഷിസക്കുട്ടി അത് അങ്ങനെ ചെയ്തത്. അല്ലേ ഷിസ? അപ്പോൾ ഷിസേനെ വിളിച്ചു, ഇപ്പൊ ഷാനെ വിളിക്കാതെ എങ്ങനെയാ പോണേ? ഷാ, ഉഷാറല്ലേ? അപ്പോൾ ഇതാണ് സംഭവം. റെഡി? യെസ്. ദെൻ മിക്സഡ് എക്കണോമി, ദ ഫീച്ചർ ഇൻക്ലൂഡ്. ഇതേ നോക്കുക, സിമ്പിൾ ക്വസ്റ്റ്യൻ. മിക്സഡ് എക്കണോമി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം പ്രൈവറ്റ് സെക്ടറും ഉണ്ട്, പബ്ലിക് സെക്ടറും ഉണ്ട്. ദാറ്റ് മീൻസ് കോമ്പൈൻഡ് സെക്ടർ. രണ്ടുമാണ്. നോക്കണം, ആ ക്വസ്റ്റ്യൻ അവിടെ ചോദിച്ചാൽ നോക്കണേ. പ്രൈവറ്റ് സെക്ടറും വരും, പബ്ലിക് സെക്ടറും വരും. ദെൻ കമ്പൈൻഡ് വരും എന്ന് വെച്ചാൽ അതും വരും. ദെൻ ഓൾ ഓഫ് ദി അബോവ് കൊടുത്തേക്കുക. ആൻസർ ഓൾ ഓഫ് ദി അബോവ് ആണ് കേട്ടോ. അവർ നൈസായിട്ടാണ് ഇട്ടേക്കണുണ്ടോ നിങ്ങളെ തെറ്റിക്കാൻ വേണ്ടി. എന്ത് ട്രിക്കാന്ന് നോക്കടാ. ഇനി അവർക്ക് തെറ്റിപ്പോയതാണോ എന്ന് എനിക്കറിയില്ല, പക്ഷേ ഈ ക്വസ്റ്റ്യൻ വെച്ചോണ്ട് ആൻസർ ഇതേ വരാൻ പാടുള്ളൂ. ഓക്കെ, കത്തിയ പ്രൈവറ്റ് സെക്ടർ വരും, പബ്ലിക് സെക്ടർ വരും, then കമ്പൈനഡ് രണ്ടും വരുമെങ്കിൽ ഈ മോളി പറഞ്ഞ 3 ശരിയല്ലേ? സെറ്റാണ്. ഓർത്ത് വെച്ചോളണം. ഐ സിയുടെ ഒരു കുറുമ്പ് കാണിച്ചാൽ നോക്കിയോ, ഇത്രയും വലിയ കുറുമ്പ് കാണിക്കോ? ദിഗംബരൻ, ഹോമം വേണം. ഐ സി ഇങ്ങനെ തുടങ്ങി കഴിഞ്ഞാൽ നമുക്ക് ശരിയാവില്ല. ദെൻ 62, ചേഞ്ച് ഇൻ ഓട്ടോണമസ് സ്പെൻഡിങ് ഈസ് റെപ്രസെൻറ്റഡ് ബൈ. ഓട്ടോണമസ് സ്പെൻഡിങ് മക്കളെ ഓർക്കുന്നുണ്ടോ ഈ കർവ്? സി പ്ലസ് ഐ പ്ലസ് ജി, സി പ്ലസ് ഐ പ്ലസ് ജി പ്ലസ് NX നെറ്റ് എക്സ്പോർട്ട്, കെനീഷ്യൻ നാഷണൽ ഇൻകം. അപ്പോൾ ഓട്ടോണമസ് സ്പെൻഡിങ് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ അതെന്താ കാണിച്ചു തരുന്നത്? മൂവ്മെൻ്റ് അല്ല, ഇങ്ങനെ മുകളിലേക്ക് ചാടുമല്ലേ, ഇതുണ്ടോ മുകളിലേക്ക് ചാടി പോവല്ലേ, അതായത് ഷിഫ്റ്റ് ഓഫ് സി പ്ലസ് ഐ പ്ലസ് ജി സ്പെൻഡിങ്ങിൽ. ശരിയല്ലേ? പ്രൂഫ് അടക്കം ഞാൻ അവിടെ എഴുതിയിട്ടിട്ടുണ്ട്. കുഴപ്പമില്ലോ? സെറ്റാണ്. യെസ്. ദെൻ ക്രൗഡിങ് ഔട്ട് എഫക്റ്റ് ഓർക്കുന്നുണ്ടോ? ക്രൗഡിങ് ഔട്ട് എഫക്റ്റ് എന്ന് പറഞ്ഞാൽ പബ്ലിക് എന്തെങ്കിലും കലാപരിപാടിയായിട്ട് വന്നാൽ വരാനിരിക്കുന്ന പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് കുറഞ്ഞു പോകും, അവർക്കത് നടക്കൂല എന്ന് പറയുന്നതാണ് ക്രൗഡിങ് ഔട്ട് എഫക്റ്റ്. നമ്മുടെ ഫിസ്ക്കൽ പോളിസിയുടെ ഒരു ഡീമെറിറ്റ് ആയിട്ട് നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ നമുക്ക് നോക്കാം അതെങ്ങനെയാണ് ആൻസർ തന്നെയെന്ന്. ഡിക്രീസ് ഇൻ ദ മണി സപ്ലൈ റൈസസ് ദ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് വിച്ച് ക്രൗഡ് ഔട്ട് ഇൻട്രസ്റ്റ് സെൻസിറ്റീവ് പ്രൈവറ്റ് സെക്ടർ. ഓക്കെ, അങ്ങനെയാണ് അവർ പറയുന്നത്. ക്ലിയർ? ദെൻ ആൻ ഇൻക്രീസ് ഇൻ ടാക്സ് ഫോർ പ്രൈവറ്റ് സെക്ടർ റെഡ്യൂസസ് പ്രൈവറ്റ് സെക്ടർ ഡിസ്പോസിബിൾ ഇൻകം. അതല്ലല്ലോ. റിഡക്ഷൻ ഇൻ ഇൻകം ടാക്സ് റിസൾട്ട് ഇൻ ഹയർ ഇൻട്രസ്റ്റ് റേറ്റ്.
വിച്ച് ക്രൗഡ് ഔട്ട് ഇൻട്രസ്റ്റ് സെൻസിറ്റീവ് പ്രൈവറ്റ് സെക്ടർ സ്പെൻഡിങ്. എ ഡിക്രീസ് ഇൻ മണി സപ്ലൈ റൈസസ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. അവിടെ ഒരു എന്തൊക്കെയോ പ്രശ്നം തോന്നുന്നില്ലേ? ഡിക്രീസ് ഇൻ മണി സപ്ലൈ അല്ല, ഇൻക്രീസ് ഇൻ മണി സപ്ലൈ റൈസസ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ അവിടെ ആ ഒരു സെൻറ്റൻസ് തെറ്റി. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഏതാ? സി ആണ്. ദ റിഡക്ഷൻ ഇൻ ഇൻകം ടാക്സ്. ടാക്സ് കുറച്ചപ്പോൾ ഇഷ്ടം പോലെ പൈസ രാജ്യത്തേക്ക് ഇറങ്ങി, ആൾക്കാരുടെ കയ്യിൽ പൈസയുടെ അളവ് കൂടി, അപ്പോൾ ഇൻട്രസ്റ്റ് റേറ്റ് എന്തോ ഇത് കൂടും. കാരണം ആൾക്കാരിൽ ഇഷ്ടം പോലെ പൈസ കിടന്ന് കളിക്കുമല്ലോ, ഇൻഫ്ലേഷൻ വരും. ദെൻ വിച്ച് ക്രൗഡ് ഔട്ട് ഇൻട്രസ്റ്റ് സെൻസിറ്റീവ് പ്രൈവറ്റ് സെക്ടർ. അപ്പോൾ ആ ഇൻട്രസ്റ്റ് കൂടിയപ്പോൾ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കൂടി. ഈ ഡെഫിനേഷൻ പറഞ്ഞു തന്നേണ്ട കേട്ടോ. ഇൻട്രസ്റ്റ് കൂടിയപ്പോൾ വരാനിരിക്കുന്ന പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് കുറഞ്ഞു. അപ്പോൾ ആൻസർ സി ആണ്. ഓക്കെ. ദെൻ എക്സ്ചേഞ്ച് റേറ്റ് ഫ്ലെക്സിബിൾ. വെൻ എക്സ്ചേഞ്ച് റേറ്റ് ഈസ് ഫ്ലെക്സിബിൾ ഡിക്രീസ് ഇൻ ടാക്സ്. ഒരു രാജ്യത്തിൻ്റെ ടാക്സ് കുറഞ്ഞു. മക്കളെ, ടാക്സ് കുറഞ്ഞാൽ നമുക്കറിയാം ഒരു എഫക്റ്റും ഇല്ല എന്ന് പറയുന്നത് തെറ്റാണ്. ടാക്സ് കുറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാരുടെ കയ്യിലുള്ള ഇൻകം കൂടും. ഇൻകം കൂടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ആൾക്കാരുടെ കയ്യിൽ പർച്ചേസിങ് പവർ കൂടിയെന്നല്ലേ? ആ പൈസയ്ക്ക് പവർ വന്നു. ആൾക്കാരുടെ ഇൻകം കൂടി എന്ന് പറഞ്ഞാൽ പർച്ചേസിങ് പവർ കൂടി. പർച്ചേസിങ് പവർ കൂടി എന്ന് പറഞ്ഞാൽ ആൾക്കാർക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ വാങ്ങാമെന്നുള്ള രീതിയിലേക്ക് വന്നു. അപ്പോൾ രാജ്യത്ത് എന്ത് കൂടും? ഔട്ട്പുട്ട് കൂടൂലേ? പ്രൊഡക്ഷൻ കൂടും. നല്ല രീതിയിൽ പ്രൊഡക്ഷൻ കൂടും. കത്യ. അപ്പോൾ ഇതാണ് ആൻസർ. ബി ആണ് ആൻസർ. ഓക്കെ. 60 ബി. ഐസിയുടെ ആൻസർ ഇതിൽ എ കൊടുത്തതാണ്. അല്ല, എ അല്ല. സ്നോ എഫക്റ്റ് അപ്പോൺ ഔട്ട്പുട്ട് ഇൻ കൺട്രി ബി എന്ന് പറയാൻ പറ്റത്തില്ല. അവർ എന്ത് ചെയ്യും? ഔട്ട്പുട്ട് കൂടും. ദെൻ റിസൾട്ട്സ് ഇൻ ആൻ ഇൻക്രീസ് ഇൻ കൺട്രീസ് എക്സ്പോർട്ട് എന്ന് പറയും. ഇല്ല മക്കളെ, ഇത് നമ്മുടെ കറൻസീനെ അപ്രിഷിയേറ്റ് ആക്കും. ടാക്സ് കുറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കറൻസീനെ അപ്രിഷിയേറ്റ് ആക്കും. അപ്രിസിയേഷൻ വന്നു കഴിഞ്ഞാൽ എക്സ്പോർട്ട് കുറയല്ലേ ചെയ്യുക? അപ്രിസിയേഷൻ രാജ്യത്ത് നടന്നു കഴിഞ്ഞാൽ എക്സ്പോർട്ട് കുറയണം. ഓക്കെ. പക്ഷെ ഇമ്മീഡിയറ്റ് എഫക്റ്റ് എപ്പോഴും എന്തായിരിക്കും? ഔട്ട്പുട്ട് കൂടുന്നതായിരിക്കും. അല്ല, ഔട്ട്പുട്ട് കൂടും. അതൊരു പാടുള്ള ക്വസ്റ്റ്യൻ ആയിട്ട് തന്നെ കണക്ട് ചെയ്തോ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് പാടുള്ള രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആയി. അപ്പോൾ 60 ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തതിൽ 60 അല്ല 40 അല്ലേ? 40 ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തതിൽ ബാക്കി 38 മാർക്ക് നമ്മുടെ കയ്യിലിരിക്കും. 38 ഇരുന്നില്ലെങ്കിലും 30 ഇരിക്കൂലേ? 30 ഇരിക്കത്തില്ലടാ, ഇരിക്കണം. ദെൻ ദ സ്ലോപ്പ് ഓഫ് അഗ്രിഗേറ്റ് ഡിമാൻഡ് ഫ്ലാറ്റർ. അതായത് ഇങ്ങനെ ഇതല്ലേ ഫ്ലാറ്റ്. ഇവിടെ വരുന്ന ചേഞ്ചിനേക്കാളും ഇവിടുത്തെ ചേഞ്ച് കൂടുതലായിരിക്കും. ഫ്ലാറ്റും സ്റ്റീപ്പും പഠിപ്പിച്ചപ്പോൾ പുച്ഛിച്ചിരുന്ന ടീമുകളെ നിങ്ങളിത് കാണുക. ക്വസ്റ്റ്യൻ വന്നു, ഫ്ലാറ്റും സ്റ്റീപ്പും. ഓക്കെ. ഡിമാൻഡ് കർവ്. ഇനി ഇതിൻ്റെ ആൻസർ എടുക്കണ്ടേ? ദ മോസ്റ്റ് സെൻസിറ്റീവ് ഇൻവെസ്റ്റ്മെൻറ്റ് സ്പെൻഡിങ് ടു ദ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. ദ മോർ സെൻസിറ്റീവ് ദ ഡിമാൻഡ് ഫോർ മണി ടു ദ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. അല്ലല്ല, ഇതാണ് ആൻസർ. ദ മോർ സെൻസിറ്റീവ് ഇൻവെസ്റ്റ്മെൻറ്റ് സ്പെൻഡിങ് ടു ദ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. അതായത് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഇവിടെ കുറച്ച് കുറഞ്ഞാൽ നല്ല രീതിയിൽ എന്ത് കൂടും? ഇൻവെസ്റ്റ്മെൻറ്റ് സ്പെൻഡിങ്. ഇൻവെസ്റ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് ആൾക്കാർ പൈസ ചിലവാക്കുന്നത് കൂടും. യെസ്, ഇതാണ് ആൻസർ. ഐസിയുടെ ആൻസർ അത് തന്നെയാണ് അല്ലേ? മോർ സെൻസിറ്റീവ് ദ ഡിമാൻഡ് ഫോർ മണി ഈസ് ടു ദ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. അല്ല മക്കളെ, ആൾക്കാർ സാധാരണ ആ രീതിയിൽ നമ്മൾ പഠിച്ചു. നമുക്ക് ഫംഗ്ഷൻ ഓഫ് ഇൻകം, ഡിമാൻഡ് ഫോർ മണി ഈസ് ദ ഫംഗ്ഷൻ ഓഫ് ഇൻകം എന്നാണ് നമ്മൾ പഠിച്ചേണേ. സോ ഫംഗ്ഷൻ ഓഫ് ഇൻകം ആണല്ലോ, അത് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് അല്ല. സ്പെക്കുലേറ്റീവ് ഡിമാൻഡ് ഫോർ മണി പ്രത്യേകം വന്നാലാണ് ഈസ് ദ ഫംഗ്ഷൻ ഓഫ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് വരിക. ഡിമാൻഡ് ഫോർ മണി ഈസ് ദ ഫംഗ്ഷൻ ഓഫ് ഇൻകം ആണ്, അല്ലാതെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് അല്ല. അപ്പോൾ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കൂടുന്നു കുറയുന്നു എന്ന് വെച്ച് നോക്കിയിരിക്കുന്ന രാജ്യത്ത് ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. ഓക്കെ. യെസ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ സിറ്റുവേഷൻ ഫോം ഏബിൾ ടു മാക്സിമൈസ് പ്രോഫിറ്റ്. ഏത് മാർക്കറ്റ് ഫോമിലാണ് പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യാനായിട്ട് നോക്കുന്നതെന്നാണ് അടുത്ത ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഐസിയുടെ ആൻസർ മൊണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷൻ ആണ്. ഐസിഐ മൊണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷൻ ആണ് കൊടുത്തിരിക്കുന്നത്. എന്താണ് ഐസിഐ മൊണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷൻ കൊടുത്തതെന്ന് എനിക്കറിയില്ല, കാരണം ഇവിടെ കാർട്ടലിലൂടെ കിടക്കുവാണ്. കാർട്ടൽ എന്ന് പറയുന്ന ഒരു മൊണോപ്പൊളിക്ക് എക്സാമ്പിളാണ്. ഒപ്പക്ക്. ഇനി അത് ഒളിഗോപ്പൊളിയുടെ ആണ് എന്ന് പറഞ്ഞാൽ ഒപ്പക്ക് എന്തിലേക്ക് ലീഡ് ചെയ്യും? മൊണോപ്പൊളിയിലേക്ക് ലീഡ് ചെയ്യുമെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അതിനു വേണ്ടിയിട്ടാണല്ലോ അവരൊരു ഗ്രൂപ്പായത്. ഇപ്പം ഇതിൻ്റെ ആൻസർ ബി ആണ്. മൊണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷൻ എന്തുകൊണ്ടും, അല്ലെങ്കിൽ അതിൻ്റെ ആൻസർ എന്ത് വന്നം? കിങ്ങഡ് ഡിമാൻഡ് കർവ് വന്നം, കിങ്ങഡ് പോയിന്റ് വന്നം. കാരണം ഏറ്റവും ടോപ്പിൽ പ്രൈസ് ഏറ്റവും കൂടുതൽ പ്രോഫിറ്റ് ഏൺ ചെയ്യാൻ നോക്കുന്നത് മൊണോപ്പൊളിയാണ്. സെക്കൻഡ് വരേണ്ടത് ഒളിഗോപ്പൊളിയാണ്. അതിനുശേഷമേ മൊണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷൻ വരാൻ പാടുള്ളൂ. ഇവിടെ ഒളിഗോപ്പൊളി കിടക്കുന്നുണ്ട്,
എന്നാൽ ആൻസർ ഒളിഗോപ്പൊളി എങ്കിലും വരണം. ഇവരുടെ ആൻസർ ഡി ആണ്. ആൻസർ കാർട്ടലാണ്, മൊണോപ്പൊളി. കാർട്ടലാണ് ഇതിൻ്റെ ആൻസർ കേട്ടോ. Then which of the following is credited with the introduction of LPG model? ക്രെഡിറ്റ് ആർക്കാണ് അതിൻ്റെ ക്രെഡിറ്റ്? നമ്മുടെ നോട്ടിൽ പച്ച മലയാളത്തിലല്ല സോറി മക്കളെ, പച്ച ഇംഗ്ലീഷിൽ എഴുതി വെച്ചിട്ടുണ്ട്. LPG മോഡലിൻ്റെ ക്രെഡിറ്റ് മൊത്തം എക്കണോമിക് ഡെവലപ്മെൻറ്റുമായി ബന്ധപ്പെട്ട് പോയത് മൻമോഹൻ സിംഗിനാണ്. എഴുതി വെച്ചിട്ടില്ലേ നോക്ക്, ഈ നോട്ട് അതിലില്ലേ നോക്ക്, ആളുടെ പേര് അതിലില്ലേ നോക്ക്. ഇല്ലെങ്കിൽ മുടി ഞാൻ മൊട്ടയടിക്കും. ആ പേര് അതിലില്ലെങ്കിൽ എഴുതി വെച്ചിട്ടുണ്ട്. LPG മോഡൽ, ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ ആൻഡ് ഗ്ലോബലൈസേഷൻ. യെസ്. എറണാകുളം ഫസ്റ്റ് ബാച്ചേ ഉഷാറല്ലേ? കുട്ടേട്ടൻ, വർഗീസ് മാപ്പിള, നമ്മുടെ പിള്ളേര്, പിന്നാരപ്പ, എല്ലാവരുടെയും പേര് ഇങ്ങനെ കിട്ടുന്നില്ല എന്നേ ഉള്ളൂ. ഫസ്റ്റ് ബാച്ച് പൊളിച്ചടക്കിക്കൊള്ളണം. കാലിക്കറ്റ് ബാച്ചേ നിങ്ങൾ പൊളിച്ചടക്കും. ഫസ്റ്റ് ബാച്ചേ എറണാകുളവും നിങ്ങൾ പൊളിച്ചടക്കും, മാസാക്കിക്കൊള്ളണം. പിന്നെ ഇത് കാണുന്ന എല്ലാ ഫസ്റ്റ് ബാച്ചിലെ പിള്ളേരും പൊളിച്ചടക്കിക്കൊള്ളണം. നമ്മുടെ ഏരിയ ആണ് വന്നേക്കണേ കേട്ടോ. ദെൻ ഇൻ കേസ് ഓഫ് ഡെഫിസിറ്റ് ബഡ്ജറ്റ്, ഒരു ബഡ്ജറ്റിനെ കുറിച്ച് അവിടെ പറയുന്നു. ബഡ്ജറ്റ് എന്താന്ന് പറയുന്നു? ഡെഫിസിറ്റ് ബഡ്ജറ്റാന്ന് പറയുന്നു. വെൻ ദ ഡെഫിസിറ്റ്സ് ആർ കവേർഡ് ത്രൂ ടാക്സസ് ദാറ്റ് ബഡ്ജറ്റ് ഈസ് കോൾഡ്. ഇപ്പോൾ ടാക്സ് ഇതായിട്ട് ബഡ്ജറ്റ് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതെന്താവണം എന്നാണ് പറയുന്നത്? ബാലൻസ്ഡ് ബഡ്ജറ്റ് അല്ലേ? ഇൻ ദ കേസ് ഓഫ് ഡെഫിസിറ്റ് ബഡ്ജറ്റ് ഡെഫിസിറ്റ് ആണെന്ന് പറയുന്നുണ്ട്. ഓക്കെ. വെൻ ദ ഡെഫിസിറ്റ് ആർ കവേർഡ് ത്രൂ ടാക്സ്, കവർ ചെയ്യണം. അപ്പോൾ അത് എന്താക്കണം? ബാലൻസ്ഡ് ബഡ്ജറ്റ്. എപ്പോഴും ബഡ്ജറ്റ് ബാലൻസ്ഡ് ബഡ്ജറ്റായിട്ട് പോവാണ് രാജ്യത്ത് നല്ലത് അല്ലേ? ഡെഫിസിറ്റോ സർപ്ലസോ വരാൻ പാടില്ല. അതാണ് അൺബാലൻസ്ഡ് ബഡ്ജറ്റ് എന്നറിയപ്പെടുന്നത്. ഓക്കെ. യെസ്. ഇത് പാടാണെങ്കിൽ ഒരു മൂന്നാമത്തെ പാടുള്ള ക്വസ്റ്റ്യൻ എന്നുള്ള രീതിയിൽ അവർ കിടക്കട്ടെ. ദെൻ ഗിഫൺ പാരഡോക്സ്, ഇതൊന്ന് പഠിച്ചിട്ട് പൊക്കോ. ഗിഫൺ പാരഡോക്സ്, വെൻ ഇൻകം എഫക്റ്റ് ഈസ്, ഇത് ഞാൻ കുറേ തപ്പിയ ക്വസ്റ്റ്യനാണ്, ഒരുപാട് സ്ഥലത്ത് തപ്പിയ ക്വസ്റ്റ്യനാണ്, പക്ഷെ എനിക്ക് കിട്ടിയില്ല. ഇതേ കിടക്കണം MTPയിൽ കൊണ്ടുവന്നിട്ട് അത് IC അങ്ങ് ഇട്ടിട്ടുണ്ട്. ഒരുപാട് സ്ഥലത്ത് ഞാൻ പഴയ കുറേ ക്വസ്റ്റ്യൻസ് ഒക്കെ എടുത്ത് നോക്കി, പക്ഷെ അവിടെ ഒന്നും എനിക്ക് കണ്ടുപിടിക്കാൻ പറ്റാത്തൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. എന്തോ ദൈവാദിനെ നമുക്ക് കിട്ടി. 55 മക്കളെ നന്നായിട്ട് പഠിച്ചിട്ട് പൊക്കോ, കാണാതെയാണെങ്കിലും പഠിച്ചിട്ട് പൊക്കോ. ഗിഫൺ പാരഡോക്സ് എപ്പോഴാണ് ഒക്കോർ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൻസർ ഇൻകം എഫക്റ്റ് ഈസ് നെഗറ്റീവ്. ഇൻകം എഫക്റ്റ് നെഗറ്റീവ് ആൻഡ് ഈസ് ഗ്രേറ്റർ ദാൻ സബ്സ്റ്റിറ്റ്യൂഷൻ എഫക്റ്റ്. നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ, ഇൻകം എഫക്റ്റ് ഗ്രേറ്റർ ദാൻ സബ്സ്റ്റിറ്റ്യൂഷൻ എഫക്റ്റ് ദെൻ നെഗറ്റീവ്. ഇപ്പോഴാണ് ഗിഫൺ പാരഡോക്സ് എന്ന് പറഞ്ഞൊരു കലാപരിപാടി ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് പഠിക്കാനില്ല ഗിഫൺ പാരഡോക്സ്. പക്ഷെ എനിക്ക് തോന്നുന്നു എൻ്റെ അഡീഷണൽ നോട്ട് എഴുതിയ നോട്ടിലുണ്ടോ എന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഇനി അഥവാ അത് അവിടെ ഇല്ലെങ്കിൽ തന്നെ ഈ സാധനം നിങ്ങൾ എന്ത് ചെയ്തോളാം, ഒന്ന് ബൈ ഹാർട്ട് അടിച്ചാൽ മതി. ഇത് വലിയ കാര്യമുള്ള കാര്യമൊന്നുമില്ല. ഇൻകം എഫക്റ്റ്, സബ്സ്റ്റിറ്റ്യൂഷൻ എഫക്റ്റ്, പ്രൈസ് എഫക്റ്റ് നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ ഇൻകം എഫക്റ്റ് ഗ്രേറ്റർ ദാൻ സബ്സ്റ്റിറ്റ്യൂഷൻ എഫക്റ്റ് എന്ന് ഓർത്ത് വയ്ക്കുക. ഇൻകം എഫക്റ്റ് നെഗറ്റീവ് ആണ്, ഗ്രേറ്റർ ദാൻ ആയിരിക്കും സബ്സ്റ്റിറ്റ്യൂഷൻ എഫക്റ്റ് എന്ന് ഓർത്ത് വെച്ചാൽ മതി. ഓക്കെ. ദെൻ പബ്ലിക് ഗുഡ് ഈസ് ക്യാരക്ടറൈസ്ഡ് ബൈ. പബ്ലിക് ഗുഡുമായി ബന്ധപ്പെട്ടൊരു ക്വസ്റ്റ്യൻ ആണ്. ഈ പബ്ലിക് ഗുഡുമായി ബന്ധപ്പെട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം കളക്റ്റീവ് കൺസംഷൻ ആണ്, നമുക്കറിയാവുന്നൊരു കാര്യമാണ്. ഡിവിസിബിലിറ്റി അല്ലല്ലോ മക്കളെ, ഇൻഡിവിസിബിലിറ്റി ആണ്. ദെൻ നോൺ എക്സ്ക്ലൂഷൻ, അതും കറക്റ്റാണ്. റൈവലാണ് അല്ലല്ല, നോൺ റൈവലാണ്. അപ്പോൾ ഏതൊക്കെ വരും? 1ഉം 3ഉം തേടാ ഇവിടെ ഉണ്ട് ആൻസർ 1ഉം 3ഉം. ഓക്കെ. യെസ്. ദെൻ 53ലേക്ക് പോവാണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് യൂസ്ഡ് ടു മെഷർ ഇൻഫ്ലേഷൻ? നോട്ടാണ് ക്വസ്റ്റ്യൻ. ഇൻഫ്ലേഷനായി ബന്ധപ്പെട്ട് യൂസ് ചെയ്യാൻ പറ്റാത്ത ഏതാണ് മക്കളെ? ഹോൾസെയിൽ പ്രൈസ് ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ മെഷർ ദ ആവറേജ് ചേഞ്ച് ഇൻ പ്രൈസ് ഓഫ് ഗുഡ്സ് അറ്റ് ദ ഹോൾസെയിൽ ലെവൽ. ഹോൾസെയിൽ ലെവലിൽ വെച്ചുകൊണ്ടുള്ള പ്രൈസിൻ്റെ ചേഞ്ച് മെഷർ ചെയ്യാണ്. കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് നമുക്കറിയാം, അതും പ്രൈസിൻ്റെ ചേഞ്ച് മെഷർ ചെയ്യുന്നതാണ്. പർച്ചേസിംഗ് പവർ പാരിറ്റി, ഇതൊക്കെ ഞങ്ങൾ ഡിഗ്രിക്ക് പഠിച്ചതാണ് മക്കളെ. ഈ പർച്ചേസിംഗ് പവർ പാരിറ്റി തിയറി ഇതെന്തിനാണ് നിങ്ങൾക്ക് കൊണ്ടുപോയി ഇട്ടേക്കണേന്ന് പോലും നമുക്ക് മനസ്സിലാവുന്നില്ല. എന്തിനാ നിങ്ങളോട് ഇങ്ങനെ ഒരു ചതി? ദെൻ GDP ഡിഫ്ലേറ്റർ, നമ്മൾ പ്രൈസിൻ്റെ ചേഞ്ച്, ആവറേജ് ചേഞ്ച് ഇൻ പ്രൈസ് അല്ലേ മെഷർ ചെയ്യുന്നതല്ലേ? അതെ, ഇതൊക്കെ ഇൻഫ്ലേഷനാണ്. ഇൻഫ്ലേഷൻ എന്ന് പറഞ്ഞാൽ പ്രൈസ് കൂടുന്നതാണല്ലോ മക്കളെ. അപ്പോൾ പ്രൈസിൻ്റെ ചേഞ്ച് എന്ന് പറഞ്ഞാൽ പ്രൈസ് കൂടുന്നതും കുറയുന്നു. ഇപ്പോൾ ഇവിടെ പ്രൈസ് കൂടുവാണ്, ചേഞ്ച് എന്ന് പറഞ്ഞാൽ പ്രൈസ് കൂടുന്നതും വിടും. അപ്പോൾ ഇതിൻ്റെ ആൻസർ പർച്ചേസിംഗ് പവർ പാരിറ്റിയാണ്. നോട്ടല്ലേ? ഇൻഫ്ലേഷൻ യൂസ് ചെയ്യാൻ അല്ലെങ്കിൽ മെഷർ ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കാത്തൊരു സാധനമാണല്ലോ. ഇത് മക്കൾക്ക് തെറ്റുവാണെങ്കിൽ ഇതേ കിടക്കണം. 4ാമത്തെ ക്വസ്റ്റ്യൻ. നമുക്ക് 53 ഡിസ്കസ് ചെയ്തപ്പോൾ 4 ക്വസ്റ്റ്യൻസ് ആണ് പാടായത്. യെസ്. അഡ്വേഴ്സ് സെലക്ഷൻ
എറൈസേഴ്സ് ബിക്കോസ് ലാക്ക് ഓഫ് ഇൻഫർമേഷൻ ഉണ്ട്, അത് ശരിയാണ്. റോങ് ഇൻഫർമേഷൻ ഉണ്ട്, അതും ശരിയാണ്. അൺസർട്ടനിറ്റി ഓഫ് ഫ്യൂച്ചർ, അത് തെറ്റാണ്. പക്ഷേ ഇതിനേക്കാളും ഒക്കെ ഉപരിയായിട്ട് നമ്മൾ പഠിച്ചൊരു ടേം അവിടെ കിടക്കുന്നുണ്ട്, അസിമെട്രിക് ഇൻഫർമേഷൻ. അസിമെട്രിക് ഇൻഫർമേഷനെയാണ് അഡ്വേഴ്സ് സെലക്ഷനിൽ നിന്ന് എറൈസ് ചെയ്യുന്ന, അസിമെട്രിക് ഇൻഫർമേഷനിൽ നിന്നാണ് അഡ്വേഴ്സ് സെലക്ഷൻ എറൈസ് ചെയ്യുന്നതെന്ന് ഓർത്തു വയ്ക്കുക. നമ്മുടെ കാലിക്കറ്റ് ഫസ്റ്റ് ബാച്ചിലെ കുട്ടികളെ നിങ്ങളുടെ ഗ്രൂപ്പിൽ നോക്കുക, നമ്മുടെ അമ്പാൻ ഷെയർ ചെയ്തൊരു നോട്ടുണ്ട്. അമ്പാൻ ഷെയർ ചെയ്ത് ക്ലാസ്സിൽ ഫോട്ടോ എടുത്ത് ഷെയർ ചെയ്തൊരു നോട്ടിൽ ഈ സാധനം കിടക്കുന്നുണ്ട്. ഓക്കെ, അഡ്വേഴ്സ് സെലക്ഷൻ്റെ കാരണം അസിമെട്രിക് ഇൻഫർമേഷൻ ആണ്. കോഴിക്കോട് കുട്ടികൾക്കൊക്കെ, എറണാകുളം കുട്ടികളെ, നമ്മുടെ പിള്ളേരെ ഈ സാധനം ഒന്ന് ഓർത്ത് വെച്ച് നമ്മൾ അസിമെട്രിക് ഇൻഫർമേഷനും അഡ്വേഴ്സ് സെലക്ഷനും പഠിച്ചാണ് ഇൻഷുറൻസ് മാർക്കറ്റുമായിട്ട് ബന്ധപ്പെട്ട്. അപ്പോൾ ഈ അസിമെട്രിക് ഇൻഫർമേഷൻ ആണ് എന്തിലേക്ക് ലീഡ് ചെയ്യുന്നത്, അഡ്വേഴ്സ് സെലക്ഷനിലേക്ക് ലീഡ് ചെയ്യുന്നതെന്നോ ഓർത്ത് വെച്ചോളൂ കേട്ടോ. ദെൻ ഈവൺ അറ്റ് ഫിക്സഡ് ആവറേജ് കോസ്റ്റ് കണ്ടിന്യൂസ് ടു ഫാൾ, ആവറേജ് വേരിയബിൾ കോസ്റ്റ് ബിഗാൻ ടു റൈസ്. ദ AFC, the AVC, the question. Then returns to factor start rising, അല്ല, returns to factor rising അല്ല, തെറ്റ്. ഇൻപുട്ട് പ്രൈസ് സ്റ്റാർട്ട് റൈസിങ്, തെറ്റ്. പ്രൊഡ്യൂസർ ബഡ്ജറ്റ് സ്റ്റാർട്ട് ഷ്രിങ്കിങ്, തെറ്റ്. നോക്കി, റിട്ടേൺസ് കുറഞ്ഞു, ശരിയല്ലേ? കാരണം കോസ്റ്റ് കൂടുമല്ലേ, കോസ്റ്റ് കൂടുക, AVC കൂടാൻ തുടങ്ങി. ഈ സാധനം ത്രൂ ഔട്ട് കുറയുവാണല്ലോ മക്കളെ. അപ്പോൾ ഇവിടെയാണെങ്കിലും ഇതിന് ഒരേ നേച്ചറാണ്, ഇതെപ്പോഴും ത്രൂ ഔട്ട് കുറയുക AFC. പക്ഷേ AVC കൂടാൻ തുടങ്ങിയില്ലേ, ആവറേജ് വേരിയബിൾ കോസ്റ്റ് കൂടി. കോസ്റ്റ് കൂടി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം റിട്ടേൺ കുറഞ്ഞു എന്നല്ലേ? കോസ്റ്റ് കൂടി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം റിട്ടേൺ കുറഞ്ഞു എന്നാണ്. ഓക്കെ ആണല്ലോ, ആൻസർ എ. ദെൻ high growth of which industry provide a positive signal for industrial growth in future? എൻ്റെ പൊന്നുമക്കളെ, ബിസിനസ് സൈക്കിളിൽ നിന്നാണ് ക്വസ്റ്റ്യൻ. ആ ബിസിനസ് സൈക്കിളിൽ നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ പഠിച്ചാലേ. അത് ഹൈ ഗ്രോത്ത് ഓഫ് വിച്ച് ഇൻഡസ്ട്രി മീൻസ് ബിസിനസ് സൈക്കിൾ ഇത് പഠിച്ചു എന്നാണ് പറയുന്നത് കേട്ടോ. ഹൈ ഗ്രോത്ത് ഓഫ് വിച്ച് ഇൻഡസ്ട്രി പ്രൊവൈഡ് എ പോസിറ്റീവ് സിഗ്നൽ ഫോർ ഇൻഡസ്ട്രിയൽ ഗ്രോത്ത്. ബേസിക് ഗുഡ് ഇൻഡസ്ട്രി അല്ല, ഡ്യൂറബിൾ കൺസ്യൂമർ ഗുഡ് ഇൻഡസ്ട്രീസ് അല്ല, ഇന്റർമീഡിയറ്റ് അല്ല, ക്യാപിറ്റൽ ഗുഡ്. ഈ ക്യാപിറ്റൽ ഗുഡ് ഇൻഡസ്ട്രീസ് രാജ്യത്ത് മാസായാലാണ് അത് ഇൻഡസ്ട്രിയൽ ഗ്രോത്ത് അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ ഗ്രോത്തിലേക്ക് പോലും ലീഡ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ മാർജിനൽ റിക്വയർമെൻറ്റ് സ്പെസിഫൈഡ് അണ്ടർ ഇൻസ്ട്രുമെൻറ്റ്സ് ഓഫ് മോണിറ്ററി പോളിസി. മക്കളെ, റിസർവ് റേഷ്യോ, സ്റ്റാറ്റ്യൂട്ടറി, ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ, ഇതൊക്കെ ക്വാണ്ടിറ്റേറ്റീവ് ഇൻസ്ട്രുമെൻറ്റ്സ്, അത് 3 പക്ഷേ ക്വാളിറ്റേറ്റീവിൽ വരുന്നതാണ് ഈ മാർജിനൽ റിക്വയർമെൻറ്റ്. അപ്പോൾ അതിൽ വരുന്നതാണ് സെലക്റ്റീവ് ക്രെഡിറ്റ് കൺട്രോൾ. അതിൻ്റെ അണ്ടറിൽ തന്നെ വരുന്നതല്ലേ സെലക്റ്റീവ് ക്രെഡിറ്റ് കൺട്രോൾ. അപ്പോൾ ഇതിൻ്റെ ആൻസർ സെലക്റ്റീവ് ക്രെഡിറ്റ് കൺട്രോൾ ആണ്. കാരണം ബാക്കി 3 ക്വാണ്ടിറ്റേറ്റീവ് മെഷേഴ്സ് ആണ്. പക്ഷേ മാർജിനൽ റിക്വയർമെൻറ്റ് എന്ന് പറയുന്നത് ക്വാളിറ്റേറ്റീവ് മെഷറാണ്. സെലക്റ്റീവ് ക്രെഡിറ്റ് കൺട്രോൾ ആണ് ഏതായിട്ട് വരുന്നത്, ക്വാളിറ്റേറ്റീവ് മെഷറായിട്ട് വരുന്നത്. അങ്ങനെ നമുക്കത് പിക്ക് ചെയ്യാം. Then agreement between 2 countries to maintain free trade area. Common external tariff കോമൺ ആണ്. കോമൺ ആയിട്ട് എല്ലാവരെയും ട്രീറ്റ് ചെയ്യണം. ഇത് നമ്മൾ പഠിച്ച എവിടെയാ? കോമൺ ആയിട്ട് എക്സ്റ്റേണൽ മറ്റു രാജ്യങ്ങൾ ട്രീറ്റ് ചെയ്യണം. അതായത് ട്രേഡിംഗ് ബ്ലോക്കിലും പിന്നെ കോമൺ വന്ന എവിടെയാ? ഫ്രീ ട്രേഡിലല്ല, അത് ഇൻഡിപെൻഡൻ്റ് അല്ലേ. ട്രേഡിംഗ് ബ്ലോക്ക് കസ്റ്റംസ് അല്ല, കോമൺ ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നത് കസ്റ്റംസ് യൂണിയൻ. യെസ്, കസ്റ്റംസ് ഈ 2 സ്ഥലത്താണ്. ദെൻ പിന്നെ പറയാണ് യൂണിഫിക്കേഷനോ. അപ്പോൾ അത്രയും വായിച്ച് കഴിഞ്ഞാൽ ആൻസർ കുത്തുമ്പോൾ നമ്മുടെ ആൻസർ തെറ്റി. എന്നിട്ട് നോക്ക്, യൂണിഫിക്കേഷൻ ഇൻ ഗവൺമെൻറ് പോളിസീസ് ആൻഡ് മോണിറ്ററി പോളിസി. കണ്ടോ, ഒരേപോലത്തെ യൂണിഫിക്കേഷൻ മീൻസ് ഒരേപോലത്തെ ഫിസിക്കൽ പോളിസിയാണ്, മോണിറ്ററി പോളിസിയാണ് അവിടെ. അപ്പോൾ ഇതല്ലല്ലോ ആൻസർ. തെറ്റ് കണ്ട അങ്ങോട്ട് പോവും. നമ്മൾ ഇത്രയും വായിച്ച് കഴിയുമ്പോഴത്തേക്കും ഓടിപ്പോയി ആൻസർ കുത്തും. അവിടെ എന്ത് കിടക്കണമുണ്ട്? ബ്ലോക്കില്ല, പക്ഷെ കസ്റ്റംസ് യൂണിയൻ കിടക്കണമുണ്ട്, ഓടിപ്പോയി കുത്തും. അത് കഴിഞ്ഞിട്ടാണ് ക്വസ്റ്റ്യൻ കിടക്കണേ. യൂണിഫിക്കേഷൻ ഓഫ് ഗവൺമെൻറ് പോളിസി, അവിടുത്തെ പോളിസീസ്, ഗവൺമെൻറ്റിൻ്റെ പോളിസി, അവരുപയോഗിക്കുന്ന കറൻസീസും എന്താണ്, സെയിം ആണെന്ന് നമ്മൾ പഠിപ്പിച്ചിട്ടില്ലേ? അതേതാ മക്കളെ? ഇക്കണോമിക് യൂണിയൻ അല്ലേ? ഇക്കണോമിക് യൂണിയൻ ആണ്. സെറ്റ്.
Then fiscal policy relates the government decision in respect of tax. ഗവൺമെന്റ് ഏതുമായിട്ടുള്ള ബന്ധപ്പെട്ട ഡിസിഷൻസ് എടുക്കാറ്? ടാക്സേഷൻ വരും, ഗവൺമെന്റ് സ്പെൻഡിങ്സ് വരും, പിന്നെ ഏതാ വരാറ്? ഗവൺമെന്റ് ബോറോയിങ്സ് വരും, പബ്ലിക് ഡെപ്റ്റ് വരും. എല്ലാം ഗവൺമെന്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളല്ലേ, നമ്മൾ പഠിച്ചേക്കണല്ലേ? ഓൾ ഓഫ് ദി അബവ്, കൂടുതൽ അവിടെ പറയേണ്ട ആവശ്യമില്ലല്ലോ. ദെൻ വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ ഇൻ ട്രേഡ് റിഫോംസ്. ട്രേഡ് റിഫോംസിലേക്ക് ലീഡ് ചെയ്ത ഫാക്ടർ ഏതാണ്? ഇൻക്രീസ് എക്സ്പോർട്ട് ഡ്യൂട്ടി അല്ല, കുറയ്ക്കണമെന്നാണ് പറഞ്ഞത്. ഓക്കെ, കീപ് എക്സ്പോർട്ട് ഡ്യൂട്ടീസ് കോൺസ്റ്റന്റ് അല്ല, കീപ് ഇമ്പോർട്ട് ഡ്യൂട്ടീസ് കോൺസ്റ്റന്റ് അല്ല. ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ ഇസ് ട്രേഡ് റിഫോം ഈസ് ടു റെഡ്യൂസ് ഇമ്പോർട്ട് ഡ്യൂട്ടി. ഇമ്പോർട്ട് ഡ്യൂട്ടി കുറയ്ക്ക്, എക്സ്പോർട്ട് ഡ്യൂട്ടീസും കുറയ്ക്ക് എന്നാണ് പറഞ്ഞത് അല്ലേ? നമ്മൾ കറക്റ്റായിട്ട് എഴുതി വെച്ചിട്ടുണ്ട് അല്ലേ? യെസ്. ദെൻ സൈക്കോളജിക്കൽ ലോ ഓഫ് കൺസംഷൻ. എപ്പോഴും പിഗൂടെ കൂട്ടത്തിലേക്ക് പോകാൻ ചാൻസ് ഇല്ലേ? കണ്ടോ, പിഗോഡ് ഓപ്ഷനിൽ കിടക്കണുണ്ടോ? സൈക്കോളജിക്കൽ ലോ ഓഫ് പിഗു ആരാ? സൈക്കോളജിക്കൽ ഫാക്ടർ. സൈക്കോളജിക്കൽ ഫാക്ടറാണ് ആര് പറഞ്ഞത്? പിഗു പറഞ്ഞത്. പെസിമിസം ആൻഡ് ഒപ്റ്റിമിസം. സൈക്കോളജിക്കൽ ലോ ഓഫ് കൺസംഷൻ ആരുടെയാ? കെയ്ൻസ് ആണ്. ഓർക്കണ്ടോ മക്കള്? ദാ ഇവിടെ ഇൻകം y1, ഇത് y2, ഇത് c1, ഇത് c2. വെൻ ഇൻകം അല്ല സോറി, ഇത് y1, ഇത് y2, ഇത് c1, ഇത് c2. വെൻ ഇൻകം ഇൻക്രീസസ് കൺസംഷൻ ഓൾസോ ഇൻക്രീസസ് ബട്ട് ലെസ് ദാൻ ഇൻക്രീസ് ഇൻ ഇൻകം എന്ന് പഠിപ്പിച്ച് ഓർക്കണ്ടോ? ഇൻകം കൂടും, ഇൻകം കൂടിയാൽ കൺസംഷൻ കൂടും, പക്ഷെ ആ കൂടുന്ന കൺസംഷൻ കൂടിയ ഇൻകത്തിനേക്കാളും കുറവായിരിക്കും എന്ന് പറയുന്ന ലോയാണ് സൈക്കോളജിക്കൽ ലോ ഓഫ് കൺസംഷൻ എന്ന് പറയുന്നത്. ദെൻ ദ എക്സ്പാൻഷൻ ഓഫ് ദ ഗവൺമെന്റ് ഡെപ്റ്റ് could result. ഗവൺമെന്റ് ഡെപ്റ്റ്, ദ എക്സ്പാൻഷൻ ഓഫ് ഗവൺമെന്റ് ഡെപ്റ്റ് എന്തിലേക്ക് ലീഡ് ചെയ്യുന്നല്ലേ? ഡിക്ലൈൻ സേവിങ്സ് കുറയും. ശരിയല്ലേ മക്കളെ? ഗവൺമെന്റ് ഡെപ്റ്റ് ചെയ്യല്ലേ, അപ്പോൾ സേവിങ്സ് കുറയും, ഇൻട്രസ്റ്റ് കൂടും. കാരണം ഗവൺമെന്റ് എന്ത് ചെയ്യും? ഡെപ്റ്റ് എടുത്തു കഴിഞ്ഞാൽ രാജ്യത്തെ ഇൻട്രസ്റ്റ് റേറ്റ് കൂടും. ദെൻ ഡിക്ലൈൻ ഇൻവെസ്റ്റ്മെന്റ്, പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ കുറയില്ലേ? കുറയാൻ ചാൻസ് ഇല്ലേ? കുറയും. ക്രൗഡിങ് ഔട്ട് നടക്കില്ലേ? ദെൻ ഓൾ ഓഫ് ദി എബോ. ഗവൺമെന്റ് ഡെപ്റ്റ് എടുക്കും അല്ലേ, ഇപ്പൊ രാജ്യത്ത് വരാനിരിക്കുന്ന ഇൻവെസ്റ്റ്മെന്റ് കുറയും, ഇൻട്രസ്റ്റ് റേറ്റ് കൂടും, സേവിങ്സ് കുറയും. യെസ്. ദെൻ സൂപ്പർ, പമ്പ് പ്രൈമിങ് കണ്ടോ? പമ്പ് പ്രൈമിങ് ഷുഡ് ബി റിസോർട്ടഡ് ടു ദ ടൈം ഓഫ്. ഏത് ടൈമിലായിരിക്കും പമ്പ് പ്രൈമിങ് എടുക്കുക? പമ്പ് പ്രൈമിംഗ് എന്ന് വെച്ചാൽ എന്താ? സപ്പോർട്ട് പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെന്റ് അല്ലേ? ഇപ്പൊ പ്രൈവറ്റുകാരെ നമ്മൾ എന്തിനാ സപ്പോർട്ട് ചെയ്യുന്നത്? ഏത് സമയത്ത് വന്നാൽ സപ്പോർട്ട് ചെയ്യണ്ടേ? ഡിഫ്ലേഷന്റെ സമയത്തല്ലേ അവരെ സപ്പോർട്ട് ചെയ്യണ്ടേ? ഇപ്പൊ പമ്പ് പ്രൈമിങ് ഡിഫ്ലേഷന്റെ സമയത്താണ്. Then the main thrust of new industrial policy to invite greater participation. എന്തായിരുന്നു? ആരുടെ പാർട്ടിസിപ്പേഷൻ കൂട്ടണം? പ്രൈവറ്റ് സെക്ടറിന്റെ പാർട്ടിസിപ്പേഷൻ കൂട്ടണം. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ വേരിയബിൾ ഇൻഡെക്സ് ഓഫ് ലീഡിംഗ് ഇൻഡിക്കേറ്റർ? ലീഡിംഗ് ഇൻഡിക്കേറ്റർ അല്ലാത്ത ഏത്? പ്രൈം റേറ്റ്. കാരണം പ്രൈം റേറ്റ് കൺകറന്റ് ആണ്. കൺകറന്റ്. ന്യൂ ഓർഡർ ഫോർ കൺസ്യൂമർ ഗുഡ്, ന്യൂ ഓർഡർ ഫോർ ബിൽഡിംഗ് പെർമിറ്റ് കിട്ടുന്നത്, ഇതൊക്കെ ഏതാണ് മക്കളെ? ലീഡിംഗ് ആണ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ പ്രൈം റേറ്റ്. യെസ്, സൂപ്പർ. ദ കിങ്ങർ ഡിമാൻഡ് ഹൈപ്പോത്തിസിസ് ഈസ് ഡിസൈൻഡ് ടു എക്സ്പ്ലെയിൻ ദ കോണ്ടെക്സ്റ്റ് ഓഫ്. എന്ത് എക്സ്പ്ലെയിൻ ചെയ്യാനാ? പ്രൈസ് റിജിഡിറ്റി. പ്രൈസ് റിജിഡിറ്റി എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി മാത്രം ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒരു കോൺസെപ്റ്റാണ് ഏത്? കിങ്ങർ ഡിമാൻഡ് കർവ്. ദെൻ ഫുൾ കപ്പാസിറ്റി ഈസ് യൂട്ടിലൈസ്ഡ് ഓൺലി. അതായത് ഫുൾ കപ്പാസിറ്റി ഫുള്ള് യൂട്ടിലൈസ് ചെയ്യുന്ന എവിടെയാണെന്ന് ചോദിച്ചത്. നോക്കി ഇവിടെ കണ്ടോ, ഇവിടെ ഫുൾ കപ്പാസിറ്റി ഇനി ഇല്ല, കപ്പാസിറ്റി ഇല്ല. കാരണം എ സി കർവിൻ്റെ മിനിമത്തിൽ എന്ത് ചെയ്തു? പ്രൊഡക്ഷൻ നടത്തിയേക്കുക. എ സി കർവിൻ്റെ മിനിമത്തിൽ ഇങ്ങനെ പ്രൊഡക്ഷൻ നടത്തിയേക്കുക. ബാക്കി എല്ലാത്തിലും എന്ത് ചെയ്യും? നിങ്ങൾക്ക് ഒരിക്കലും എ സി കർവിനെ മിനിമം ടച്ച് ചെയ്യിപ്പിക്കാൻ പറ്റില്ല. അതിപ്പോൾ മുകളിലായാലും താഴെ ആയാലും ടച്ച് ചെയ്താലും എവിടെയായാലും മിനിമം ടച്ച് ചെയ്യില്ല. ഇപ്പോൾ ഫുൾ കപ്പാസിറ്റി ഫുള്ള് യൂട്ടിലൈസ് ചെയ്യുന്ന എവിടെയാണ് മക്കളെ? ഈ ഡയഗ്രാം പെർഫെക്റ്റ് കോമ്പറ്റീഷൻ്റെ അല്ലേ? അപ്പോൾ പെർഫെക്റ്റ് കോമ്പറ്റീഷനിലാണ് ഫുൾ കപ്പാസിറ്റി മൊത്തത്തിൽ യൂസ് ചെയ്യുന്നത്. യെസ്, അടിപൊളി. In the long run equilibrium, the pure monopolist can make pure profit because blocked entry. അതായത് ലോങ് റൺ അല്ലേ? ലോങ് റണ്ണിൽ മൊണോപ്പൊളിയിൽ മാത്രം എന്തുണ്ട്? പ്രോഫിറ്റ് ഉണ്ട്. കാരണം നമ്മൾ പഠിച്ചത് അവിടെ എന്തില്ല? ഫ്രീഡം ഓഫ് എൻട്രി ഇല്ലല്ലോ, കോമ്പറ്റീറ്റേഴ്സ് വരുന്നില്ലല്ലോ. കോമ്പറ്റീറ്റേഴ്സ് വരാത്തത് കൊണ്ടല്ലേ മക്കളെ പുള്ളിക്ക് എന്ത് കിട്ടുന്നേ? പ്രോഫിറ്റ് കിട്ടുന്നത്. നല്ല പ്രോഫിറ്റ് ഏൺ ചെയ്യാൻ പറ്റുന്നത് എന്തുകൊണ്ടാ? അവിടെ ആര് വരുന്നില്ല? ഫ്രീഡം ഓഫ് എൻട്രി ഇല്ല. ഇപ്പോൾ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ. ദെൻ ദ സ്ട്രക്ചർ ഓഫ് കോൾഡ് ഡ്രിങ്ക്സ്.
അല്ലേ? കോൾഡ് ഡ്രിങ്ക്സ് ഏതായിട്ട് നമ്മൾ പഠിച്ചാണ്? ഒളിഗോപ്പൊളി അല്ലേ? ഇവിടെ 37 ICയുടെ ആൻസർ ബി ആണ്, മൊണോപ്പൊളിസ്റ്റിക്. അതായത് മൊണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷൻ അല്ല, ഒളിഗോപ്പൊളിസ്റ്റ് ആണ് കേട്ടോ. ഒളിഗോപ്പൊളി കോൾഡ് ഡ്രിങ്ക് ഇൻഡസ്ട്രി ഇൻ ഇന്ത്യ, അത് ഒളിഗോപ്പൊളിയാണ്. ദെൻ റാഷണൽ പേഴ്സൺ, ഒരു റാഷണൽ പേഴ്സൺ ഡസ് നോട്ട് ആക്ട് അൺലെസ്. എന്താണ് ഒരു റാഷണൽ പേഴ്സൺ എങ്ങനെ ആക്ട്? നമുക്കറിയാം റാഷണൽ ആരാണെന്നറിയാം. ആക്ഷൻ ഈസ് എത്തിക്കൽ. ദ ആക്ഷൻ പ്രൊഡ്യൂസസ് മാർജിനൽ കോസ്റ്റ് ദാറ്റ് എക്സീഡ് മാർജിനൽ റവന്യൂ. മാർജിനൽ കോസ്റ്റ് എക്സീഡ് മാർജിനൽ ബെനിഫിറ്റ് ഒരിക്കലും പോവില്ല അങ്ങനെ. ദ ആക്ഷൻ മേക്സ് മണി ഫോർ ദ പേഴ്സൺ. മാർജിനൽ ബെനിഫിറ്റ് ദാറ്റ് എക്സീഡ് മാർജിനൽ കോസ്റ്റ്. ഇതല്ലേ നോക്കോളൂ, മാർജിനൽ ബെനഫിറ്റ് എക്സീഡ് മാർജിനൽ കോസ്റ്റ്, അതല്ലേ മക്കളെ? അല്ലേ? യെസ്. ദെൻ ഈ ക്വസ്റ്റ്യൻ ഇപ്പൊ തന്നെ നിങ്ങൾ നോക്കണം, ഈ ക്വസ്റ്റ്യൻ എത്ര ക്വസ്റ്റ്യൻ ആണ് നമുക്ക് ആ ഭാഗത്തു നിന്ന് വന്നതെന്ന് നോക്കാം. ഈ ചാപ്റ്ററിൽ നിന്ന് എടുത്തോ പഠിച്ചോ എന്ന് പറഞ്ഞ മറ്റേ ഇഷ്ടം പോലെ ക്വസ്റ്റ്യൻസ് ഉണ്ട് കേട്ടോ. ഡൗട്ട്, ഇപ്പൊ റാഷണൽ പേഴ്സൺ ഡസ് നോട്ട് ആക്ട് ഇങ്ങനെ അല്ലാതെ മാർജിനൽ ബെനിഫിറ്റ് ദാറ്റ് എക്സീഡ് മാർജിനൽ കോസ്റ്റ്. എപ്പോഴും എക്കണോമിയിൽ ഓർത്ത് വെക്കേണ്ടത് മാർജിനൽ ബെനിഫിറ്റ് ഈസ് ഈക്വൽ ടു മാർജിനൽ കോസ്റ്റ്. അതായിരിക്കും ഒരു ഇക്വിലിബ്രിയം കണ്ടീഷൻ എന്ന് പറയുന്നത് കേട്ടോ. യെസ്. ദ ഫേം ആൻഡ് ഇൻഡസ്ട്രി ആസ് വൺ ആൻഡ് സെയിം ഇൻ മൊണോപ്പൊളി. എവിടെ മൊണോപ്പൊളി? ഫേം ആൻഡ് ഇൻഡസ്ട്രി ആർ വൺ ആൻഡ് സെയിം ഇൻ മൊണോപ്പൊളി ഉണ്ട്, ഓപ്ഷൻ അവിടെ ഉണ്ട്. 35 അവിടെ ഉണ്ട്. ദെൻ ദ ടൈം എലമെന്റ്. ടൈം എലമെന്റ് ആരാണ്? നമ്മുടെ അത് ടെക്സ്റ്റിലുള്ള ക്വസ്റ്റ്യൻ അല്ലേ, മാർഷാൽ അല്ലേ? ടൈം എലമെന്റ് 34. ഇവിടെ ക്വസ്റ്റ്യൻ 34. യെസ്, ടൈം എലമെന്റ് ഓർത്ത് വയ്ക്കുക. ടെക്സ്റ്റിലെ ക്വസ്റ്റ്യൻസ് അങ്ങനെ തന്നെ പഠിച്ചിട്ടൊന്ന് പോവാ. ദ തേർഡ് സ്റ്റേജ് ഓഫ് പ്രൊഡക്ഷൻ. അപ്പൊ സ്റ്റേജ് ഓഫ് പ്രൊഡക്ഷനിൽ നമ്മൾ ഇത് TP, ഇത് AP, ഇത് MP. ഇപ്പൊ തേർഡ് സ്റ്റേജ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ ഇതല്ലേ. അപ്പൊ ആ തേർഡ് സ്റ്റേജ് ഓഫ് പ്രൊഡക്ഷൻ മക്കൾ നോക്കുക, എന്താണ് അവിടെ സംഭവിക്കുന്നത്? ദ മാർജിനൽ പ്രൊഡക്റ്റ് കർവ് ലൈസ് കംപ്ലീറ്റ്ലി ബിലോ ദ ആവറേജ് പ്രൊഡക്റ്റ് കർവ്. ശരിയല്ലേ? മാർജിനൽ പ്രൊഡക്റ്റ് കർവ് ഹാസ് പോസിറ്റീവ് സ്ലോപ്പ്, അല്ല ഡൗൺവേർഡ് സ്ലോപ്പ്ഡ് ആണ്. ദ ടോട്ടൽ പ്രൊഡക്റ്റ് ഇൻക്രീസസ് അല്ല ഡിക്രീസസ് ആണ്. പിന്നെ ആൻസർ ഇതല്ലേ, മാർജിനൽ പ്രൊഡക്റ്റ് MP എവിടെയാണ്? കംപ്ലീറ്റ്ലി ബിലോ AP യുടെ താഴെ പോയി MP. ശരിയല്ലേ? ശരിയാണ്. ദെൻ വെർട്ടിക്കൽ സപ്ലൈ കർവ് പാരലൽ ടു Y ആക്സിസ്. ഇങ്ങനെയാണ്. അപ്പോൾ പാരലൽ ടു Y ആക്സിസ് പാരലായിട്ട് വന്നു അല്ലേ? ദെൻ ഇതെന്താണ്? 0 അല്ലേ? 0. ദെൻ ഈ ക്വസ്റ്റ്യൻ ഓർക്കുന്നില്ലേ മക്കളെ? ഇപ്പോൾ ഡെൽറ്റ Q എടുക്കാം. Q ഈസ് ഈക്വൽ ടു 80 to 60 എന്ന് പറയുന്നുണ്ട്. ദെൻ 80 പ്രൈസ് വരുന്നുണ്ട്. പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ഈസ് ഈക്വൽ ടു -4 ആയിട്ട് എടുത്താൽ മതി. ഓക്കെ, ഇൻവേഴ്സ് റിലേഷൻഷിപ്പ് അതാണ് -4 വന്നത്. ദെൻ പ്രൈസ് 4, 80ന്റെ നേരെയുള്ള പ്രൈസ് 4 ആണ് P. ഇവിടെ പ്രൈസ് തന്നിട്ടില്ല. ഇത് നിങ്ങൾക്കറിയാം, ഡെൽറ്റ Q ബൈ ഡെൽറ്റ P ഇൻറ്റു B ബൈ Q. ഡെൽറ്റ Q എത്ര വരും? 20 ബൈ ഡെൽറ്റ P അറിയില്ല, ഇൻറ്റു P 4 ബൈ Q എത്രയാണ്? 80. ഇവിടെ 4 ഈക്വൽ ടു, ദെൻ ഡെൽറ്റ P എങ്ങനെ കണ്ടുപിടിക്കാം? ഡെൽറ്റ P ഈക്വൽ ടു 20/4 ഇൻറ്റു 4/8. എത്ര വരും? ഇതിൻ്റെ ആൻസർ സെയിം സംഭവം എവിടെ ഉണ്ട്? നമ്മുടെ ടെക്സ്റ്റിലില്ലേ? നമ്മുടെ ടെക്സ്റ്റിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് അല്ലേ അവർ തന്നേക്കണേ. എനിക്ക് തോന്നുന്നു ലാസ്റ്റ് നമ്മുടെ ക്ലാസ്സിൽ ഞാൻ ചെയ്യിപ്പിച്ച ക്വസ്റ്റ്യൻ അല്ലേ മക്കളെ? യെസ്, നമ്മൾ ലാസ്റ്റ് ചെയ്യിപ്പിച്ചു. ഇത് 0.25 വരില്ലേ? 0. ഞാൻ ആദ്യം വാല്യൂ ഇട്ടത് മാറിപ്പോയി, അതുകൊണ്ട് വാല്യൂ ഒക്കെ മാറിപ്പോയി. ദെൻ 4 അല്ലേ? അപ്പോൾ ഇവിടെ നോക്കി, ഇത് നമുക്ക് കണ്ടുപിടിക്കേണ്ട എങ്ങനെയാണ്? ക്വാണ്ടിറ്റി കുറയുമല്ലേ ഇത്? അപ്പോൾ ക്വാണ്ടിറ്റി കുറഞ്ഞെങ്കിൽ ഇവിടെ പ്രൈസ് കൂടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഡെൽറ്റ P കിട്ടി, ചേഞ്ച് കിട്ടി. ഇവർ തമ്മിലുള്ള ചേഞ്ച് 0.25 എന്ന് കിട്ടിയില്ലേ? ഇത് ചേഞ്ചാണ് കിട്ടിയേക്കണേ.
ഇത് ആൻസർ എടുക്കല്ലേ 0.25. അപ്പോൾ ഈ 4 ഇവിടെ 80ൻ്റെ നേരെ 4 അപ്പോൾ 60ൻ്റെ നേരെ എത്രയായിരിക്കും? അതിനേക്കാളും കൂടുതൽ ആ 4നോട് 0.25 കൂട്ടിയാൽ മതി, 4.25. കാരണം നമുക്ക് കിട്ടിയത് ഡെൽറ്റ പി ആണല്ലോ, ഡെൽറ്റ പി അല്ലല്ലോ നമ്മളോട് ചോദിച്ചാൽ പ്രൈസ് എത്രയാണെന്നല്ലേ. അപ്പോൾ 4.25. അതെങ്ങനെയാണ് കണ്ടുപിടിച്ചേ? 80ൽ നിന്ന് 60ആയിട്ട് ക്വാണ്ടിറ്റി കുറഞ്ഞു. ക്വാണ്ടിറ്റി കുറയണമെങ്കിൽ പ്രൈസ് എന്ത് ചെയ്തിട്ടുണ്ട്? 4ൽ നിന്ന് കൂടിയിട്ടുണ്ടാവും. അതെങ്ങനെയാണ് കണ്ടുപിടിക്കുക? ചേഞ്ച് നമുക്ക് 0.25 എന്ന് കിട്ടിയില്ലേ? അപ്പോൾ ആ 0.25 4നോട് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടുത്തെ പ്രൈസ് കിട്ടും, 4.25 കിട്ടും. യെസ്. ദെൻ ലേബറിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് തന്നെ. ലേബർ ഈസ് പെരിഷബിൾ ആണ്, ശരിയാണ്. ലേബർ ഈസ് ആക്റ്റീവ് ആണ്, ഓ അടിപൊളിയാണ്. നിങ്ങൾ കണ്ടില്ലേ, ലേബർ ഈസ് ആക്റ്റീവ് ആണ്. ദ ലേബർ ഈസ് മൊബൈൽ ആണ്, ശരിയാണ്. ഓൾ ഓഫ് ദി എബോവ് ആണ് ആൻസർ. ദെൻ എക്സംഷൻസ് ടു ദ ലോ ഓഫ് ഡിമാൻഡ്. ലോ ഓഫ് ഡിമാൻഡിൽ വരാത്ത ഗിഫൺ ഗുഡ് വരില്ല, സ്പെക്കുലേറ്റീവ് ഗുഡ്സ് വരില്ല, കോൺസ്പീഷ്യസ് നെസസറീസ് വരില്ല. ഓൾ ഓഫ് ദി എബോവ്. ഇതിന്റെ ആൻസർ ഓൾ ഓഫ് ദി എബോവ് ആണ്. ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് അതാണ് ഇങ്ങനെ പറഞ്ഞു പറഞ്ഞത് കേട്ടോ. ദെൻ ബഡ്ജറ്റ് ലൈൻ, രണ്ട് ഗുഡ്സിന്റെ പ്രൈസ് കുറഞ്ഞാൽ ബഡ്ജറ്റ് ലൈൻ ഉണ്ടാകുന്ന മാറ്റം എന്താണ്? ഷിഫ്റ്റ് ചെയ്യില്ല, ചെയ്യൂലോ. ന്യൂ ബഡ്ജറ്റ് ലൈൻ മസ്റ്റ് ബി പാരലൽ. ഒരിക്കലും പറയാൻ പറ്റില്ല. മസ്റ്റ് ബി പാരലൽ ആവണം. എങ്ങനെയാ? ഒരെണ്ണം 20 രൂപ, ഒരെണ്ണം 10 രൂപ കുറഞ്ഞെങ്കിൽ മസ്റ്റ് ബി പാരലൽ വരില്ല. ന്യൂ ബഡ്ജറ്റ് ലൈൻ വിൽ ഹാവ് ദ സെയിം സ്ലോപ്പ് ഓഫ് ദ ഒറിജിനൽ സോ ലോങ് ആസ് പ്രൈസ് ഓഫ് ബോത്ത് ഗുഡ് ചേഞ്ച് ഇൻ സെയിം പ്രപ്പോർഷൻ. ഇത് ശരിയാണ്. രണ്ടിൻ്റെയും പ്രൈസ് സെയിം പ്രപ്പോർഷനിലാണ് ചേഞ്ച് ചെയ്യുന്നതെങ്കിൽ ബഡ്ജറ്റ് ലൈനിന്റെ സ്ലോപ്പ് എന്തായിരിക്കും? സെയിം ആയിരിക്കും. അത് ശരിയാണ്. ദെൻ കംഫർട്ട് ലൈസ് ബിറ്റ്വീൻ, പഠിച്ചു വെച്ചോളണം. നെസസറീസ് ആൻഡ് ലക്ഷറി. ഓർക്കുന്നുണ്ടോ വാൺസിന്റെ ക്ലാസിഫിക്കേഷൻ? ദെൻ നെസസറി തന്നെ 3 ഉണ്ട് മക്കളെ. നെസസറി ഫോർ ലൈഫ്, നെസസറി ഫോർ എഫിഷ്യൻസി, നെസസറി കൺവെൻഷണൽ നെസസറി. ഓക്കെ. ദെൻ ഇൻഡിഫറൻസ് കർവ് അനാലിസിസ് സുപ്പീരിയർ ടു യൂട്ടിലിറ്റി അനാലിസിസ്. ഓക്കെ. അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ ഇറ്റ് ഡിസ്പെൻസ് വിത്ത് അസംഷൻ ഓഫ് മെഷറബിലിറ്റി ഓഫ് യൂട്ടിലിറ്റി. യെസ്, യൂട്ടിലിറ്റി റാങ്ക് ചെയ്യാമെന്ന് പറയുന്നുണ്ട്, ശരിയല്ലേ? ദെൻ ഇറ്റ് സ്റ്റഡീസ് മോർ ദാൻ വൺ കമ്മോഡിറ്റി, ശരിയല്ലേ? ആ രണ്ട് സൈഡിൽ 2 ഗുഡ്സ് അല്ലേ? ദെൻ ഇറ്റ് സെഗ്രിഗേറ്റ് ഇൻകം എഫക്റ്റ് ഫ്രം സബ്സ്റ്റിറ്റ്യൂഷൻ എഫക്റ്റ്. ഇതും ശരിയാണ് കേട്ടോ. ദെൻ ഇറ്റ് ഡിസ്പെൻസ് വിത്ത് ദ അസംഷൻ ഓഫ് മെഷറബിലിറ്റി ഓഫ് യൂട്ടിലിറ്റി. റാങ്ക് ചെയ്യാൻ പറ്റും യൂട്ടിലിറ്റി. ഓക്കെ. അപ്പോൾ റാങ്ക് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞാൽ എന്തെന്നല്ല, ന്യൂമറിക്കലി അല്ല. അപ്പോൾ ഓൾ ഓഫ് ദി എബോവ്. ആൻസർ ഓൾ ഓഫ് ദി എബോവ്. ദെൻ when two goods are complementary to each other, the cross elasticity negative. Complementary അല്ലേ? നെഗറ്റീവ് 25 നെഗറ്റീവ്. ദെൻ അൺലിമിറ്റഡ് എൻഡ്, അതായത് അൺലിമിറ്റഡ് വൺസും ലിമിറ്റഡ് മീൻസ് ടുഗദർ പ്രസന്റ് ദ പ്രോബ്ലം ഓഫ് ചോയ്സ് ആണ്. ചോയ്സ് എന്താ സാധനം ഇല്ലല്ലോ, അങ്ങനെയാണ് ആ പ്രോബ്ലം വരുന്നത്. വാട്ട് ടു പ്രൊഡ്യൂസ്, ഹൗ ടു പ്രൊഡ്യൂസ്, ഹും ടു പ്രൊഡ്യൂസ് എന്ന് പറയുന്നൊരു പ്രോബ്ലം വരുന്നത്. ഓക്കെ. ഇൻ ദ ഫ്രീ മാർക്കറ്റ് എക്കണോമി അലോക്കേഷൻ ഓഫ് റിസോഴ്സസ് ഈസ് ഡിറ്റർമൈൻഡ് ബൈ, ആരായിരിക്കും? വോട്ടിംഗ് ഡൺ ബൈ കൺസ്യൂമർ, സെൻട്രൽ പ്ലാനിംഗ് അതോറിറ്റി അല്ല, കൺസ്യൂമർ പ്രിഫറൻസ് അല്ല, ദ ലെവൽ ഓഫ് പ്രോഫിറ്റ് ഓഫ് ദ ഫേം അല്ല. എന്തായിരിക്കും ഇതിന്റെ ആൻസർ? കൺസ്യൂമർ പ്രിഫറൻസ്. വോട്ടിംഗ് ഡൺ ബൈ കൺസ്യൂമർ, വോട്ട് ചെയ്യണ കാര്യങ്ങളല്ലോ. കൺസ്യൂമറിന്റെ പ്രിഫറൻസ് എന്താന്ന് മനസ്സിലാക്കി അതിനനുസരിച്ചല്ലേ ഇവിടെ റിസോഴ്സസ് അലോക്കേറ്റ് ചെയ്യുന്നത്, അല്ലാതെ കൺസ്യൂമേഴ്സിനെ കൊണ്ട് വോട്ട് ചെയ്യിപ്പിച്ചിട്ടാണോ? ഒരിക്കലും അല്ല. ബിസിനസ് എക്കണോമിക്സ് ഈസ് നോർമേറ്റീവ് ആണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട് മക്കളെ. ബിസിനസ് എക്കണോമിക്സ് എന്താണ്? ബിസിനസ് എക്കണോമിക്സ് ബിസിനസ് എക്കണോമിക്സ് ഒരു നോർമേറ്റീവ് ആണ്, ഇന്റർ ഡിസിപ്ലിനറി ആണ്, പ്രാഗ്മാറ്റിക് ആണ്, ആർട്ടാണ്, മൈക്രോയാണ്, മാക്രോയാണ്, യൂസ് തിയറീസ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ്, എക്കണോമെട്രിക്സ്, അങ്ങനെ എക്സ് എല്ലാത്തിനും. അപ്പോൾ ഓൾ ഓഫ് ദി അബോവ് ആണ്. ഫസ്റ്റ് ചാപ്റ്റർ ഇതാണ് ക്വസ്റ്റ്യൻ. മാർക്ക് നോട്ട് ട്രൂ റിഗാർഡിംഗ് മാർക്കറ്റ് സ്റ്റെബിലൈസേഷൻ സ്കീം, മോണിറ്ററി പോളിസി എന്നാണ് ക്വസ്റ്റ്യൻ. എന്താണ് അല്ലാത്തത്, തെറ്റായത് ഏത്? ഇറ്റ് ഈസ് അബ്സോർബ് ദ സർപ്ലസ് ലിക്വിഡിറ്റി ഓഫ് എൻഡ്യൂറിംഗ് നേച്ചർ റൈസിംഗ് ഔട്ട് ഓഫ് ദ ലാർജ് ക്യാപിറ്റൽ ഫ്ലോ. ശരിയാണ്, അബ്സോർബ് ദ സർപ്ലസ് ലിക്വിഡിറ്റി ആണ്. കാരണം സ്റ്റെബിലൈസ് ചെയ്യണമെങ്കിൽ രാജ്യത്തെ ഇൻഫ്ലേഷൻ സമയത്ത് രാജ്യത്ത് എന്താണോ കൂടുതൽ മണി സപ്ലൈ കൂടുതലാണെങ്കിൽ അത് മൊത്തം തിരിച്ചു പിടിക്കണം. ഇറ്റ് അബ്സോർബ് ദ സർപ്ലസ് ലിക്വിഡിറ്റി ത്രൂ ദ സെയിൽ ഓഫ് ഷോർട്ട് ഡേറ്റഡ് ഗവൺമെന്റ് സെക്യൂരിറ്റീസ് വിറ്റോണ്ടാണ് അത് ചെയ്യുന്നത്. അതും ശരിയാണ്. ദെൻ മൊബിലൈസ് സർപ്ലസ് ലിക്വിഡിറ്റി ഹെൽഡ് ഓൺ MSS അക്കൗണ്ട്സ് ടു ദ RBI. അതും ശരിയാണ്. ദെൻ MSS അക്കൗണ്ട് ലിക്വിഡിറ്റി ക്യാൻ ബി യൂസ്ഡ് ഫോർ നോർമൽ ഗവൺമെന്റ് എക്സ്പെൻഡിച്ചർ ഓഫ് ക്യാപിറ്റൽ നേച്ചർ. തെറ്റാണ്, ഇതല്ല.
MSS അക്കൗണ്ട് ലിക്വിഡിറ്റി ക്യാൻ ബി യൂസ്ഡ് ഫോർ നോർമൽ ഗവൺമെന്റ് എക്സ്പെൻഡിച്ചർ ഫോർ ക്യാപിറ്റൽ നേച്ചർ. അല്ല, അതിന് വേണ്ടിയിട്ടല്ല അത് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ബാക്കിയൊക്കെ ശരിയാണ്. അതായത് MSS എന്ന് പറഞ്ഞാൽ മാർക്കറ്റ് സ്റ്റെബിലൈസേഷൻ സ്കീം, നമ്മുടെ രാജ്യത്തെ എക്കണോമീനെ സ്റ്റെബിലൈസ് ചെയ്യുന്ന കലാപരിപാടിയാണ് അവിടെ ചെയ്യുന്നത്. അപ്പോൾ അത് ചെയ്യാൻ വേണ്ടിയിട്ട് രാജ്യത്ത് കൂടുതലുള്ള ലിക്വിഡിറ്റി എങ്ങനെയെങ്കിലും അബ്സോർബ് ചെയ്യണം എന്ന് പറയുന്നത് കറക്റ്റാണ്. പക്ഷെ നാലാമത്തെ സ്റ്റേറ്റ്മെന്റ് എലിമിനേഷൻ മെത്തേഡ് എടുക്കാമല്ലോ. ഇതും ശരിയാണ്, ഇതും ശരിയാണ്, ഇതും ശരിയാണ്. അങ്ങനെയാണെങ്കിൽ തെറ്റായിട്ടുള്ള ഓപ്ഷൻ ഏറ്റവും ലാസ്റ്റത്തെയാണ്. കറക്റ്റ് കിട്ടുന്നില്ലെങ്കിൽ മക്കളെ എലിമിനേഷൻ മെത്തേഡ് എടുക്കണം. ഓക്കെ. വിച്ച് ഓഫ് ദ ഫോളോയിങ് മെഷർ മണി സപ്ലൈസ് നോൺ ആസ് ബ്രോഡ് മണി? ബ്രോഡ് മണി ആരാണ്? അത് M3 ആണ്. അത് M3ക്ക് സ്വന്തമാണ് അല്ലേ. M1 ആണ് നാരോ മണി. നാരോ മണി എന്നാണ് M1 അറിയപ്പെടുന്നത്. ബാല ഓർക്കണേ. ഓക്കെ ആണല്ലോ. ഇന്ത്യാസ് ഫോറിൻ എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റം ഈസ് മാനേജ്ഡ് ഫ്ലോട്ടിംഗ് എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റം. എത്രയോ തവണ 1993 ഓൺവേർഡ്സ് ഓർത്തു വെച്ചോട്ടോ. ആ ഇയർ പോലും നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. അവിടെ തൊട്ട് നമ്മുടെ രാജ്യത്ത് മാനേജ്ഡ് ഫ്ലോട്ടിംഗ് എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റം ആണെന്ന് മക്കൾ ഓർത്തു വെക്കണം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ, ഇൻ ദ ലോങ് റൺ അഫക്ട് ദ എക്സ്ചേഞ്ച് റേറ്റ് ഡാഷ് അഫക്ട് ദ എക്സ്ചേഞ്ച് റേറ്റ് എന്നാണ് പറഞ്ഞേക്കണേ. ഓക്കെ. ക്വസ്റ്റ്യൻ നമ്പർ 18 അല്ലേ? ട്രാൻസാക്ഷൻ ഇൻ ഓഡ് എമൗണ്ടിന്റെ ട്രാൻസാക്ഷൻ, പിന്നെ പ്രസന്റേഷൻ ഓഫ് ഡോക്യുമെന്ററി സപ്പോർട്ട്, യെസ്, ദെൻ ഫ്രീക്വൻസി ഓഫ് സച്ച് ട്രാൻസാക്ഷൻസ്. അപ്പോൾ നമ്മളുടെ ലോങ് റണ്ണിൽ എക്സ്ചേഞ്ച് റേറ്റിനെ അഫക്റ്റ് ചെയ്യുന്ന സംഭവങ്ങൾ ഏതാണെന്നല്ലേ ചോദിച്ചേക്കണേ. നമ്മൾ ഈ രീതിയിലൊന്നും അത് പഠിച്ചിട്ടില്ലല്ലോ. ഇങ്ങനെയൊന്നും അല്ല. എക്സ്ചേഞ്ച് റേറ്റിനെ അഫക്റ്റ് ചെയ്യുന്നത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. എക്സ്ചേഞ്ച് റേറ്റ് കൂടാൻ കുറയും. അത് നമ്മുടെ ഡോളറിൻ്റെ അതിലുണ്ടാകുന്ന കുറച്ച് വേരിയേഷൻസ് ആണ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ നൺ ഓഫ് ദി എബോവ് ആണ് കേട്ടോ. യെസ്, നൺ ഓഫ് ദി എബോവ്. ദെൻ ഹെഡ്ജിങ് ഇൻഡിക്കേറ്റഡ്. ഹെഡ്ജിങ് നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ടല്ലോ മക്കളെ. എന്താണ് ഹെഡ്ജിങ്? ട്രാൻസാക്ഷൻസ് ഓഡ് എമൗണ്ട്, പ്രസന്റേഷൻ ഓഫ് ഡോക്യുമെന്ററി സപ്പോർട്ട്, ഫ്രീക്വൻസി ഓഫ് സച്ച് ട്രാൻസാക്ഷൻസ്. ഓക്കെ, സെയിം. ഇത് കണ്ട 17ന്റെയും 18ന്റെയും ഓപ്ഷൻസ് ഒരേപോലെ വന്നേക്കണം കേട്ടോ നിങ്ങൾ. അതിന്റെ ആൻസർ നൺ ഓഫ് ദി എബോവ് ആണ്. തെറ്റാണ്. അങ്ങനെയല്ലല്ലോ ഹെഡ്ജിങ് നമ്മൾ പറയുന്നത്. ഹെഡ്ജിങ് എന്ന് പറഞ്ഞാൽ എന്താ? റിസ്ക് എടുക്കാതെ വില കുറഞ്ഞ സ്ഥലത്ത് നിന്ന് സാധനങ്ങൾ വാങ്ങി വില കൂടിയ സ്ഥലത്ത് കൊണ്ട് വിൽക്കുന്ന ഒരു ടൈപ്പ് ഓഫ് ആക്ഷനെയാണ് നമ്മൾ ഹെഡ്ജിങ് എന്ന് പറയുന്നത്. ദ മോസ്റ്റ് കോൺട്രവേഴ്ഷ്യൽ ടോപ്പിക് ഇൻ ദോഹ റൗണ്ട് അഗ്രികൾച്ചർ അല്ലേ? നമ്മൾ അങ്ങനെയല്ലേ പഠിച്ചേക്കുന്നേ? അതെ. Then factor abundant is considered to be the part of international trade. Factor abundant HO theory അല്ലേ? 15 HO theory അല്ലേ? അതല്ലാതെ വേറെ ഏതാ വരിക? HO theory. ദെൻ മണി കോസ്റ്റ്, കമ്പാരറ്റീവ് കോസ്റ്റ് അഡ്വാൻറ്റേജ് തിയറിയാണ്. കാരണം എന്താ? മണി കോസ്റ്റ് എന്ന് പറഞ്ഞാൽ അറിയാലോ, ഓൺ ദ ബേസിസ് ഓഫ് ലേബർ തിയറി ഓഫ് വാല്യൂ എന്ന് പറയുന്നില്ലേ? അതായത് എന്ത് ബേസിലായി ലേബർ തിയറി ഓഫ് വാല്യൂ നമ്മൾ മെഷർ ചെയ്യുന്നത്? ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എങ്ങനെയാണ് മെഷർ ചെയ്യുന്നത്? ലേബറിന് കൊടുക്കുന്ന വേജിന്റെ ബേസിസിലല്ലേ. അപ്പോൾ മണി കോസ്റ്റ് ഈസ് കൺസിഡേർഡ് ബൈ കമ്പാരറ്റീവ് കോസ്റ്റ് അഡ്വാൻറ്റേജ് തിയറി. ദ മാർജിൻ ഫോർ കറൻസി ലോങ് ടൈം റിട്ടൈനഡ് വിത്ത് ദ റെപ്പോസിറ്ററി ഓഫ്. ഈ ക്വസ്റ്റ്യൻ ഇവിടെ നിൽക്കട്ടെ. ഈ ക്വസ്റ്റ്യൻ നമുക്ക് MTP സെക്കൻഡിൽ ഡിസ്കസ് ചെയ്യാം. കാരണം MTP സെക്കൻഡിൽ ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും കോട്ട് ചെയ്തിട്ടുണ്ടോ? ഇനി ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നമുക്ക് ഈ ക്വസ്റ്റ്യൻസ് അവിടെ ഡിസ്കസ് ചെയ്യാം കേട്ടോ. യെസ്, അത്യാവശ്യം അതിൽ കുറച്ച് കാര്യങ്ങൾ നടത്താനുണ്ട്. ഞാൻ പെട്ടെന്ന് വളരെ കുറഞ്ഞ സമയം കൊണ്ടാണ് ഈ ഡിസ്കഷൻ ഞാൻ കയറിയേക്കുന്നത്. അപ്പോൾ ആ ക്വസ്റ്റ്യൻസ് കുറച്ചും കൂടെ അതിൽ കുറച്ച് കാര്യങ്ങൾ കിട്ടാനുണ്ട്. അപ്പോൾ അതും കൂടെ കിട്ടിയതിന് ശേഷം മാത്രം ഞാനത് MTP സെക്കൻഡിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ. ദെൻ ഡംപിങ് എന്ന് പറഞ്ഞാൽ മക്കൾ ഓർക്കേണ്ട ഒരു കാര്യം, എക്സ്പെൻസീവ് ഗുഡ്സ് ലോ പ്രൈസിൽ വിൽക്കുന്ന കലാപരിപാടി അല്ല. നമ്മുടെ ഹോം മാർക്കറ്റിനേക്കാളും കുറഞ്ഞ പ്രൈസിൽ ഗുഡ്സ് എവിടെ വിൽക്കുന്നു? എബ്രോഡിൽ വിൽക്കുന്ന കലാപരിപാടി. ബി ആണ് ആൻസർ കേട്ടോ. ബി, അല്ലാതെ ഇതല്ല. ഇപ്പം നിങ്ങൾ ICAയുടെ ഓപ്ഷൻസ് കാണുമ്പോൾ നിങ്ങൾക്ക് കുറേ ക്വസ്റ്റ്യൻസിൽ മിസ്റ്റേക്ക് വരും. ഞാൻ പറയുന്നതും ICA പറയുന്നത് വേറെയാണ്. പക്ഷെ ഞാൻ പറയുന്നത് ഇതാണ്. അതായത് എക്സ്പെൻസീവ് ഗുഡ്സ് ലോ പ്രൈസിൽ വിൽക്കുന്ന കലാപരിപാടി അല്ലല്ലോ. യെസ്. Then it is the method by which banks borrow from each other to able maintain the cash reserve ratio.
ഇതെല്ലാം വരും മക്കളെ. ഓൾ ഓഫ് ദി അബോവ് ആണ് 11. അപ്പം നിങ്ങൾ അത് അങ്ങനെ തന്നെ പഠിച്ചു വെച്ചോ. അല്ലല്ല സോറി, ഇതിൻ്റെ ആൻസർ വരുന്നത് കോൾമണി. യെസ്, 11. ഇത് കോൾമണിയാണ്. ഇതിൻ്റെ ഡെഫിനിഷൻ അങ്ങനെ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇത് മക്കൾ അങ്ങനെ തന്നെ പഠിച്ചു വെച്ചോ. ഓക്കെ, ഡെഫിനിഷനാണ്. കാരണം നമുക്ക് അത്ര സിലബസിൽ നമുക്ക് പറയാത്തൊരു സാധനം അത്. അപ്പോൾ പിന്നെ അത് ജസ്റ്റ് ഒരു ഔട്ട് ഓഫ് സിലബസ് പോലെ നമുക്ക് ട്രീറ്റ് ചെയ്ത് വിടാം. വലിയ കാര്യമായിട്ട് നമുക്ക് പറയുന്നില്ല. അപ്പം ഇതങ്ങ് പോട്ടെ. അത് നിങ്ങൾ അങ്ങനെ തന്നെ പഠിച്ചു വെച്ചാൽ ഡെഫിനിഷൻ. യെസ്, അതുപോലെ തന്നെ ഇത് എളുപ്പമല്ലേ. ട്രഷറി ബില്ല് ഇഷ്യൂ ചെയ്യുന്ന ആരാ? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആയിരിക്കുമല്ലോ. ഓക്കെ, നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. അതുപോലെ തന്നെ ഈ ക്വസ്റ്റ്യൻ ഒന്ന്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ ദി ഇൻസ്ട്രുമെന്റ്സ് ഓഫ് മണി മാർക്കറ്റ്? കോൾ മണി, സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ്, ട്രഷറി ബില്ല്, ഓൾ ഓഫ് ദി അബോവ്. ഇതെല്ലാം ആണ്, ഓൾ ഓഫ് ദി അബോവ് ആണ് കേട്ടോ. പിന്നെ ഉണ്ട് ട്രഷറി ബില്ല്, കൊമേഴ്ഷ്യൽ പേപ്പർ, പിന്നെ റിപ്പോസ്, റീപർച്ചേസ്, പിന്നെ കോൾ മണി, കൊമേഴ്ഷ്യൽ ബില്ല്, അങ്ങനെ കുറേ സാധനങ്ങളുണ്ട്. അതിൽ കുറച്ച് ഓപ്ഷൻസ് അവർ ഇട്ടിട്ടുണ്ട്. ഓൾ ഓഫ് ദി അബോവ്. ഇതും ഔട്ട് ഓഫ് സിലബസ് പോലെ ട്രീറ്റ് ചെയ്ത് വിടുക. ജസ്റ്റ് ഇത് എനിക്ക് തോന്നുന്നു ഈ കാലിക്കറ്റ് ബാച്ചിൽ എന്തോ ഒരു മായ ഈ സംഭവം നടന്നിട്ടുണ്ട്. കാരണം ഈ സാധനമൊക്കെ ഞാൻ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് ഞാൻ പറഞ്ഞു നോക്കണം, ഇത് ജുനീ സാർ പഠിപ്പിക്കും, നിങ്ങൾക്ക് അക്കൗണ്ട്സിലല്ലേ പഠിക്കാനുള്ളത് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ദെൻ പബ്ലിക് എക്സ്പെൻഡിച്ചർ ഇൻക്രീസസ്. പബ്ലിക് എക്സ്പെൻഡിച്ചർ, അതായത് ഗവൺമെൻറ്റിൻ്റെ എക്സ്പെൻഡിച്ചർ കൂടിയാൽ ഉറപ്പായിട്ട് രാജ്യത്തേക്ക് എന്ത് കൂടും മക്കളെ? എംപ്ലോയ്മെൻറ്റ് കൂടും. എംപ്ലോയ്മെൻറ്റാണ് കൂടുന്നത് കേട്ടോ. ഇൻട്രസ്റ്റും കൂടും, പക്ഷേ ഇത് അവർ വേറെ രീതിയിലുള്ളൊരു ക്വസ്റ്റ്യനാണ്. Then public debt management refers to terms of new bond, terms of new bond. Then proportion of different components of public debt. അല്ലേ, components of public debt നെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്. മെച്യൂരിറ്റിനെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്. ഓൾ ഓഫ് ദി അല്ലേ. ടേംസ് എത്ര നാളത്തേക്കാണ്, ടേംസ് ഓഫ് ന്യൂ ബോണ്ട്സ്. പിന്നെ ഡിഫറെൻറ്റ് കോമ്പോണൻസ് ഓഫ് പബ്ലിക് ഡെപ്റ്റ്, കമ്പോണൻസ് ഓഫ് കമ്പോസിഷൻ അല്ലെങ്കിൽ കമ്പോണൻസിനെ കുറിച്ച് പറയുന്നുണ്ട്. മെച്യൂരിറ്റി പീരീഡ് പറയുന്നുണ്ട്. ദെൻ ഓൾ ഓഫ് ദി ദെൻ നോൺ പ്ലാൻ ഗ്രാൻസ് ആർ ഡിറ്റർമിനഡ് ബൈ സെൻട്രൽ ഗവൺമെൻറ് ആണ്. ദെൻ ഫിനാൻസ് കമ്മീഷൻ എന്ത് ചെയ്യാൻ പറ്റും? റെക്കമെൻഡ് ചെയ്യാൻ പറ്റും. ഫിനാൻസ് കമ്മീഷൻ റെക്കമെൻഡിങ് ഗ്രാൻഡിനൈഡ് അല്ലേ. ഗ്രാൻഡിനൈഡ് പറയുന്നത് ഫിനാൻസ് കമ്മീഷനാണ്. ഗ്രാൻഡിനൈഡ് ടു സ്റ്റേറ്റ്. ദെൻ ഇൻക്ലൂഡിങ് നോൺ പ്ലാൻസ്, അതിൽ നോൺ പ്ലാൻസും പറയുന്നുണ്ട്. പക്ഷെ അത് ഡിറ്റർമൈൻ ചെയ്യുന്നത് എപ്പോഴായിരിക്കും? സെൻട്രൽ ഗവൺമെൻറ് ആയിരിക്കും കേട്ടോ. Then which of the following is budget document mandated under fiscal responsibility budget management act? ഓർക്കുന്നുണ്ടോ? 2 ഉണ്ട്. മാക്രോ ഇക്കണോമിക് ഫ്രെയിംവർക്ക് സ്റ്റേറ്റ്മെന്റും മീഡിയം ടൈം കം ഫിസിക്കൽ പോളിസി കം മാക്രോ ഇക്കണോമിക്സ്, അങ്ങനെ എന്തോ ഒരു സാധനം കൂടി വരുന്നില്ല. 2 വരുന്നുണ്ട്. 2 ഉണ്ട്. അതിൽ ഒരെണ്ണമാണ് അവർ ഇട്ടേക്കണേ. കുഴപ്പമില്ല, ആ ഒരെണ്ണം നമുക്ക് അവിടെ ഉണ്ട്. ആ ഒരെണ്ണം തന്നെയാണ് ആൻസർ. യെസ്. ദെൻ ഫിസിക്കൽ ഡെഫിസിറ്റ് ക്യാൻ ബി റെമഡീഡ് ബൈ. എങ്ങനെയാണ്? ഇങ്ങനെ നമുക്ക് രാജ്യത്തെ ഫിസിക്കൽ ഡെഫിസിറ്റ് മാറ്റാം. ഒറ്റ കാര്യം ചെയ്താൽ മതി, ഒന്ന് മണി ബോറോ ചെയ്യുക. ഫിസിക്കൽ ഡെഫിസിറ്റ് മാറ്റണമെങ്കിൽ എത്ര ബോറോ ചെയ്യണം, എത്ര നമ്മൾ ബോറോ ചെയ്യണം എന്ന് കാണിച്ചു തരുന്ന ഫിഗറാണ് ഫിസിക്കൽ ഡെഫിസിറ്റ് എന്ന് പറയുന്നത്. ബോറോ എത്ര ചെയ്യണം എന്ന് കാണിച്ചു തരുന്ന, അത് ഇനിയും എത്ര ബോറോ ചെയ്താലാണ് നഷ്ടം നികത്താൻ പറ്റുമെന്ന് കാണിച്ചു തരുന്ന ഫിഗറാണ് ഫിസിക്കൽ ഡെഫിസിറ്റ്. അപ്പോൾ ബോറോ ചെയ്യുക, ദെൻ കറൻസി പ്രിന്റ് ചെയ്യുക, റിസർവ് നോക്കിക്കൊണ്ട്, ബോത്ത് എ ആൻഡ് ബി. ദെൻ റിവേഴ്സ് റിപ്പോ റേറ്റ്. റിവേഴ്സ് റിപ്പോ റേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ സെൻട്രൽ ബാങ്ക് നമുക്ക് തരുന്ന പൈസ. അപ്പോൾ സെൻട്രൽ ബാങ്ക് നമുക്ക് തരുന്ന പൈസ ആണെങ്കിൽ എന്താണ്? RBI ബോറോ ഫ്രം കൊമേഴ്ഷ്യൽ ബാങ്ക്. കൊമേഴ്ഷ്യൽ ബാങ്കിൽ നിന്ന് RBI ബോറോ ചെയ്തതിന് കൊമേഴ്ഷ്യൽ ബാങ്കിന് കൊടുക്കുന്ന പൈസയാണ് റിവേഴ്സ് റിപ്പോ റേറ്റ്. റേറ്റ് അറ്റ് വിച്ച് RBI ലെൻഡ് അല്ല, RBI ലെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ കൊമേഴ്ഷ്യൽ ബാങ്ക് RBIക്ക് അല്ലേ കൊടുക്കണ്ടേ? ഇത് റിവേഴ്സ് റിപ്പോ റേറ്റ് ആണ്. അപ്പോൾ RBI കൊമേഴ്ഷ്യൽ ബാങ്കിൽ നിന്ന് പൈസ എടുത്തതിന് തിരിച്ച് അങ്ങോട്ട് കൊടുക്കുന്ന റേറ്റ് ആണ് റിവേഴ്സ് റിപ്പോ റേറ്റ്. ദെൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് ദ ഇൻസ്ട്രുമെന്റ്സ് ഓഫ് മോണിറ്ററി പോളിസി? അറിയാം, പബ്ലിക് എക്സ്പെൻഡിച്ചർ മാനേജ്മെന്റ്. കാരണം ഇത് നടത്തുന്നത് ഗവൺമെന്റ് ആണ്, ഗവൺമെന്റ് എക്സ്പെൻഡിച്ചർ അല്ലേ. ബാക്കി CRR, SLR, റിപ്പോ റേറ്റ് അതൊക്കെ മോണിറ്ററി പോളിസിയാണ്. ദെൻ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ദ ബാങ്ക് റേറ്റ് ഇസ് ദ റേറ്റ് അറ്റ് വിച്ച് RBI ലെൻഡ് ടു ദ കൊമേഴ്ഷ്യൽ ബാങ്ക്. ശരിയല്ലേ? അതെ, ലെൻഡ്. ദെൻ അതുപോലെ തന്നെ അറ്റ് വിച്ച് RBI റീഡിസ്കൗണ്ട് ദ ബില്ലോ. അത് കൊമേഴ്ഷ്യൽ ബാങ്കുകളുടെ ബില്ലില്ല മക്കളെ, സെക്യൂരിറ്റീസ് എന്ത് ചെയ്യും? റീഡിസ്കൗണ്ട് കൊടുക്കുന്ന റേറ്റ് കൂടിയാണ് ബാങ്ക് റേറ്റ്. ഓക്കെ, അതായത് അവർ സെക്യൂരിറ്റീസ് പ്ലെഡ്ജ് ചെയ്യണം, അവിടെ കൊളാട്രൽ വെക്കണ്ടേ മക്കളെ. അപ്പോൾ ആ കൊളാട്രൽ അവിടെ വെക്കുമ്പോൾ അത് എന്ത് ചെയ്തും? റീഡിസ്കൗണ്ട് ചെയ്ത് അവർക്ക് കുറച്ച് പൈസ ആര് കൊടുക്കും? RBI ലെൻഡ് ചെയ്യും. ഓക്കെ, അതുകൂടിയാണ് ബാങ്ക് റേറ്റ് നമുക്ക് പറയാം. സെറ്റ്. രണ്ടുമാണ് ശരിയാണ്, ബോത്ത് എ ആൻഡ് ബി. ഓക്കെ, ഇതിലൊരു ക്വസ്റ്റ്യൻ വിട്ടുപോയിട്ടില്ലേ? 78th ക്വസ്റ്റ്യൻ ലാസ്റ്റ് പറഞ്ഞുതരാന്ന് പറഞ്ഞേ. 78 അല്ലേ? യെസ്.
78 ഇതായി ക്വസ്റ്റ്യൻ. അതായത് നമ്മൾ പഠിച്ചിട്ടുണ്ട് IMFന്റെ വേൾഡ് ബാങ്കിന്റെയും ഡെഫിനിഷൻ പ്രകാരം അറ്റ്ലീസ്റ്റ് 10% ഓഫ് ഓർഡിനറി ഷെയർസ് 10% ഓഫ് ഷെയറിൽ ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടെങ്കിൽ അത് FPI അല്ല FDI ആണ് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഒരു 100 ഒരു കമ്പനിയുടെ 99% ഷെയറിലും കൊണ്ടുപോയി നമ്മൾ പൈസ ഇൻവെസ്റ്റ് ചെയ്താൽ അത് FPI ആണ്, അല്ല FDI ആണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഇതിന്റെ ആൻസർ റെഡീമബിൾ പ്രിഫറൻസ് ഷെയർ ആണ്. കാരണം ഇതൊരു ഡെപ്റ്റ് ഇൻസ്ട്രുമെന്റ് ആണ് മക്കളെ, ഡെപ്റ്റ് ഇൻസ്ട്രുമെന്റ് ആണ്. അതായത് FDIയുടെ ഇതൊരു ഔട്ട് ഓഫ് സിലബസ് പോർഷൻ പോലെ മക്കൾ ട്രീറ്റ് ചെയ്താൽ മതി. ആ ക്വസ്റ്റിനെ കണ്ട നമ്മൾ ഫസ്റ്റ് പാടുള്ള ക്വസ്റ്റ്യൻ ഇതാണ് നമ്മൾ വരച്ചിട്ടാണ് അവിടെ. അപ്പോൾ ഇതൊരു ഡെപ്റ്റ് ഇൻസ്ട്രുമെന്റ് എന്ന് അറിയപ്പെടുന്നത്. അതായത് FDIയുടെ പോളിസി അനുസരിച്ച്, FDI പോളിസി അനുസരിച്ച് ഡെപ്റ്റ് ഇൻസ്ട്രുമെന്റ്സ് ഇതിൽ ഇൻക്ലൂഡഡ് ആവില്ല. ഓക്കെ, ഡെപ്റ്റ് ഇൻസ്ട്രുമെന്റ് ആയതുകൊണ്ടാണ് റിഡീമബിൾ പ്രിഫറൻസ് ഷെയർ ഇതിൽ നിന്ന് എന്ത് ചെയ്യാതാണ് നമ്മൾ എക്സ്ക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ സെറ്റ്. ബാക്കി ഇതൊന്നും ഡെപ്റ്റ് ഇൻസ്ട്രുമെന്റ്സ് അല്ല. അപ്പോൾ ആൻസർ ഇതാണ് കേട്ടോ. കാരണം ഒറ്റ കാരണമുള്ള അതൊരു ഡെപ്റ്റ് ഇൻസ്ട്രുമെന്റ് ആണ്. യെസ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങളോട് പറയാനുള്ളത്. അപ്പോൾ വേറെ ഒന്നും MTP 1 നമുക്ക് ഡിസ്കസ് ചെയ്ത് തീർക്കാനൊന്നുമില്ല. അപ്പോൾ മക്കൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് പഠിക്കുക, ഏറ്റവും നന്നായിട്ട് പ്രാർത്ഥിക്കുക, നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ വരണമെന്ന് മനസ്സുരുകി ആഗ്രഹിക്കുക. അപ്പോൾ നമ്മൾ പഠിച്ചതൊക്കെ നടക്കും, നമ്മൾ പഠിച്ച രീതിയിൽ ക്വസ്റ്റ്യൻ വരും. അപ്പോൾ നിങ്ങൾ ടെൻഷൻ അടിക്കാതിരിക്കുക. ഞാൻ പറഞ്ഞില്ല, ഒരു ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിക്കഴിഞ്ഞാൽ 100 ക്വസ്റ്റ്യൻസും ചെയ്യണമെന്ന് ഞാൻ നിങ്ങളെ പഠിപ്പിച്ചിട്ടില്ല. 100 ക്വസ്റ്റ്യൻ ചെയ്യണമെന്ന് നമ്മൾ ആരും വാശി പിടിക്കാനും പാടില്ല. ഒരു 80-90ൻ്റെ ഇടയിൽ നമുക്ക് കിട്ടിയാൽ നമ്മൾ സേഫ് ആണ്, അത് നമുക്ക് കിട്ടും. ഇത്രയും ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്തപ്പോൾ നിങ്ങൾ ഈ ഒരു MTP കണ്ടിട്ട് ആൻസർ ഡിസ്കസ് ചെയ്ത് പോട്ടെ. ഞാൻ നിങ്ങളെ പഠിപ്പിച്ചു, നിങ്ങളതിന് നല്ല അടിപൊളിയായിട്ട് നോളജ് ഉള്ള കുട്ടികളാണ്, നമ്മളൊക്കെ ഒരേ ലെവലിൽ നിൽക്കുന്ന കുട്ടികളാണ്. നിങ്ങളൊരേ ലെവലിലാണ്, ഞാനും ഒരേ ലെവലിൽ നിൽക്കുവാണ്. അപ്പോൾ പഠിച്ചു. അപ്പോൾ നമുക്ക് ഈ ക്വസ്റ്റ്യൻ പേപ്പർ കാണുമ്പോൾ എൻ്റെ ഡിസ്കഷൻ അപ്പുറത്തേക്ക്, അതിന് മുന്നേ നിങ്ങൾക്ക് കുറേ ആൻസറുകൾ കിട്ടുന്നുണ്ട്, നമുക്ക് മനസ്സിലാവുന്നുണ്ട് ഇതാണ് ആൻസർ എന്ന്. അപ്പോൾ തന്നെ നിങ്ങളൊന്ന് കൗണ്ട് ചെയ്ത് നോക്കും, ഒരു 40ൻ്റെ മുകളിലേക്ക് നമ്മൾ പോയി. അപ്പോൾ നമ്മൾ ജയിക്കും. പിന്നെ നമുക്ക് എങ്ങനെ അഗ്രഗേറ്റിലേക്ക് നമ്മുടെ എക്കണോമിക്സിൽ നിന്ന് കോൺട്രിബ്യൂട്ട് ചെയ്യണമെങ്കിൽ എങ്ങനെയെന്ന് നോക്കിയാൽ മതി. അപ്പോൾ ഏറ്റവും നന്നായിട്ട് നിങ്ങൾ ഇരിക്കുക, ഏറ്റവും നന്നായിട്ട് പഠിക്കുക, അടിപൊളിയാവട്ടെ, കാര്യങ്ങൾ നടക്കട്ടെ. അപ്പോൾ MTP സെക്കൻഡിൽ ആ ഒരു ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തുകൊണ്ട് കാണും വരെ ബൈ.